അക്രൂരർ ഈ വിധത്തില് ഭഗവാന്റെ അടുത്തേക്ക് പോവാനായിട്ട് തയ്യാറായി കംസന്റെ അടുത്ത് നിന്ന് യാത്ര പറഞ്ഞു പോരും ചെയ്തു. കംസന്റെ അടുത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകുന്നു. പിറ്റേന്നാള് രാവിലെ അക്രൂരര് ഭഗവാനെ കാണാൻ മധുരയെന്ന് വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. ഈ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് താൻ ഇങ്ങനെ ആലോചിച്ചപ്പം അക്രൂരർക്ക് വല്ലാത്തൊരു സന്തോഷം. ഈ സന്തോഷം കൊണ്ട് അദ്ദേഹം ഇതേപ്പോ പറയണ്ടു നാളെ രാവിലെ പോകണം എന്നൊക്കെയാണ് രാജാവ് പറഞ്ഞത്. പക്ഷെ രാജാവിനെ സംബന്ധിച്ച് നാളെ പോകണം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇദ്ദേഹത്തിനാണെങ്കിലോ അതോടെ ഒരു പൊറുതിയില്ലായ ഉള്ളിൽ എങ്ങനെ അക്രൂരോപിച്ച അക്രൂരാണെങ്കിലോ അക്രൂരോപിച്ച താം രാത്രിയും മധുപുര്യാം മഹാമതി ഉഷിത്വാരഥമാസ്ഥായ പ്രയയൗ നന്ദഗോകുലം. അതേ പണ്ടായത് അദ്ദേഹം എങ്ങനെയാ രാത്രി കഴിച്ചു കൂട്ടിയതെന്ന് അറിയില്ല. വെളിച്ചായി കിട്ടണ്ടേ, വെളിച്ചായാലല്ലേ പോവാൻ പറ്റുള്ളൂ ഭഗവാനെ കാണാൻ. സന്തോഷം കൊണ്ട് നേരം കിട്ടപ്പല്ല അല്ലേ, വെളിച്ചായി കിട്ടുന്നില്ല എന്നൊരു വിഷമം. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ രാവിലെ നേരം വെളിച്ചാക്കി അദ്ദേഹം നീട്ടുകൂളി സന്ധ്യാവന്തനൊക്കെ കഴിഞ്ഞു. തേരിൽ കയറി രാവിലെ പ്രകാശത്തിന് പുറപ്പെട്ടു. അതിരാവിലെ പുറപ്പെട്ട് പോണ സമയത്തൊക്കെ അദ്ദേഹം വണ്ടിയിൽ ഇങ്ങനെ കയറിയിരുന്ന് പോകുമ്പം തേരിൽ കയറിയിരുന്ന് പോണ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരേ ഒരു ചിന്തയുള്ളൂ, എന്ത് ഗച്ഛൻപഥി. അതാണ് വഴിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഗച്ഛൻപഥി മഹാഭാഗോ ഭഗവത്യംബുജേക്ഷണേ. അതാണ്ടായത് അംബുജേക്ഷനായ ഭഗവാന്റെ തൃപ്പാദത്തില് ഭക്തിംബരാം ഉപഗത ഏവമേതൽ അചിന്തയൽ. ആ ഭഗവാന്റെ തൃപ്പാദത്തിൽ ഭക്തി അങ്ങോട്ട് കലശലാവുക കാണുന്നത് എന്താ നിശ്ചല്യ അങ്ങോട്ട് ഉറക്കിയ കാരണത്താൽ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചിന്തിച്ചു. ഒന്നും പറയണ്ട, എങ്ങനെയാ ചിന്തിച്ചത്? അക്രൂര് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വിചാരത്തിൽ അങ്ങോട്ട് മുഴുകിപ്പോയി. കിം മയ ആചരിതം ഭദ്രം, എന്ത് പുണ്യാണാവോ ചെയ്തത്? നിശ്ചല്യ കിം തപ്പതം ഭരണം തപ, എന്തോ ഒരു വലിയ തപസ്സൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ടെന്നാ തോന്നണത്. കിം വാധാപ്യരിഹതേദത്തം യദ്രക്ഷ്യാമ്യദ്യ കേശവം, എന്തോ ഒരു വലിയ പുണ്യം ചെയ്യാണ്ട് ഞാൻ ഇന്ന് ഭഗവാൻ കേശവനെ കാണില്ല. മമൈത ദുർലഭം മന്യ ഉത്തമ ശ്ലോക ദർശനം. ആ ഉത്തമ ശ്ലോകനായ ഭഗവാനെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ ദുർലഭം, അത്രയ്ക്ക് അപൂർവമായിട്ട് കിട്ടുന്ന ഭാഗ്യാണേ. എന്താന്ന് വെച്ചിട്ടുണ്ടോ, ഈ തന്നെ പോലെയുള്ള ഇങ്ങനെയുള്ള ആളുകളൊക്കെ സാധാരണക്കാരനായ എനിക്കൊക്കെ ഭഗവാനെ കാണാൻ സാധിക്കുക എന്ന് പറയണത് ഒന്നും പറയണ്ട, ഭാഗ്യെന്നേ പറയണ്ടു. എല്ലാ പാപങ്ങളും അതോടെ തീർന്നു എന്ന് കൂട്ടുക. മമ അദ്യമംഗളം നഷ്ടം ഫലവംശ്ചൈവമേ ഭവ, എൻ്റെ ജന്മം സഫലായി. നമസ്യേ, അതല്ലേ നമസ്കരിക്കാൻ പോകുവനെ. നമസ്യേ ഭഗവതോ യോഗിധ്യേയാഘ്രിപങ്കജം, യോഗീശ്വരന്മാരെ ഹൃദയത്തിൽ ധ്യാനിച്ചുറപ്പിക്കണേ. ആ പാദങ്ങളാണ് ഞാൻ ഇപ്പൊ കണ്ണോണ്ട് കാണാൻ പോണത്. എന്താല്ലേ ഭഗവാന്റെ ആ മഹിമ കാണല്ലേ. കംസനെ കുറിച്ചൊക്കെ ആൾക്കാർ പറയുമ്പം അങ്ങനെ ദുഷ്ടൻ 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 എന്നൊക്കെയാ പറയുക. ഞാൻ ഇപ്പൊ എന്തായാലും അങ്ങനെ പറയാൻ നിരീക്കണില്ല. എന്താ കാരണം, ഈ കംസനല്ലേ എന്നെ ഇപ്പം ഭഗവാന്റെ അടുത്തേക്ക് അയക്കണത്. കംസനെ അയച്ചില്ല വെച്ചപ്പോ ഞാൻ പോവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആരാധന കാരണക്കാരൻ കംസൻ തന്നെ. ഇപ്പൊ കംസൻ ആരാ? കേമൻ തന്നെ. കംസനെ കുറിച്ച് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. കംസൻ കേമനായതുകൊണ്ടല്ല, തനിക്ക് ഇങ്ങനെയൊരു ഭാഗ്യം ഉണ്ടായതിൻ്റെ ആ ഒരു സന്തോഷം എങ്ങനെയാ അദ്ദേഹത്തിന് പ്രകടിപ്പിക്കേണ്ടോ നിശ്ചല്യായോണ്ട് ഇങ്ങനെ പറയണേ. അങ്ങനെ എങ്ങനെയൊക്കെയോ കഴിച്ച് അക്രൂര് പോന്നു യാത്ര ചെയ്ത് അങ്ങനെ പോന്നു. കുറേ യാത്ര ചെയ്തു. എത്ര ചിട്ടാന്നാ പറയേണ്ടത്? ഈ ചിന്ത മാറിപ്പോയി. ആ വഴി മുമ്പിക്ക് പോകണ്ട അറിയില്ലല്ലോ. ചിന്തയിലും കണ്ട് ഭഗവത് ചിന്തയിൽ മുഴുകുക. കാരണം അങ്ങനെ ഭഗവാനെ ഇപ്പം ഞാൻ ചെന്നാ കാണും, കണ്ടങ്ങോട്ട് ചെന്ന അടുത്തേക്ക് ചെന്നാ കാൽക്കലയ്ക്ക് അങ്ങോട്ട് വീണിട്ട് ഭഗവാനേ എന്നും പറഞ്ഞ് ഞാൻ ആ കാൽക്കലയ്ക്ക് അങ്ങോട്ട് വീഴും. ആ കാൽക്കലയ്ക്ക് വീഴുമ്പം ഭഗവാൻ ആ തൃക്കയ്യെ എൻ്റെ ഈ തലയിലേക്ക് ഇങ്ങോട്ട് വെക്കും. തലയിലേക്ക് വെച്ചിട്ട് അക്രൂര ഫ എന്ന് വിളിക്കുമ്പം എന്താ ഇപ്പം ഞാൻ പറയുക ഭഗവാനോട്? എനിക്കപ്പം അങ്ങോട്ട് പറയാൻ തോന്നുമോ? നീ മിണ്ടാൻ പറ്റില്ലയാവോ? എന്താ നിശ്ചല. ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹം ഇങ്ങനെ പോകുമ്പോഴാണ് കുറച്ചങ്ങോട്ട് മുമ്പിക്ക് പോയി. ഈ വണ്ടിയിലിരുന്ന് തേരിലിരുന്ന് പോകുമ്പം അദ്ദേഹത്തിന് ഈ ഒരു ചിന്തയും വിചാരമല്ലേ ഉള്ളൂ. പെട്ടെന്നാണ് എന്തോ ഒരു കാര്യത്തിന് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ റോഡിന്റെ പക്കത്ത് എന്ത് കണ്ടു? അതാ വൃന്ദാവനത്തിലേക്ക് സ്വാഗതം എന്നുള്ള ബോർഡ് കണ്ടു. മധുര കഴിഞ്ഞു. തിരിഞ്ഞു നോക്കി, വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ, തിരിഞ്ഞു നോക്കിയപ്പം ബോർഡിന്റെ പിൻഭാഗം കണ്ടു, നന്ദി വീണ്ടും വരിക. ഇപ്പൊ എന്താ കഥ? വൃന്ദാവനായി. വൃന്ദാവനം എന്താർത്ഥം? ഭഗവാന്റെ അമ്പോ ഒന്നും പറയണ്ട, ഭഗവാന്റെ തൃപ്പാദം പതിഞ്ഞ പുണ്യഭൂമി. എങ്ങനെ പദാനി തസ്യാഖില ലോകപാല കിരീടജുഷ്ടാമല പാദരേണോഹോ ദദരിശഗോഷ്ഠേ ക്ഷിതി കൗതുകാനി വിലക്ഷിതാന്യബ്ജയവാങ്കുശബ്ദൈ. ഭഗവാന്റെ പാദം പതിഞ്ഞ മണ്ണാത്. ഈ മണ്ണിൽ കൂടിയാണോ ഇങ്ങനെ അന്തല്യായ കാണിച്ചു പോവുക? അതിങ്ങോട്ട് കണ്ടപ്പോഴേക്ക് ഭഗവാന്റെ പാദം പതിഞ്ഞ വൃന്ദാവന ഭൂമിയിലെ പൂഴിമണ്ണ് കണ്ടപ്പോഴേക്ക് തദ്ദർശനാഹ്ലാദ വിവൃദ്ധ സംഭ്രമ
പ്രേമ്ണോർധ്വരോമാശ്രുകലാകുലേ ക്ഷമാം രഥാൽ അവസ്കന്ധ്യസതേഷ്വചേഷ്ടത പ്രഭോരമുന്യഘ്രിരജാംസ്യഹോ ഇതി. അദ്ദേഹത്തിന് ഇങ്ങോട്ട് തോന്നുകയാണേ, എന്താ അപ്പം ഭഗവാന്റെ പാദം പതിഞ്ഞ മണ്ണല്ലേ ഇതെന്ന് കണ്ടപ്പോഴേക്ക് അദ്ദേഹം വണ്ടിന്ന് അങ്ങോട്ട് അവപ്ലുത്യ എന്ന് രഥാൽ അവസ്കന്ധ്യ പറഞ്ഞ അർത്ഥം തേരുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് ചാടി ആ പൂഴിമണ്ണിൽ കിടന്ന് അങ്ങോട്ട് ഉരുണ്ട് മറഞ്ഞ തൊഴുത് നമസ്കരിച്ചിട്ട് ഭഗവാന്റെ ആ പാദം പതിഞ്ഞ മണ്ണല്ലേ അതൊക്കെ ദേഹത്ത് ഇങ്ങോട്ട് പെരളട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉരുണ്ട് തുടങ്ങി. ഒന്നും പറയണ്ട, അദ്ദേഹം ഒരു ലഹരിയിലാണ്. അക്രൂരെ അപ്രജ തേരിങ്ങനെ മുമ്പിക്ക് പോണോണ്ടേ കുറച്ച് 3-4 കിലോമീറ്റർ മുമ്പിക്ക് പോയപ്പോഴാണ് സൂതൻ ഒരു ശങ്ക. വടക്കോട്ടോ പടിഞ്ഞാട്ടോ ഒരു സംശയം. 2 റോഡുണ്ടേ, വടക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ എന്ന് സംശയം തോന്നിയപ്പോ അക്രൂരോട് വടക്കോട്ടല്ലേ എന്ന് ചോദിക്കാൻ പിമ്പിക്ക് തിരിഞ്ഞതാ. ആരെയെ കാണാനില്ല, അക്രൂരെ കാണാനില്ല. അദ്ദേഹം ഇവിടെ ഉരുണ്ട് മറിയല്ലേ. അയ്യോ എവിടേക്കേ പോയത്, ഇദ്ദേഹത്തെ കൊണ്ടുവരാനല്ലേ തേരിൽ കയറിയത്, ഇദ്ദേഹം എവിടേക്കേ പോയത്. നിശല്യാതെ പരിഭ്രമത്തോടെ വണ്ടി തിരിച്ച് പിന്നാക്കം കൊണ്ടുവന്ന് നോക്കിയപ്പോൾ 3-4 കിലോമീറ്റർ പിന്നാക്കം വന്നപ്പം എന്താ കഥ, ആ റോഡിന്റെ വക്കത്തെ പൂഴിമണ്ണിൽ കിടന്ന് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ എന്നുള്ള ശബ്ദേ കേൾക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല. കണ്ണടച്ച് അങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് തൊഴുകണേ. അടുത്തേക്ക് ചെന്ന് സൂതൻ ചോദിച്ചു, ഏയ് അക്രൂരേ അക്രൂരേ എന്ന് വിളിച്ചു. അക്രൂർ ചോദിച്ചു, ആരാ, എന്താ, എപ്പോഴാ, എവിടെയാന്ന് ഒരു വിവരമില്ലാത്ത മട്ട്. അദ്ദേഹം ഈ നാട്ടിലൊന്നും അല്ലല്ലോ. ഏത് നാട്ടിലാണ്? ഭഗവാന്റെ കൂടെ നടക്കണോന്ന് ഈ നാട്ടിലത്തെ വർത്തമാനം വല്ലതും കഥയുണ്ടാവുമോ? ഏയ് ആരാ, എന്താ, എവിടെയാന്നൊക്കെ ചോദിച്ചു. എന്താ അക്രൂരെ അങ്ങ് എങ്ങനെയൊക്കെ ചോദിക്കണത്, ഞാൻ സൂതനല്ലേ, താൻ എങ്ങനെ എവിടെ എത്തിയതാ ചോദിച്ചു. ആരോട്? അദ്ദേഹത്തിന് കൂട്ടിമുട്ടിക്കണില്ലേ ഒന്നും വർത്തമാനേ. അയ്യോ നമ്മൾ 2 കൂടി വിളിച്ചാവുമ്പോ പറയും അങ്ങനെയല്ലേ. അപ്പൊ അങ്ങിപ്പോ എങ്ങനെയാ എവിടെ എത്തിയത്, ഈ പൂഴിമണ്ണിന്റെ അടുത്തെത്തിയത് എങ്ങനെയാ ചോദിച്ചു. അതൊന്നും നിശ്ചയില്ല, അദ്ദേഹത്തിന് ചാടിയതാണെന്നൊന്നും വിവരല്ലേ. ഭഗവാന്റെ അല്ലേ എത്തിലങ്ങടെ. അയ്യോ അങ്ങ് ചാടുണ്ടായിയെ ചോദിച്ചു. അപ്പൊ അക്രൂര് പറഞ്ഞു, എന്തുണ്ടായി, എനിക്ക് വലിയ രൂപമില്ല എന്നും പറഞ്ഞു. എന്നാ നീ ചാടരുതിട്ടോ, ഒന്ന് പിടിച്ച് വണ്ടിക്ക് തന്നെ കയറ്റി ഒരു പോവുക. അപ്പൊ പിന്നെ സൂതൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ട, അദ്ദേഹം ചിലപ്പോ ചാടിന്നൊക്കെ വരും. അങ്ങനെ കൊണ്ടുവന്നു. ഇനിയിപ്പൊ നേരെ ചെന്ന ഈ റോഡ് ചെന്ന് മുട്ടണത് നന്ദഗോപഗ്രഹത്തിന്റെ പടിപ്പരയുടെ മുമ്പിൽ ചെന്ന് മുട്ടും. നേരെ ഇങ്ങോട്ട് ചെന്നാൽ മതി. വണ്ടി ഇങ്ങനെ പോയി അതാ ദൂരേന്ന് നോക്കിയാൽ എന്ത് കാണാം, നന്ദഗോപഗ്രഹത്തിന്റെ ആ പടിപ്പര ഇങ്ങനെ കാണാം. അങ്ങനെ ഉണ്ടല്ലോ, ദൂരേന്ന് കാണാം. നോക്കും, നല്ലോണം സൂക്ഷ്മം അങ്ങനെ നോക്കിയപ്പോ അതാ പടിപ്പരയുടെ ആ വാതിലും പിടിച്ചിട്ട് കറുത്തിട്ടൊരു ഉണ്ണിയും വെളുത്തിട്ടൊരു ഉണ്ണിയും 2 പേര് ആ വാതിക്കൽ ഇങ്ങനെ നിൽക്കണുണ്ടേ. കണ്ടപ്പോ എന്താ തോന്നുന്ന, പണ്ട് കുഞ്ചനമ്പ്യാര് പറഞ്ഞ മാതിരി കാളിന്തിയും ഗംഗയുമേകഭാഗേ മേളിച്ച കാന്തി പ്രസരം കലർന്നു എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ പ്രയാഗയില് പോയി ആ മാതിരി. പ്രയാഗയിലിപ്പം കുംഭമേള നടക്കുകയല്ലേ, അവിടെ പോയി ആ കാണുന്നൊരു കാഴ്ചയത്. എന്താ കാഴ്ച വെച്ചോ, കാളിന്തിയും ഗംഗയുമേകഭാഗേ മേളിച്ച കാന്തി പ്രസരം കലർന്നു. ഗംഗ യമുന സരസ്വതി സംഗമാണ് ഈ പ്രയാഗ എന്ന് പറയണ്ടേ. സരസ്വതി അടി കൂടി അവരെ നമ്മൾ കാണില്ല. ഗംഗയും യമുന ഇങ്ങനെ വന്ന് ഇങ്ങനെ ചേർന്ന് ഒഴുകി പോണ്ട് കാണാം. ഗംഗ വെളുത്തിട്ടും കാളിന്തി കറുത്തിട്ട്, ഇത് രണ്ടും കൂടി ചേർന്ന് ഒഴുകി പോണ്ട. ഉച്ച നേരത്തെ വെയിലത്ത് ഇങ്ങനെ നോക്കിയാൽ നല്ലോണം കാണാൻ സാധിക്കും. അതുപോലെ ഈ രാമകൃഷ്ണന്മാർ 2 പേര് ആ വാതിക്കൽ ഇങ്ങനെ നിൽക്കുന്നത് അക്രൂര് കണ്ടപ്പോഴേക്ക് അദ്ദേഹം ചാടിയിട്ടു. ഇത്തവണ ചാടിയപ്പോഴേക്ക് വണ്ടി നിർത്തി. വണ്ടിന്ന് ചാടിച്ചാൽ നിർത്തിയിട്ടാ ചാടിയതേ. എന്താ അങ്ങ് ചാടണത്? അപ്പൊ അക്രൂര് പറയും, കുറെ നേരം അതിലൂടെ ഉരുട്ടണു. എന്തുരുട്ടണു? തൻ്റെ രഥത്തിന് തേരിന് വേഗത പോരാന്ന്. അദ്ദേഹത്തിന് അവിടെ എത്താനുള്ള ധൃതി കാരണേ, ഈ മനസ്സിന്റെ ധൃതി വണ്ടിയുടെ ചക്രത്തിനുണ്ടാവില്ലല്ലോ. പണ്ട് ബസ്സിൽ കയറാനായിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നിങ്ങനെ നിൽക്കുക, നമ്മൾ എന്തോ ധൃതിയായിട്ടാണ് നിൽക്കണത്. ബസ് വന്ന് അതിൽ മുമ്പിൽ നിന്നു. ബസ്സിൽ അങ്ങോട്ട് കയറി. ബസ്സിൽ കയറിയപ്പോൾ ബസ്സിൽ അനവധി ആളൊന്നുമില്ല, 5-10 ആളേ ഉള്ളൂ. സീറ്റുകളൊക്കെ അങ്ങനെ ഒഴിഞ്ഞടക്കാണ്. അപ്പൊ നമ്മൾ ബസ്സിന്റെ കാശ് കൊടുത്തപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, തിരുമേനി ഇവിടെ 200 കസേര ഒഴിവുണ്ടെന്നും പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇരിക്കാനൊന്നും നേരമില്ല, തത്താൻ ധൃതി ഉണ്ടെന്നും പറഞ്ഞു. കണ്ടക്ടർ നോക്കിയത് ഏതാ ആസ്പത്രിയിൽ നിന്നാ വരണേ. നമ്മൾ ആസ്പത്രിയിൽ നിന്നൊന്നും അല്ല വരണത്. എന്നാലും ഈ ഇരിക്കണമെങ്കിൽ ഊരം അടങ്ങിയതുകൊണ്ട് മാത്രം ഇരിക്കാൻ പറ്റുമോ? ഊരും കാലും മടക്കിയതുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല. അകത്തൊരാൾ ഇരുന്നാലേ നമുക്ക് ഇരിക്കാൻ സാധിക്കുള്ളൂ. അതാരാ അകത്തിരിക്കേണ്ടത്? മനസ്സിരുന്നാലേ
മനസ്സ് വെപ്രാളാച്ചാൽ നമുക്ക് എവിടെ ഇരുന്നാലും നേരെയാവില്ല. ഇദ്ദേഹത്തിന് ഇരുന്നിട്ട് നേരെയാവണില്ലേ? അദ്ദേഹം ഓടിപ്പയ്യണേ എങ്ങനെയെങ്കിലും ഉണ്ടിമാലോ അതുപോലെ ഓടിച്ചു കൊണ്ടുപോകുന്നു. നന്ദഗോപഗൃഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് നിർത്തി. അക്രൂര ആ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്ക് രാമകൃഷ്ണന്മാര് രണ്ടാളും ഓടി വന്നു. അക്രൂര ഫാ എന്ന് പറഞ്ഞ് ഓടി വന്നു. രണ്ട് കയ്യും പിടിച്ചു കൊണ്ടുവന്നു. കാല് കിണ്ടിയിലെ വെള്ളം കൊണ്ട് രണ്ട് കാലും കഴിയിച്ചു. എന്നിട്ട് കൊണ്ടുവന്ന അകത്ത പീഠത്തിൽ, ആ പൂമുഖത്ത്, ആ സ്വർണ്ണപീഠത്തിൽ അവിടെ ഇരുത്തിയിട്ട് ഒരു കാല് ഉണ്ണിയും ഒരു കാല് ഭഗവാനും ഇങ്ങോട്ട് വാങ്ങിയിട്ട് അഫാ എന്നും പറഞ്ഞ് യാത്രാക്ഷീണം തീർക്കാനേ കാലിങ്ങനെ തടവി. അക്രൂരാശാല് ഇവിടെ വന്നപ്പോ എന്തെങ്കിലുമൊക്കെ മിണ്ടണം, പറയണം, തൊഴണം എന്നൊക്കെ കണക്കാക്കിയിട്ടാ വന്നത്. ഭഗവാന്റെ ആ മഹിമ കണ്ടപ്പം എന്താ വേണ്ടത് നിശല്യാതെ അന്താളിച്ച മട്ടായി. അങ്ങനെ ഉണ്ടാവില്ലേ നമുക്കൊരു വെപ്രാളം? എന്താ വേണ്ടു നിശല്യാണ്ടാവുക? അങ്ങനെ അന്താളിച്ചിരിക്കുകയാണ് ആര്? അക്രൂര്. ഇങ്ങനെ അപ്പളേക്ക് എന്താ ഉണ്ടായത്? കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അക്രൂരെ മുമ്പിക്ക് നന്ദഗോപുരം കിട്ടുന്ന അക്രൂരെ ഉപ്പളാണ് ഒരു ബോധം വീണത്. അക്രൂരെ എന്തേ പങ്കിട് പുറപ്പെടാൻ ആര് ചോദിച്ചു? നന്ദഗോപുര് ചോദിച്ചു. അക്രൂര് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യമുണ്ട്, ചാപയജ്ഞം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, അതിലേക്ക് പങ്കെടുക്കാനായിട്ട് ഈ ഉണ്ണിയോളെയും എല്ലാവരെയും ക്ഷണിക്കാനാ വന്നത്. ഇവിടേക്ക് ക്ഷണിക്കാൻ വന്നതാണ്. അപ്പൊ പിന്നെ എന്താ ഒരു കാര്യം വെച്ചാൽ ഉണ്ണിയോളെയും കൊണ്ട് ഞാൻ ആദ്യം ഇങ്ങോട്ട് പോകും. അങ്ങ് ബന്ധുക്കളും മിത്രങ്ങളും സുഹൃത്തുക്കളും ഉണ്ണിയോളും എല്ലാവരും ആയിട്ട് കാഴ്ചദ്രവ്യങ്ങളും കൊണ്ട് പിന്നാക്കം വന്നാൽ മതി. ഞങ്ങൾ മുമ്പിൽ അങ്ങോട്ട് നേരെ അങ്ങോട്ട് ഹൈവേ വഴി പോകും. നിങ്ങൾ ബൈപ്പാസ് വഴി വന്ന് നേരെ അപ്പുറത്ത് വന്ന് മുട്ടി മറ്റേ റോഡ് നമുക്ക് ഇങ്ങോട്ട് കയറിയാൽ നമുക്ക് ജംഗ്ഷനിൽ വെച്ച് ചിലപ്പോൾ കാണാം, ഇല്ലെങ്കിൽ മധുരയിൽ വെച്ച് കാണാമെന്ന്. രണ്ട് കൂട്ടരും ഒരു ദിക്കിലേക്കാണ് പോണ വെച്ചാലും രണ്ട് സമ്പ്രദായത്തിലാണ് പോണത്. ഉണ്ണിയോളെ രണ്ടാളെയും കൊണ്ട് ആരും മുമ്പിൽ പോകും? അക്രൂരെ പോവും. പിന്നെ എല്ലാവരൊക്കെ പിന്നാക്കം എന്ത് ചെയ്താൽ മതി? തേരിലെ കാഴ്ചദ്രവ്യങ്ങളൊക്കെ ആയിട്ട് സാവകാശത്തിൽ വന്നാൽ മതി. ഇവരെയാണ് ധൃതിയിൽ കിട്ടേണ്ടത്. അങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് പറയുകയും ചെയ്തു, ഉണ്ണിയോളെ ഞാൻ ചാപയജ്ഞത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകും. പിന്നെ ചാപയജ്ഞത്തിന്റെ ഭാഗമായിട്ടൊരു ദ്വന്ദ്വയുദ്ധം പരിപാടി ഉണ്ട്. ഈ ദ്വന്ദ്വയുദ്ധം പരിപാടിയിൽ ചാണൂര് മുഷ്ടികന്മാരെ കൊണ്ട് ഈ ഉണ്ണിയോളെ രണ്ടിനെയും കൊല്ലിക്കാനാണ് ഉദ്ദേശ്യം എന്നും പറഞ്ഞു. അതും പറഞ്ഞു കേട്ടോ. അതും പറഞ്ഞു അക്രൂര്. അപ്പൊ ഇത് കേട്ടാൽ ഒരു പരിഭ്രമം ഉണ്ടാവണ്ടേ നന്ദഗോപർക്ക്? നന്ദഗോപരൊന്നും മിണ്ടിയില്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടോ? നന്ദഗോപർക്ക് അങ്ങനത്തെ പരിഭ്രമമൊന്നുമില്ല. ഇതിന് പെറ്റ് കിടക്കണ മലർന്ന് കിടക്കണ കാലത്ത് വന്നോര് തുടങ്ങി മുട്ടിലെഴുന്ന കാലത്ത് വന്നോര്, പിന്നെയുള്ള കാലത്ത് വന്നോരൊക്കെ ഉണ്ട്. ആ തെക്കേ പറമ്പിൽ കപ്പ നടാൻ ഇങ്ങനെ കുഴി കൂട്ടി മറ്റേ സാധനം കൂട്ടി ഉണ്ടാക്കില്ലേ, അതേ ജാതിയിലെ തെക്കേ പറമ്പ് ഒരു 12 ഏക്കർ സ്ഥലം മറ്റോളുടെ മാത്ര. ഓരോ ബോർഡും ഉണ്ട്. പൂതന വല്യമ്മ, ശകടൻ മുത്തപ്പൻ, ഓരോ കണ്ടിട്ടില്ലേ ഓരോരുത്തരുടെ പേരാ ചത്തുപോയവരെയൊക്കെ കുഴിച്ചിട്ട സ്ഥലമാണ് അവിടെ. എന്നുവെച്ചാൽ എന്താ അർത്ഥം? അന്ന് തൊട്ട് ഇന്നോളം വന്നവരെയൊക്കെ ആലോചിച്ച് നോക്കിയപ്പം അക്രൂരുടെ ഭാഷ കേട്ടിട്ട് ഒരു വൈഷമ്യം ആർക്കുണ്ടായില്ല, എന്താ ഓർമ്മ ഉണ്ടായില്ല. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഉണ്ണിയോളെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. രാമകൃഷ്ണന്മാർക്കാച്ച വലിയ സന്തോഷമായി. എന്താ ഇപ്പത്? മധുരയ്ക്ക് പോകുമല്ലേ. കുട്ടികളാണെങ്കിൽ ഈ നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്ന് കഴിച്ച് കൂട്ടിയ കുട്ടികൾ, അവരങ്ങനെ പട്ടണത്തിലൊന്നും പോയിട്ടൊന്നും ശീലിച്ച് കണ്ടിട്ടൊന്നുമില്ലേ. അവർക്ക് വലിയ കൗതുകം. പട്ടണത്തേക്ക് പോകുമല്ലേ, നഗരം കാണാൻ പോകുമല്ലേ, മധുരാപുരി നഗരിയല്ലേ, അങ്ങോട്ട് പോകുമല്ലേ നിരീക്ഷിച്ച് സന്തോഷിച്ചിരിക്കുകയാണ്. ഒരുക്കങ്ങളൊക്കെ നടത്തി വേഗം കൊടയും സഞ്ചിയൊക്കെ എടുത്ത് ഒരുക്കി വെച്ചു. പിറ്റേന്ന് വെളിച്ചാവും പ്രകാശത്തിന് ഉദിക്കുമ്പം യാത്ര പുറപ്പെടും. അപ്പം അതിനനുസരിച്ച് ഒരുക്കങ്ങൾ തലേന്ന് നടത്തി എല്ലാവരോടും പറഞ്ഞു. എല്ലാവരോടൊന്നും പറയേണ്ട കാര്യമില്ല, അച്ഛനും അമ്മയൊക്കെ അപ്പം എന്തായാലും വരും. ഉണ്ണിയോളെ കൂടെയുള്ള ഉണ്ണിയോളൊക്കെ ഉണ്ടല്ലോ, സുബലൻ, സ്തോകൃഷ്ണൻ, ശ്രീരാമൻ, ഇങ്ങനെയൊക്കെയുള്ള ഉണ്ണിയോൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വരും, വണ്ടിയിൽ വരും. പിന്നെ ഇപ്പം ആരുടെ പറയണ്ടു? വരാത്തവരിപ്പോൾ ഒരു കൂട്ടരുള്ള ഗോപികമാരേ ഉള്ളൂ. ഗോപികമാരോട് പറഞ്ഞു, ഗോപികമാരെ ഞാൻ ഇങ്ങനെ മധുരയ്ക്ക് പോവുകയാണ്, അപ്പം അതുകൊണ്ട് അലോഹ്യൊന്നും തോന്നരുത്. ഗോപികമാര് പറഞ്ഞു, അയ്യോ പൂവരുത് പറഞ്ഞു. അല്ല പൂവാണ്ട പറ്റില്ല, അങ്ങ് പൂവരുത്, ഞാൻ വരും, അങ്ങ് വരും എന്നൊക്കെ പറഞ്ഞിട്ടാ പോവുക, വരണ്ടാവില്ല, അങ്ങ് പൂവരുത്. അങ്ങ് പൂവരുത്. എന്താ അങ്ങനെ തടസ്സം പറയുന്നത്? പൂവാണ്ട പറ്റില്ല, ഞാൻ അമ്മാവന്റെ കാര്യം നേരെയാക്കാൻ പോവുകയാണേ. അമ്മാവന്റെ കാര്യം നേരെയാക്കാൻ പോവുകയാണെ. അത് നേരെയായി ഞാൻ ഇങ്ങോട്ട് വരില്ലേ, അങ്ങിപ്പോ പോകുമ്പോ അതൊക്കെ പറഞ്ഞിട്ടാ പോവുക. ചിലപ്പോ നീ വന്നില്ല എന്നൊക്കെ വരും. അത് ഞങ്ങൾക്ക് അതുകൊണ്ട് വലിയ വിഷമമുണ്ടെങ്കിൽ പോകരുത്. ഇവരങ്ങോട്ട് തടസ്സം പറഞ്ഞ് എന്താ പറയുക, അനവധി പലജാതി പറഞ്ഞു നോക്കിയിട്ട് സമ്മതിക്കേണ്ടി. ഒടുക്കി ഈ ഗോപികമാര് ചിന്തിച്ചു, ആരാ ഈ ഭഗവാനെ കൊണ്ടുപോകാൻ വന്നത്? അപ്പൊ മറ്റേ ഗോപിക പറഞ്ഞു, അക്രൂരെന്നും പറഞ്ഞു ഒരുത്തൻ വന്നിരിക്കണം ഇന്നലെ 3:45. അക്രൂരനോ? ആരാ കുട്ടി അവൻ ആ പേരിട്ടത് ചോദിച്ചു. അത് ശല്യ, അവന്റെ അച്ഛനമ്മയാരെങ്കിലോ? എന്നാ അവന്റെ പേരുമ്പിൽ ഒരു അക്ഷരം കുറവുണ്ട് കേട്ടോ, വലിയ ഒരു അക്ഷരം കൂടുതലാണേ എന്നും പറഞ്ഞു. അതെന്താ? ഇവൻ എന്തായാലും അക്രൂരനല്ല, ഇവൻ ക്രൂരനാണ്. അല്ലെങ്കിലോ അതിക്രൂരനാണ്. എന്തായാലും അക്രൂരനല്ല. വലിയ ജാതി ക്രൂരൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ, അതിക്രൂരൻ എന്ന് പറഞ്ഞാലോ വലിയ ജാതി ദുഷ്ടൻ. അക്രൂരൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടത ഇല്ലാത്തവൻ നല്ല അർത്ഥം. ഈ ജാതി ദുഷ്ടത കാണിക്കണം, ഈ പേരിട്ടാലോ
അതുകൊണ്ട് പിന്നെ അതിക്രൂരനാണ് എന്നും പറഞ്ഞു ഗോപികമാർ ആ വിഷമം അങ്ങനെ പറയണേ. അങ്ങനെ എങ്ങനെയൊക്കെയോ പറയേശ ഭഗവാൻ ഗോപികമാരോടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ യാത്ര പറഞ്ഞു. ഗോപികമാരാച്ചാൽ പല ജാതി സമ്പ്രദായത്തിൽ ഭഗവാനോട് പോവരുതേ എന്നൊക്കെ പറഞ്ഞു നോക്കി. പോവാണ്ട പറ്റില്ലല്ലോ. ഭഗവാൻ പറയുകയും ചെയ്തു, അമ്മാവന്റെ കാര്യം നേരെയായാൽ ഞാൻ ഇവിടേക്ക് വരുമെന്നും പറഞ്ഞു. അവരാണെങ്കിൽ നിലവിളിച്ച് കരഞ്ഞ് ഒന്നും പറയണ്ട, ഭഗവാന്റെ അടുത്ത് വന്ന് പോവരുത്. ഏവം ബ്രുവാണ, അതാണ്ടായത്. ഏവം ബ്രുവാണ വിരഹാതുരാഭൃശം വ്രജസ്ത്രീയ കൃഷ്ണവിഷകതമാനസാഹ വിസൃജ്യ ലജ്ജാം രുരുദുസ്മ സുസ്വരം ഗോവിന്ദ ദാമോദര മാധവേതി. അവരെന്താ ചെയ്തത്? ഗോവിന്ദ ദാമോദര മാധവേതി ഉറക്ക നിലവിളിച്ചു. ഗോവിന്ദ ദാമോദര മാധവ അച്യുത കേശവ നാരായണ ഹരേ എന്നും പറഞ്ഞു ഉറക്ക നിലവിളിച്ചു. അവരെയൊക്കെ രണ്ട് കൈകൊണ്ടും ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, ഒക്കെ നന്നായിട്ട് വരും, ഞാൻ ഉടനെ വരും, ഭ്രമിക്കരുത് എന്നും പറഞ്ഞു. നേരം വിളിച്ചായപ്പം പ്രകാശത്തിന് നേരത്തെ കാലത്തെ തേരി കയറി അക്രൂരപ്പന്റെ കൂടെ ഏട്ടനനിയനും മധുരയിലേക്ക് പുറപ്പെട്ടു. ഇവരിങ്ങനെ മധുരയിലേക്ക് പുറപ്പെട്ട സമയത്ത് എന്തേ പറയുന്നത്? സ്ത്രീണാമേവം രുദന്തീനാമുദിതേ സവിതര്യഥ അക്രൂരശ്ചോദയാമാസ കൃതമൈത്രാതികോരഥം. അങ്ങനെ സ്ത്രീകള് ഈ ഗോപികമാർ ഈ വിധം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുണ്ടായി? ഉദിതേ സവിതര്യഥ. സവിതേ അല്ല, സവിത എന്ന് പറഞ്ഞാൽ സവിതരി ഉദിതേ എന്ന് പറഞ്ഞാൽ സവിതാവ് സൂര്യൻ ഉദിച്ചിരിക്കുന്ന നേരത്തെ നമ്മൾ പറഞ്ഞില്ല, പ്രഭാതത്തില വെള്ള കീറി പൊട്ടി ഇങ്ങനെ ഉദിച്ചു വന്ന് നേരം വെളിച്ചായിട്ടല്ലേ. നമ്മൾ പണ്ടൊക്കെ പറയില്ലേ പ്രകാശത്തിന് പുറപ്പെട്ടു എന്നൊക്കെ പറയില്ലേ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വെള്ള കീറി വെളിച്ചാവുമ്പോൾ തന്നെ കുളി സന്ധ്യാവന്തനം കഴിഞ്ഞ് കയറി പുറപ്പെട്ടേ. അക്രൂരശ്ചോദയാമാസ, അക്രൂര് വണ്ടി ഓടിച്ചു പോകുന്നു എന്നർത്ഥം. അങ്ങനെ പോന്നു, കുറെ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താണ്ടായേശാലേ പോന്നു കുറെ ഇങ്ങോട്ട് പോന്നേ. ആ വണ്ടി കുറെ ഇങ്ങോട്ട് പോന്നപ്പോഴേക്ക് ഏതാണ്ടൊക്കെ നേരം വെളിച്ചായി വെയിൽ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങോട്ട് വന്നിറങ്ങിയപ്പോഴാണ് അക്രൂർക്ക് തോന്നി, അതായത് മാധ്യാഹ്നിക കഴിച്ചിട്ടില്ല. നിശന്താർത്ഥം നമ്മുടെ ഭാഷയെ പറഞ്ഞ ഉസ്ഥാനം കഴിച്ചില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക. ഈ വെളിച്ചാകുമ്പം 3 തരം നേരെ സന്ധ്യാവന്തനം കഴിക്കണം എന്നാണ്. ഒന്ന് വെളിച്ചാവുമ്പോഴും ഒന്ന് വൈകുന്നേരം ആകുമ്പോഴും ഉണ്ട്. അത് പ്രാതസന്ധ്യ, സായം സന്ധ്യ, 2 സന്ധ്യ. പിന്നെ ഒരു മാധ്യാഹ്നികം കൂടി ഉണ്ട്, മധ്യാഹ്ന സന്ധ്യ ഉണ്ട്. അത് നമ്മുടെ സമ്പ്രദായത്തിൽ മധ്യാഹ്നിക സന്ധ്യക്ക് എന്ത് ചെയ്യും? രാവിലത്തെ ദേവാരത്തിന്റെ ഒടുക്കം ഉസ്ഥാനം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അതും കഴിക്കുക. അങ്ങനെയാ പതിവ്. ഇതിപ്പോ ഇദ്ദേഹം കഴിച്ചിട്ടില്ലേ? രാവിലത്തെ സന്ധ്യാവന്തനം കഴിഞ്ഞ് വേഗം വണ്ടിക്ക് ഇങ്ങോട്ട് കയറിയതാ. ഇപ്പൊ നമ്മുടെ ഏതാണ്ട് കഴിക്കണ നേരമായി. അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ പോയിട്ട് ആ തേര് കൊണ്ടുപോയിട്ട് ആ മരത്തിന്റെ താഴെ അവിടെ നിർത്തി, തണലത്ത് അവിടെ നിർത്തി, തേര് നിർത്തിയിട്ട് അക്രൂര് പറഞ്ഞു, അതെ ഉണ്ണിയോളെ ഇവിടെ ഇരുന്നോളൂ, അപ്പനൊന്ന് കുളിച്ചു കഴിച്ച് 10 ജപിച്ച് നമസ്കരിച്ചേ സന്ധ്യാവന്തനം കഴിച്ചിട്ട് വരവിടെ ഇരുന്നോളൂ കേട്ടോ എന്നും പറഞ്ഞു. ശരി, അപ്പം കഴിച്ച് വന്നോളൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കാന്നും പറഞ്ഞു. ഉണ്ണികളെ രണ്ടാളെയും തേരിലിരുത്തിയിട്ട് അക്രൂര് എന്ത് ചെയ്തു? പുഴയിലേക്ക് കുളിക്കാൻ പോയി. അക്രൂരാണെങ്കിൽ ആ പുഴയിലെ ചെന്നിട്ട് എന്താന്നാണ് പറയുക? അക്രൂരസ്താവുപാമന്ത്രിയ നിവേശിച്ച രഥോപരി കാളിന്ത്യാഹൃതമാഗത്യ സ്നാനം വിധിവദാചരേൽ. അദ്ദേഹം കാളിന്തിയിൽ ചെന്നിരുന്നിട്ട് നല്ലോണം ഒന്ന് കുളിച്ച് ഊക്കഴിച്ച് സന്ധ്യാവന്തനം കഴിക്കില്ലേ, അതിനങ്ങടെ ഇറങ്ങി കാളിന്തിയിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് മുങ്ങിയതാ. മുങ്ങിയപ്പോ എന്തേ കണ്ടു എന്ന് വെച്ചോണ്ടോ? മുങ്ങിയ വെള്ളത്തിന്റെ അടിയിലെ രാമകൃഷ്ണന്മാര് അടിയിലേ, വെള്ളത്തിന്റെ അടിയിലെ. അപ്പൊ സംശയായി, എന്താ ഇത് വികൃതി ഉണ്ണികളാന്ന് കേട്ടിട്ടുണ്ട്. ഇനി ചാടിയത് കേശല്ലോ. പൊങ്ങി നോക്കുമ്പോ അത് തേരില് വർത്തമാനം പറഞ്ഞ് ചിരിച്ചിരിക്കണോ ആര്? ഇതേ ഉണ്ണിയോള്. അപ്പൊ അക്രൂർക്ക് തോന്നി, ചിലപ്പോ തോന്നിയതാവോ. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവന്റെ അനിയനാന്ന് തോന്നില്ലേ? എന്തെങ്കിലുമൊക്കെ തോന്നൂലോ. ഒരാളെ എന്നെ ഇങ്ങനെ നിരീക്ഷിച്ചിരിക്കുമ്പോ പിന്നെ കണ്ടതൊക്കെ അദ്ദേഹം എന്ന് തോന്നില്ലേ? അങ്ങനെയൊക്കെ ഒരു വിഷമമുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും അവ തോന്നിയതാവും. വീണ്ടും മുങ്ങി. അതാ വെള്ളത്തില് മുങ്ങിയ വെള്ളത്തില്, പൊങ്ങിയ കരയില്. ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു. കരയിലും ഭഗവാൻ, വെള്ളത്തിലും ഭഗവാൻ. വെള്ളത്തിലും കരയിലും ഒരുപോലെ. മുങ്ങുമ്പോഴൊക്കെ വെള്ളത്തിൽ ഭഗവാൻ രാമകൃഷ്ണന്മാര്, പൊങ്ങിയ തേരിൽ രാമകൃഷ്ണന്മാര്. ഇതിങ്ങനെ കുറെ നേരം കണ്ടപ്പോ അക്രൂര് എന്ത് ചെയ്തു? ഇനിയിപ്പോ എന്താണാവോ കഥ? അക്രൂര് അവസാനമായിട്ട് ഒന്നങ്ങോട്ട് മുങ്ങിയപ്പോ എന്തേ കണ്ടു എന്നറിയൂ? രാമകൃഷ്ണന്മാരെയല്ല കണ്ടത്. എന്ത്? ശാന്താകാരം ഭുജഗശയനം
പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ആ അനന്തനാഗത്തിന്റെ പുറത്ത് അങ്ങനെ യോഗനിദ്ര ചെയ്തിരിക്കുന്നതായ സാക്ഷാൽ ഭഗവാനെ ആര് കണ്ടു? അക്രൂര് കണ്ടു. അപ്പൊ അക്രൂർക്ക് മനസ്സിലായി ഇത് കണ്ടതുമായി ഒന്നല്ല, ഭഗവാനെ തന്നെയാണ് കണ്ടത് എന്ന് ഉറപ്പായി. ഭഗവാൻ ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കല്ലല്ലോ വേണ്ടത്. അക്രൂരല്ല വിദ്വാനല്ലേ. അക്രൂര് അങ്ങോട്ട് നിന്നിട്ട് ഭഗവാനെ നല്ലോണം അങ്ങോട്ട് തൊഴുതിട്ട് പറഞ്ഞു, ഭഗവാനെ നതോസ്മി. എന്ത് നമസ്കരിക്കണേ? നതോസ്മി അനന്തായ. ഭഗവാനെ അങ്ങയുടെ ആ നതോസ്മി എന്ന് പറഞ്ഞ് നമസ്കരിക്കാൻ. നതോസ്മ്യഹം ത്വാഖിലഹേതുഹേതും നാരായണം പൂരുഷമാദ്യമവ്യയം എന്നാഭിജാതാൽ അരവിന്ദകോശാൽ ബ്രഹ്മാവിരാസീൽ യത ഏഷ ലോക. ഭഗവാനെ നതോസ്മ്യഹം, നമസ്കരിക്കാൻ ഞാൻ ആരെ? പ്രപഞ്ചത്തിന്റെ കാരണത്തിന്റെ കാരണമാണ് അങ്ങ്. പ്രപഞ്ചത്തിന്റെ കാരണം ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന് കാരണമായതോ ഭഗവാനാണ്. അങ്ങനെ നോക്കുമ്പം പ്രപഞ്ചത്തിന്റെ കാരണത്തിന്റെ കാരണനായ അങ്ങയെ ഞാൻ നമസ്കരിക്കുകയാണ്. അങ്ങാണ് ഈ ഭൂമിയില് എന്തൊക്കെ പ്രകാരത്തില് നമഃ കാരണമത്സ്യായ പ്രളയാബ്ധിചരായ ച ഹയശീർഷ്ണേ നമസ്തുഭ്യം മധുകൈടഭമൃത്യവേ നമസ്തേ അദ്ഭുതസിംഹായ സാധുലോകഭയാപഹ വാമനായ നമസ്തുഭ്യം ക്രാന്തത്രിഭുവനായ ച നമോ വിജ്ഞാനമാത്രായ സർവപ്രത്യയഹേതവേ പുരുഷേശ പ്രധാനായ ബ്രഹ്മണേ അനന്തശക്തയേ നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ ച ഋഷികേശ നമസ്തുഭ്യം പ്രപന്നം പാഹി മാം പ്രഭോ. ഋഷികേശ നമസ്തുഭ്യം പ്രപന്നം പാഹി മാം പ്രഭോ. ഭഗവാനെ ഋഷികേശ നമസ്കരിക്കുകയാണേ എന്ന് പറഞ്ഞ് ആ വെള്ളത്തിൽ കണ്ട ഭഗവാന്റെ മഹിമ കണക്കാക്കിയിട്ട് അങ്ങോട്ട് സ്തുതിച്ചങ്ങോട്ട് നമസ്കരിച്ചു ഭഗവാനെ. അക്രൂര് ഇങ്ങനെ സ്തുതിച്ച് നന്നായി തൊഴുത് നമസ്കരിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ പ്രഭാവമൊക്കെ കണ്ട് കുളി സന്ധ്യാവന്തനൊക്കെ കഴിച്ച് നല്ലോണം പ്രസന്നമായ ഭാവത്തോടു കൂടി തെളിഞ്ഞ ബുദ്ധിയോട് കൂടിയിട്ട് അക്രൂര് പുഴയെന്ന് കയറി മുണ്ടൊക്കെ പിഴിഞ്ഞ് കുടഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്തു വെച്ചാൽ തേരിലേക്ക് നടക്കുകയാണേ. തേരിലേക്ക് നടക്കുമ്പോൾ അക്രൂര് ഭഗവാനെ കണ്ടതിൻ്റെ ആ ഉള്ളിലൊരു വെളിച്ചം ഉണ്ടാവുകൊണ്ട് നല്ല തെളിച്ചുണ്ട് മുഖത്ത്. ഉള്ളു തെളിഞ്ഞാൽ മുഖത്ത് നല്ല വെളിച്ചം ഉണ്ടാവും. മുഖം അങ്ങനെ തെളിഞ്ഞിരിക്കണം. അക്രൂര് പണ്ടേ ഒരു സുന്ദരനാണ്. അതിൻ്റെ ഇടയ്ക്ക് ഭഗവാനെ കണ്ടിട്ട് തെളിച്ചം കൂടിയായപ്പം ഒന്നും കൂടി ആ സൗന്ദര്യം ഇങ്ങോട്ട് വർദ്ധിച്ചു. അങ്ങനെ ഈ തെളിഞ്ഞ മുഖമായിട്ട് അക്രൂര് തേരിലേക്ക് ഇങ്ങനെ വരണത് കണ്ടപ്പം തേരിലിരിക്കണ ഭഗവാൻ ശ്രീകൃഷ്ണൻ അക്രൂരോട് ചോദിച്ചു, അക്രൂരപ്പന്റെ മുഖമൊക്കെ നല്ലോണം തെളിഞ്ഞിട്ടുണ്ടല്ലോ, അതിശയായിട്ട് വല്ലതും കണ്ടുവോ വെള്ളത്തില് എന്ന് ചോദിച്ചു. ഈ കണ്ടാ മനസ്സിലാവാത്തത് വെള്ളത്തിൽ കാണിച്ചു കൊടുത്തിട്ട് പൊട്ടന്റെ മാതിരി ചോദിക്കുകയാണ്, എന്ത് അത്ഭുതമായിട്ട് വല്ലതും കണ്ടുപോകുന്നു. അക്രൂരല്ലേ ആള്. അക്രൂര് പറഞ്ഞു, അദ്ഭുതാനി ഹയ്യാവന്തി ഭൂമൗ വിയതി വാചലേ ത്വയി വിശ്വാത്മകേതാനി കിമ്മേ അദൃഷ്ടം വിപശ്യത. ചോദിച്ചു, ഭൂമിയിലും ആകാശത്തിലും അന്തരീക്ഷത്തിലും ഉള്ളതായ സകലമാന അത്ഭുതങ്ങളും അങ്ങയുടെ ഈ മഹിമയില് സദാ കണ്ടുകൊണ്ടിരിക്കണ എനിക്ക് ഇനി എന്ത് അത്ഭുതമാണാവോ കാണാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പോഴൊക്കെ ഭഗവാന് മനസ്സിലായി കള്ളി പൊളിഞ്ഞു എന്ന്. എന്ത് കള്ളി പൊളിഞ്ഞു എന്ന്? താൻ ഈശ്വര പുരുഷനാണെന്ന് അപ്പം മനസ്സിലാക്കിയില്ലേ? ഇത്രയും നേരം ഒന്ന് പറ്റിച്ച വട്ടത്തിലാക്കി നേരം പോക്കിനെ പുറപ്പെട്ടതാണ്. കാര്യം മനസ്സിലാക്കി. ഇനിയിപ്പം ആ കാര്യം മനസ്സിലാക്കിയ ബുദ്ധിമുട്ടാണേ. അപ്പൊ അതുകൊണ്ട് അക്രൂരോട് ചോദിച്ചു, അക്രൂരപ്പ നീ ഇവിടുന്ന് ഇപ്പൊ എത്ര കണ്ട് ദൂരമുണ്ട്? നീ ഇവിടുന്ന് 12 കിലോമീറ്ററിൽ. എന്നാ പിന്നെ ഇനി വൈകുന്നേരത്തേത് അവിടെ ചെന്നിട്ടാവാന്നും പറഞ്ഞു. എന്ത് അങ്ങനെ ലോകവർത്തമാനം പറഞ്ഞ് വട്ടത്തിലാക്കി മയക്കി. അവിടുന്ന് വണ്ടി പിന്നെയും പോന്ന് മധുരാപുരിയിലെത്തി. മധുരാപുരിയിലെത്തിയപ്പോ എന്താണ്ടായേ? അക്രൂരോട് പറഞ്ഞു, അക്രൂരപ്പ വണ്ടി ഒന്ന് നിർത്തണേ. ഏതായാലും മധുരാപുരിയുടെ ആ പട്ടണത്തിന്റെ നടുക്ക് എത്തിയപ്പോ രാമകൃഷ്ണന്മാര് പറഞ്ഞു, വണ്ടി ഒന്നും ഇവിടെ നിർത്തണം പറഞ്ഞു. അതെന്താ ഉണ്ണികളെ ഇവിടെ നിർത്തണം വെച്ചാല് ഞങ്ങള് രണ്ടാളും ഇവിടെ ഇറങ്ങാണ്. ഇവിടെ ഇല്ല കൊട്ടാരത്തില് ഇല്ല, ഞങ്ങള് കൊട്ടാരത്തേക്കില്ല. അതെന്താ അങ്ങനെ? ഞങ്ങളെ ഈ പട്ടണം ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ പട്ടണമൊക്കെ ഒന്ന് നടന്ന് നല്ലോണം കണ്ടെല്ലാം ഒന്ന് കണ്ട് സന്തോഷമായിട്ട് വേണം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ, പുറപ്പെടാൻ. അപ്പൊ പറഞ്ഞു, അയ്യോ അത് പറ്റില്ല, എന്ന് എൻ്റെ കൂടെ എന്തായാലും എൻ്റെ കൂടെ വരണം. എന്നിട്ട് എന്ത് ചെയ്യാം, പരിപാടി കഴിഞ്ഞിട്ട് കാണാമല്ലോ, പട്ടണമൊക്കെ കാണാൻ പിന്നെ കാറെടുത്ത് നമുക്ക് വരാം.
പരിപാടി കഴിഞ്ഞിട്ടേ അപ്പൊ പിന്നെ ഒഴിവുണ്ടാവൂലോ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അല്ലേ അത് നല്ല. അപ്പൊ വലിയ പരിപാടി കഴിഞ്ഞാൽ പിന്നെ കാണാൻ അത്ര സൗകര്യം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ നമ്മൾ ഈ പരിപാടിക്കൊക്കെ വരണതിന്റെ മുമ്പാച്ചാൽ നമുക്ക് എവിടെയെങ്കിലും പോകാനും തൊഴാനൊക്കെ പറ്റും. പരിപാടി കഴിഞ്ഞാൽ പിന്നെ സ്വൈരം ഉണ്ടാവില്ല. എന്താ കാരണം? ആളുകൾ ഇങ്ങനെ വിരല് ചൂണ്ടി പേടിപ്പിച്ചാൽ നമുക്ക് പേടിയാവില്ലേ? ഒരു സ്വൈരം ഉണ്ടാവില്ല. സ്വതന്ത്രമായിട്ട് നമുക്കൊന്ന് പോകാനും നിൽക്കാനും കാണാനൊന്നും പറ്റില്ല. ഇറങ്ങണതിന്റെ മുമ്പാച്ചാലൊക്കെ പറ്റും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അയ്യോ പറ്റില്ല അങ്ങനെ പറയരുത്. ഇന്നിപ്പോ അപ്പൻ്റെ ഇല്ലത്ത് വന്ന് അവിടെ കുളിച്ചുകൊണ്ട് താമസിച്ച് നാളെ വിളിച്ചായിട്ട് ഇല്ല അപ്പൻ്റെ ഇല്ലത്തേക്ക് ഒന്നും ഇപ്പൊ വരില്ല. അമ്മാവന്റെ കാര്യം നേരെയായാൽ അപ്പൻ്റെ ഇല്ലത്തേക്ക് ആദ്യേ വരും. അമ്മാവന്റെ എന്ത് കാര്യം? പെൻഷന്റെ ആവും, അല്ലാണ്ട് എന്തപ്പോ ചെയ്യാനുള്ളൊരു കാര്യമുള്ളത്? ആലോചിച്ച് നോക്കൂ. എന്തായാലും അമ്മാവന്റെ കാര്യം നേരെയായി അപ്പൻ്റെ ഇല്ലത്തേക്കും വരും, അങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. എത്ര പറഞ്ഞിട്ടും കുട്ടികളെ സമ്മതിച്ചില്ല. ഒടുക്കം ഇവരെ ഇറങ്ങി പോകുന്നേ ഉണ്ടാവുള്ളൂ എന്നൊരവസ്ഥ വന്നപ്പം അക്രൂര് വലിയ സങ്കടത്തോടു കൂടി തൊഴുതിട്ട് പറഞ്ഞു, ദേവദേവാം ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദോത്തമ ഉത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭഗവാനെ നാരായണ, യദോത്തമ ഉത്തമ ശ്ലോക നാരായണ നമസ്കരിക്കണേ. ഇത്രയൊക്കെ ചെയ്തു. എന്നിട്ടും അവര് കൂട്ടാക്കിയില്ല. കുട്ടികൾ എന്ത് ചെയ്തു? ആയാസ്യേ ഭവതോ ഗേഹം, ഞങ്ങൾ വരില്ല, ഞാൻ ഏട്ടനും കൂടി അപ്പൻ്റെ ഇല്ലത്തേക്ക് വരില്ല. ആയാസ്യേ എന്തായാലും വരും. എന്തിനാത്? യദുചക്രദ്രുഹം ഹത്വ വിതരിഷ്യേ സുഹൃൽ പ്രിയം. അമ്മാവന്റെ കാര്യമൊക്കെ നേരെയാക്കിയിട്ട് ബന്ധുക്കളെയൊക്കെ കാണാൻ വരും എന്നും പറഞ്ഞു. അങ്ങനെ ഒരു കൂട്ടൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അക്രൂരെ ആശ്വസിപ്പിച്ചിട്ട് തേരിന്ന് ഇറങ്ങി. കുമാരന്മാര് രണ്ടാളും കൂടി പട്ടണത്തിലിറങ്ങി. അക്രൂരാണെങ്കിലോ വിളക്ക് കെടുത്തിയ വീട് പോലെയായി. രാത്രിയൊക്കെ നല്ല വെളിച്ചം, അങ്ങനെ എല്ലാ ദിക്കിലും ലൈറ്റൊക്കെ ഇട്ടിരിക്കണേ പുതിയ വീട് കണ്ടാൽ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പൊ കെടുത്തിയാലോ അതിൻ്റെ ആ പ്രഭയും കെട്ട് പോവില്ലേ? അക്രൂരുടെ പ്രഭ മങ്ങി. അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. അക്രൂര് തിരിച്ചു പോന്നു. രാമകൃഷ്ണന്മാര് രണ്ടാളും ആ മധുരാപുരിയിൽ ഇറങ്ങിയിട്ട് രണ്ടാളും കൂടി മധുരാപുരി പട്ടണം ഇങ്ങനെ കാണാനായിട്ട് നടന്നു. ഇവരിങ്ങനെ മധുരാപുരി പട്ടണം കാണാൻ ഇറങ്ങി നടന്ന് പോണ സമയത്ത് പോകുമ്പോ മധുരാപുരിയിലെ ആളുകളൊക്കെ ഈ ഉണ്ണികളെ ഇങ്ങനെ നോക്കണ്ട. അപ്പൊ രാമകൃഷ്ണന്മാരിങ്ങനെ പോകുമ്പോഴേ ഇങ്ങനെ നോക്കുക. ഉണ്ണി ചോദിച്ചു, അപ്പല്ലേ ഏട്ടനോട് ചോദിച്ചു, എന്താ ഏട്ട എല്ലാരും നമ്മളെന്നെ ഇങ്ങനെ നോക്കണത് ചോദിച്ചു. നമ്മളിങ്ങനെ അങ്ങാടി കൂടി പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മളെ നോക്കിയാൽ നമുക്ക് വലിയ വിഷമം. അതെങ്കിൽ ഒരുത്തൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും എന്താ വെച്ചാൽ ഇവനെന്തോ വയ്യായുള്ളവനാണെന്ന്. അങ്ങനെയൊക്കെ ഉണ്ടാവും, ചില വയ്യായക്കാരൊക്കെ ഉണ്ടാവും. എല്ലാവരും കൂടി നോക്കുമ്പോൾ നമുക്കൊരു വിഷമം, ഉണ്ടൊന്നും നേരെയല്ലേ ഉടുത്തത് എന്നൊക്കെ സംശയം എനിക്കില്ലേ? പക്ഷെ എന്താ ഏട്ടാ ചോദിച്ചു. അതെന്താണെന്നറിയോ ഉണ്ണിയെ, നമ്മൾ ഇവിടുത്തെ ജാതി വസ്ത്രമല്ലല്ലോ ഉടുത്തത്, നമ്മൾ അവിടുന്ന് വരുമ്പം കൊണ്ടുവന്ന മുണ്ടല്ലേ ഉടുത്തത്, അത് കാരണമാണ് ഇവര് നമ്മളെങ്ങനെ നോക്കണത് എന്നും പറഞ്ഞു. അപ്പൊ ഉണ്ണി ചോദിച്ചു, അല്ല വലിയേട്ടാ, നമ്മളിപ്പോ ഇത് ഉടുത്തത് മാറ്റാൻ കൊണ്ടുവന്ന് നമ്മുടെ ബാഗിലിരിക്കണ മുണ്ടും ഈ ജാതി തന്നെയല്ലേ, അപ്പൊ എന്ത് ചെയ്യും ചോദിച്ചു. സാരല്ലേ കുട്ടിയെ, പട്ടണല്ലേ അങ്ങാടിയല്ലേ, നമുക്ക് നടന്നു നോക്കുക, ആരെങ്കിലും ഉണ്ടാവും, അലക്കാരെങ്കിലും ഉണ്ടാവും, നമുക്ക് മാറ്റി വാങ്ങി കൊടുക്കാമെന്നും പറഞ്ഞു. മാറ്റെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? അതുമല്ലോ, മനസ്സിലാവില്ലേ? ആ മാറ്റ് വാങ്ങി കൊടുത്ത് ശുദ്ധാവുക എന്നൊക്കെ പണ്ട് പറയും. നമ്മുടെയൊക്കെ ഉണ്ടല്ലോ അല്ലേ അങ്ങനെ, ആ കേട്ടിട്ടുണ്ടാവും, പ്രായമുള്ളവർക്കൊക്കെ ഇഷ്ടമുണ്ടാവും. അപ്പൊ ഈ മാറ്റ് കൊടുത്ത് ശുദ്ധാവാലോ, എന്നാൽ മാറ്റ് വാങ്ങി കൊടുക്കാം, വല്ല അലക്കാരെയും കണ്ടാലേ വാങ്ങി കൊടുക്കാം, ആയിക്കോട്ടെ എന്നു. അങ്ങനെ ഇവര് നടന്ന് ഇങ്ങനെ പോണ സമയത്ത് പട്ടണത്തിൽ കൂടി നടക്കുമ്പോഴാണ് എന്താ കഥ എന്നറിയൂ. ഒരുത്തൻ ഇങ്ങനെ പോവുകയാണേ, ഇവരുടെ തലയിലച്ച വലിയൊരു കെട്ടുമുണ്ട്, തുണിയുടെ കെട്ട്, ശീല കെട്ടി വലിയൊരു ഭാണ്ഡം പോലെ കെട്ടിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ഏയ് ഒന്ന് നിക്കണേ എന്ന് പറഞ്ഞു. അവനവിടെ നിന്നു. ഞങ്ങളെ ഒരു സംഗതി ചോദിച്ചോളൂ. അതെ, ഞങ്ങൾക്കൊരു മുണ്ട് തരുമോ നാളേക്ക്? ഓരോരുത്തർക്ക് ഓരോ മുണ്ട്. അതിന് എന്താ വെച്ചാൽ കാശും തരാം, മുണ്ട് നാളെ ഇങ്ങടെ അതും തരാന്ന് പറഞ്ഞു. അപ്പോ ഇവൻ ചണ്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ഇവരെന്ത് പറഞ്ഞു? ആരോടാ നിങ്ങൾ സംസാരിക്കണേ, നിങ്ങൾക്ക് അറിയോ? പീറ പിള്ളേരെ എന്നും പറഞ്ഞു. എന്ത് പിള്ളേര്? പീറ പിള്ളേര്. ആദ്യം അങ്ങനത്തെ സംബോധനയൊക്കെ കേൾക്കണത്. ഭഗവാന് പിന്നെ ഇത് കുട്ടിക്കാലത്ത് ഇത് കേട്ട് ശീലമുള്ളതുകൊണ്ട് വലിയ കൂസലൊന്നുമില്ല. അറിയോ, നിങ്ങൾ ആരോടെ സംസാരിക്കണേന്ന് അറിയോ ചോദിച്ചു. ഇല്ല അറിയില്ല. സൂക്ഷിച്ച് സംസാരിച്ചോളൂ എന്നും പറഞ്ഞു. ഞാൻ ആരാന്നറിയോ? ഇല്ല. അങ്ങ് ആരാ ചോദിച്ചു. ഞാൻ ആരച്ച പറഞ്ഞു. ഞാൻ പറഞ്ഞോളൂ, നേരം പോണോ. ഞാൻ കംസന്റെ അലക്കുകാരനാണ്. ഞങ്ങൾ വിചാരിച്ചു കംസന്റെ അച്ഛനാണ്. ടിപ്പ് കണ്ടപ്പോളേ ഇപ്പൊ വലിയേട്ടനോട് ചോദിക്കുകയും ചെയ്തു, ഏട്ടാ കംസന്റെ നാറി മുണ്ടലക്കണോന്ന് ഇത്ര ഉണ്ട് വെച്ചാ കംസൻ എത്ര ഉണ്ടാവും ഇല്ലേ ഏട്ടാ ചോദിച്ചു. എന്ത്? കംസന്റെ ആ നാറിയ മുണ്ടലക്കണോന്റെ അഹമ്മതി. അപ്പൊ ആ മുണ്ട് ഉടുക്കണോന്റെ അഹമ്മതി എത്ര ഉണ്ടാവും വലിയേട്ടാ ചോദിച്ചു. ഉണ്ണിയെ. അപ്പൊ ഉണ്ണി പറഞ്ഞു, ഏട്ടാ ഒന്ന് മനസ്സിരുത്തിയാലോ ചോദിച്ചു. അപ്പൊ വലിയേട്ടൻ ചോദിച്ചു, ഉണ്ണിയെ മനസ്സിരുത്താനല്ലേ നമ്മള് രണ്ടാളും കൂടി ഇങ്ങോട്ട് മനസ്സിരുത്തിയത്? ഓരോ മനസ്സിരുത്തല ഓരോന്ന്. നമ്മൾ രണ്ടാളും കൂടി ഭൂമിയിൽ വന്നത് എന്തിനാ? ജാതികളൊക്കെ
ഒന്ന് മനസ്സിരുത്താനല്ലേ. ഏട്ടന്റെ സമ്മതം ഉണ്ണിക്ക് വേണ്ടു. ഉണ്ണി ആ അലക്കുകാരൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് അലക്കുകാരൻ്റെ തല എങ്ങനെയപ്പോൾ ഇത് പറയേ, നമ്മുടെ മുറ്റത്തെ കുറ്റിമുല്ലയുടെ മൊട്ട് പൊട്ടിക്കില്ലേ നമ്മൾ, മുല്ല പോലും അറിയില്ല അത്. അമ്മട്ടില് ആ മുമ്പൻ്റെ തലയും ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് ആ ഓടയിലേക്ക് അങ്ങോട്ട് ഇട്ട് ഓടയെന്ന് അത് ഒഴുകി അങ്ങോട്ട് പോവുകയും ചെയ്തു. അലക്കുകാരന് സമാധാനമായി. നീ കെട്ടല്ലേ ഉള്ളൂ, അത് ഏറ്റാൻ വയ്യാത്തൊരു സാധനം ഉണ്ടായിരുന്നു, അത് പോയി കിട്ടി. അതേതാത് ഇവന്റെ മൊട്ടത്തല അല്ലാണ്ട് എന്താ അത് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആ കെട്ട് ഇങ്ങോട്ട് അഴിച്ചു. കെട്ടുന്ന മുണ്ട് ഒരു മഞ്ഞേമ്പല് കസവുള്ളത് ഉണ്ണി ഇങ്ങോട്ട് എടുത്തു കൊടുക്കാൻ പുറപ്പെട്ടു. അപ്പൊ ഒരു നീലേമ്പല് കസവുള്ളത് എടുത്തോളൂ ഏട്ടനെന്നും പറഞ്ഞു. ഏട്ടൻ ഒരു നീലേമ്പല് കസവുള്ളതോളൂ. ഉണ്ണി പീതാംബരനും ഏട്ടൻ നീലാംബരനാണേ. അങ്ങനെ രണ്ടാളും മുണ്ട് ഇങ്ങോട്ട് എടുത്ത് വലിച്ചു കുത്തി തറ്റുകൊടുത്ത് ഇങ്ങോട്ട് കുത്തി കൊടുക്കാൻ പുറപ്പെട്ട സമയത്ത് അപ്പുറത്തെ തയ്യക്കടയിൽ നിന്ന് ഒരു തയ്യക്കാരൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എന്തേ ഈ ഉടുക്കണത് എങ്ങനെ വലിച്ചു കുത്തിയിട്ട് ഇങ്ങോട്ട് തരുമോ എന്നും പറഞ്ഞാൽ മുണ്ട് വാങ്ങിക്കൊണ്ടുപോയിട്ട് അദ്ദേഹം നല്ലോണം തുന്നി പൂക്കളും ഞെറികളും ഒക്കെ വെച്ച് തുന്നി വൃത്തിയായിട്ട് തയ്ച്ചു കൊടുത്തു. വറക്ക് ഉണ്ണികൾക്ക് രണ്ടാൾക്കും നല്ല മുണ്ടായി. ആ തയ്ച്ചെടുത്ത മുണ്ടെടുത്തിട്ട് ഈ ഉണ്ണികൾ രണ്ടാളും എന്ത് ചെയ്തു, അങ്ങോട്ട് ഉടുത്ത് അങ്ങോട്ട് തച്ചു കൊടുത്തു. എന്തൊരു ചന്താണത് ഉടുത്തപ്പം വലിയ സന്തോഷമായി. ആ തയ്യക്കാരനെ അടുത്തേക്ക് ഇങ്ങോട്ട് വിളിച്ചിട്ട് തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, ഹേ തയ്യക്കാരാ, തന്നെയധികം മുണ്ട് തുന്നില്ല എന്നും പറഞ്ഞു. ശപിക്കേണ്ടായേ, ശപിച്ചതല്ല. എന്താ കാരണം എന്നറിയോ? എന്തിനാടോ താൻ നീ തയ്യൽ വിദ്യയായിട്ട് നടക്കുന്നത്? തൻ്റെ വിദ്യ സഫലായി എന്ന്. ഭഗവാന്റെ കൂടെ ഭഗവാന്റെ ഒരു മുണ്ട് തുന്നിയതോടുകൂടി അപ്പണി നേരെയായി. ആലോചിച്ച് നോക്കൂ, സന്തോഷമായി. ചോദിച്ചു, തയ്യക്കാരനോട് ചോദിച്ചു, എടോ ഇവിടെ അടുത്ത് മാല കെട്ടണവരാരെങ്കിലും ഉണ്ടോ? ഒരു മാലയ്ക്ക് രാവിലെ വരുമ്പോൾ കൊണ്ടുവന്ന മാലയൊക്കെ ഏതാണ്ട് കരിഞ്ഞു വടിയില്ലേ, നല്ല മാല കെട്ടണം. ഉണ്ട്, ഇവിടെ ഒരാളുണ്ട്, സുധാമാവ് എന്നാ പേര്. നേരെ ഇങ്ങോട്ട് പോയി ആ വടക്കോട്ട് തിരിഞ്ഞ ആദ്യത്തെ ഇടവഴിയിൽ ആദ്യത്തെ പടിപ്പേര് അദ്ദേഹത്തിൻ്റെ എന്നും പറഞ്ഞു. നേരെ രണ്ടാളും കൂടി അങ്ങോട്ട് കയറി ചെന്ന സുധാമാവ് രാമകൃഷ്ണന്മാരെ കണ്ടപ്പോഴേക്ക് ഓടി വന്നു. ഭഗവാനെ, ഞങ്ങളൊക്കെ അങ്ങോട്ട് വന്ന് തൊഴല്ലേ വേണ്ടത്, അത് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് അനുഗ്രഹിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞു കാൽക്കല് വീണേ. ചോദിച്ചു, സുധാമാവേ ഞങ്ങളൊരു സംഗതിയായിട്ടാ വന്നത്, എന്താ ഇവിടുന്ന് കൽപ്പിച്ചോളൂ എന്നും പറഞ്ഞു. മാല ഉണ്ടാവുമോ, 2 തരാൻ ചോദിച്ചു. എന്ത് ജാതി മാലയാ വേണ്ടത് ചോദിച്ചു. ഉണ്ടമാല വേണോ, തെച്ചിമാല വേണോ, തുളസിമാല വേണോ, വനമാല വേണോ ചോദിച്ചു. വനമാല ആയിക്കോട്ടെ പറഞ്ഞു. അദ്ദേഹം ഭംഗിയിലിരുന്ന് കെട്ടി ഗംഭീരായിട്ട് 2 മാല കൊടുത്തു. ആ മാല ഇങ്ങോട്ട് കഴുത്തിലിട്ടപ്പം വല്ലാത്തൊരു സന്തോഷം. ആ മാല കെട്ടിയ മാലാകാരനെ ഇങ്ങോട്ട് അടുത്തേക്ക് വിളിച്ചു, സുധാമാവിനെ അടുത്തേക്ക് വിളിച്ചു തലയിലെ കൈ വെച്ചിട്ട് പറഞ്ഞു, സുധാമാവേ നീ ഇനി അധികം മാല കെട്ടില്ല എന്ന്. എന്താ കാരണം? ഇനി എന്തിന് മാല കെട്ടണോ? നിന്റെ മാല കെട്ടൽ വിദ്യ സഫലായി. നമ്മൾ എന്ത് വിദ്യ പഠിച്ചാലും ആ വിദ്യ എപ്പോഴാണ് സഫലാവുക എന്നറിയോ? അതെപ്പോഴാണോ ഭഗവത്പരാവണത് അന്നത് സഫലാവും. ഈ പഠിച്ച വിദ്യ ഒക്കെ അങ്ങനെയാ. ഭഗവാനോട് എന്നാണോ അത് പ്രയോഗിക്കുന്നത് അന്ന് സഫലാവും. 2 കൂട്ടരും ശുദ്ധം. അപ്പൊ ചോദിച്ച ഏട്ടാ, അപ്പൊ മാലയായി മുണ്ടായി, പക്ഷെ നമുക്ക് പൊട്ടും ചാന്തും കുറിയൊന്നും ആയില്ലല്ലോ. നമ്മൾ കുളിച്ചൊക്കെ ഇറങ്ങിയതല്ലേ, ഇപ്പൊ എന്ത് ചെയ്യും? ഈ കുളി കഴിഞ്ഞിട്ട് നെറ്റി ഇങ്ങനെ മൈതാനം പോലെ ഇട്ട് പോകാൻ പറ്റുമോ? അങ്ങനെയുണ്ട്, പണ്ടൊക്കെ അങ്ങനെയുണ്ട്. കുളി കഴിഞ്ഞാൽ നെറ്റിയിലെ കളഭോ ചന്ദനോ കുങ്കുമോ ഭസ്മോ എന്തെങ്കിലും അവനവന്റെ സമ്പ്രദായത്തിൽ ഒന്ന് ധരിക്കണം. നമ്മുടെ മുത്തശ്ശിയൊക്കെ പറയും, ഇത് കുളിച്ചിട്ട് തൊടാത്തോനെ തൊട്ടാ കുളിക്കണം എന്ന്. അപ്പൊ അങ്ങനെ വെച്ചാൽ നമുക്ക് തോർത്തും കൊണ്ടായിട്ട് നടക്കാനല്ലേ നേരം ഉണ്ടാവുള്ളൂ. ഏതിനാ തൊട്ടാലും കുളിക്കേണ്ടി വരും, ശരിയല്ലേ? എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കുളിച്ചതുകൊണ്ട് മാത്രമേ ശുദ്ധാവില്ല. നമ്മുടെ സമ്പ്രദായത്തിൽ എന്തെങ്കിലുമൊക്കെ നെറ്റിയിലെ ധരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ്. അപ്പൊ കുറി ചന്ദനം കളഭൊക്കെ എവിടുന്ന് കിട്ടും ചോദിച്ചു. ഉണ്ണിയെ മുണ്ടും മാലയൊക്കെ ഇപ്പൊ എവിടുന്ന് കിട്ടിയത്? ഇവിടുന്ന് തന്നെയല്ലേ കിട്ടിയത്. അതുപോലെ ഇനി അതും കിട്ടും. അങ്ങനെ അവരെങ്ങനെ അങ്ങാടി കൂടി നടന്നു പോകുമ്പോൾ മുമ്പിൽ അതാ ഒരു സ്ത്രീ ഇങ്ങനെ പോണു. കയ്യിൽ വെച്ച ഒരു പരന്ന ഒരു ഉരുളി പോലെ ഒരു പാത്രം ഉണ്ട്. അതിലാണെങ്കിൽ അളുക്കളായിട്ട് ചെറിയ ചെറിയ പാത്രങ്ങളുണ്ട്. ഇത് വെച്ച് ഇങ്ങനെ പോവുക. ഈ സ്ത്രീ അച്ഛൻ ഇങ്ങനെ ഒരു ചെറിയ വൈകല്യം വയ്യായുണ്ട്. അങ്ങനെയുണ്ടേ, അങ്ങനെയാണ്. അപ്പൊ ആ കുബ്ജ എന്ന് പറയുന്നത് കൂനുള്ള സ്ത്രീയാണ്. അവൻ ഭഗവാനാണെങ്കിൽ ഈ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്ത് ചെയ്തു? ആ മുമ്പിൽ ഇങ്ങനെ പോകുമ്പോൾ അടുത്തേക്ക് ചെന്നിട്ട് സുന്ദരി സുന്ദരി എന്ന് വിളിച്ചു. ഭാവം സുന്ദരിയായിട്ടുള്ള ഒരാളെ സുന്ദരി എന്ന് വിളിക്കാച്ചാൽ തരക്കേടില്ല. വയ്യായുള്ള ഒരാളെ സുന്ദരി സുന്ദര എന്നൊക്കെ വിളിച്ചാൽ അതൊരു കളിയാക്കൽ പോലെ ആവില്ലേ? ഭഗവാനും തുടങ്ങിയതൊക്കെ എന്താ കളിയാക്കല? നിൽക്കൂട്ടോ, കുറച്ചു നേരം കാത്തിരിക്കും, അപ്പൊ മനസ്സിലാവും. ഇപ്പൊ എന്താ വെച്ചാല് സുന്ദരി സുന്ദരി എന്ന് വിളിച്ചു ഭഗവാൻ അടുത്തേക്ക് ചെന്നി. അപ്പൊ ഈ സ്ത്രീ തിരിഞ്ഞു നോക്കിയിട്ട് സുന്ദരാന്ന്. അത് അതിലേറെ കേമായി. എന്തേ ചോദിച്ചു, സുന്ദരി ഞങ്ങൾ. അപ്പൊ പറഞ്ഞ സുന്ദരി എന്നൊന്നും അല്ല എൻ്റെ പേര്. അപ്പൊ ചോദിച്ചു, എന്താന്ന് എൻ്റെ കഥ ചോദിച്ചു. ഞാനേ കംസന്റെ കൊട്ടാരത്തിലെ ബ്യൂട്ടീഷ്യനാണെന്നും പറഞ്ഞു. സൈരന്ധ്രി എന്നാണ് അതിന് പഴയ പേര്. ഇപ്പൊ നമ്മൾ ബ്യൂട്ടീഷ്യൻ എന്ന് പറയില്ലേ? ചെന്തർത്ഥം അതൊക്കെ തന്നെ അലങ്കാരപ്പണി. അങ്ങനെയാണല്ലോ, അലങ്കരിക്കണ പണിയാണ്. ഞാൻ ചന്ദനം അരയ്ക്കണോളാണ്. അപ്പൊ ചോദിച്ചു, ഞങ്ങൾക്ക് കുറച്ച് ചന്ദനും കളഭമൊക്കെ തരുമോ ചോദിച്ചു. അപ്പൊ തരുമോന്നോ? നല്ല കാര്യമായി. ഈ പാത്രത്തോടെ കൊണ്ടുവന്നു ഭഗവാന്റെ കാൽക്കൽ അങ്ങോട്ട് വെച്ച് നമസ്കരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ പോലെയുള്ള യോഗ്യന്മാരെ കാണായോണ്ടാണ് ഇത്ര കാലം ഇത് കൊണ്ടുപോയിട്ട് ആ ഏട്ട കംസന് കൊടുത്തത് എന്നും പറഞ്ഞു.
നീ കൊടുക്കില്ല എന്നും പറഞ്ഞു. അങ്ങോട്ട് നമസ്കരിച്ചു. ഭഗവാനില്ലേ സന്തോഷമായി, കുറിയൊക്കെ നല്ലോണം തൊട്ട് നെറ്റീമിൽ എല്ലാ ദിക്കിലൊക്കെ വേണ്ട മാതിരി സന്തോഷം. ഏട്ടൻ അനിയനൊക്കെ വലിയ ഏമായിട്ട് സന്തോഷിച്ചിട്ട് ആ പാവം സൈരന്ധ്രി പറഞ്ഞു. ഇവള് പറയും ചെയ്തു, എന്റെ പേര് സൈരന്ധ്രി എന്നൊന്നുമല്ല, പേര് വേറെ എന്തോന്നാണ്. ആളുകൾ എന്നെ എന്താ വിളിക്കുക, 3 വളവുള്ളോളെ, 3 വളവുള്ളോളെ. കുറ്റപ്പേരാ വിളിക്കണതേ. എന്തിച്ചാൽ ശരീരത്തിന് വളവുണ്ടേ, വൈകല്യണ്ടേ, അതുകൊണ്ട് അങ്ങനെ എന്നെ വിളിക്കാറ് കേട്ടോ. പാവം അതൊക്കെ അങ്ങനെ പറയും ചെയ്തു. ഭഗവാൻ എന്ത് ചെയ്തു, ചന്ദനം കളഭമൊക്കെ വാങ്ങി തൊട്ടതിൻ്റെ ശേഷം ആ സ്ത്രീ ഇങ്ങോട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് ആ മെല്ലെ ഇങ്ങോട്ട് വിളിച്ച കാലിൻ്റെ കാൽപ്പത്തിയിൽ മെല്ലെ ഒന്ന് ചവിട്ടിയിട്ട് താടി പിടിച്ചിട്ട് ചെറിയൊരു ഫിസിയോതെറാപ്പി. സുന്ദരി വരുമ്പോ എന്താ വിളിച്ച പേര്, സുന്ദരിന്ന്. ഇപ്പൊ എന്താ സ്വരൂപം, സുന്ദരി. അപ്പൊ വരുമ്പോളേ ഭഗവാൻ നിരീക്ഷിച്ചതാണ് എന്ത്, ഇവളെ സുന്ദരിയാക്കണം. അതുകൊണ്ടല്ലേ ആ പേര് വിളിച്ചത്, ശരിയല്ലേ? അതാണ് ഭഗവാന്റെ, അതാണ് മഹാത്മാക്കളുടെ വാചം അർത്ഥോനുധാവതി എന്നാ പറയുക. മഹാത്മാക്കളുടെ വാക്കിന്റെ കൂടെ അർത്ഥം പോവും. ഭഗവാൻ ഒന്ന് വിളിച്ചപ്പോഴേക്കും അത് അർത്ഥം ശരിയായി കിട്ടിയില്ലേ. അങ്ങനെ അപ്പൊ ഈ സുന്ദരിയായിട്ടുള്ള സൈരന്ധ്രി പറഞ്ഞു, ഭഗവാനെ അടിയന്റെ കുടുംബത്തേക്ക് വരണേ, സൽക്കാരം സ്വീകരിക്കണേ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അമ്മ അവന്റെ കാര്യം നേരെയായാൽ തൻ്റെ കുടുംബത്തേക്കും വരാന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞു പോന്നു. ഉണ്ണികള് പോയി ചാപയജ്ഞം നടക്കണ യജ്ഞശാലയുടെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോ എന്താ കഥ ചോദിച്ചാൽ, വലിയ ഈ ചാപയജ്ഞത്തിന്റെ ഈ വില്ല് കൊണ്ടുപോയി വെച്ചത് വലിയൊരു എന്താ പറയുക സുരക്ഷിതമായ സ്ഥലത്താണ്. 4 ദിക്കിലും ഗോപുരത്തോടു കൂടി പണിത വലിയ ഒരു കോട്ടമതിൽ പോലത്തെ സ്ഥലത്ത് അതിനുള്ളില് ഒരു മണ്ഡപത്തിലാണ് ഈ വില്ല് വെച്ചിരിക്കുന്നത്. ഈ വില്ലാണെങ്കിൽ 10,000 പേരെ ഒന്നിച്ച് ചക്രമുള്ള വണ്ടിയിൽ വെച്ച് ചക്കുവെള്ളം കുടിച്ചും കൊണ്ട് ഉന്തി കൊണ്ടുവന്ന സാധനമാണ് എന്ത്, വില്ല്. 10,000 പേരെ ഏറ്റി കൊണ്ടുവന്നതല്ല, ചക്രം വെച്ച വണ്ടിയുടെ ഉള്ളിൽ വില്ല് വെച്ച് ആ വില്ല് ഉന്തി ചുക്കുവെള്ളം കുടിച്ചും കൊണ്ട് ഉന്തിയിട്ട്, വെറുതെ ഉന്തിയതല്ല, അങ്ങനെ കഷ്ടപ്പെട്ട് 10,000 പേര് ഉന്തിക്കൊണ്ടുവന്ന വില്ലാതെ ആ വില്ല് നടുക്കിയിരിക്കുന്നുണ്ട്. 4 ഗോപുരവാതിൽക്കലും പട്ടാളക്കാർ കാവലും ഉണ്ട്. ഇപ്പോഴാണ് രാമകൃഷ്ണന്മാര് 2 ആളും അങ്ങോട്ട് ചെന്നു അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ഒരു പഴുതും ഇല്ല, ലെവലേശം പഴുതില്ല. ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ചെന്നിട്ട് അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ആ വലിയ പോലീസുകാരുണ്ടല്ലോ, പോലീസുകാരുടെ വലിയ ആഫീസറല്ലേ, ആഫീസർ വെച്ചാൽ വലിയൊരു മനുഷ്യനാണ്. എന്തോരം നീളം, അദ്ദേഹത്തിന്റെ വയറൊക്കെ ഇങ്ങനെ ത്രശുണ്ട്. കുട്ടികൾ രണ്ടും കൂടി കൊട ചൂടി നിൽക്കണ മാതിരി ഉണ്ട് ഇതിന്റെ അടിയിൽ പോയി നിന്നിട്ട്. ഇതിന്റെ പോലീസുകാരൻ്റെ ഇതിന്റെ വയറ്റത്തേക്ക് ഇങ്ങനെ തട്ടൂലാത്തിന്റെ മുകളിൽ തോട്ടിയോണ്ട് തോണ്ടും പോലെ തോണ്ടിയിട്ട് പറഞ്ഞു, പോലീസ് മാമ ഞങ്ങൾക്ക് ഇതിലൊന്ന് കയറി കാണാൻ പറ്റും. കുട്ടികൾക്ക് എന്താ അവിടെ കാര്യം, ഓടിച്ചു വിട്ടു. ഓടുന്ന സമയത്ത് കുട്ടികൾ, ചെറിയ കുട്ടികളല്ലേ, 5-6 വയസ്സായ കുട്ടികൾ, ഓടുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ആ ഉണ്ണിയുടെ മുഖം കണ്ടപ്പോ പോലീസുകാരൻ എന്തോ ഒരു കൗതുകം, ഇത് മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന്. അപ്പൊ ഇവിടെ വരും, നിങ്ങളുടെ തന്നെ വിളിച്ചു. എന്താ വേണ്ടത് ചോദിച്ചു. ഞങ്ങൾക്ക് അപ്പൊ ആ വില്ലൊന്ന് കാണാൻ പറ്റുമോ, കലശലായ മോഹൻ, ഞങ്ങൾ കുറേ ദൂരെ നിന്ന് വരും അത് കാണാൻ. ആര് പറഞ്ഞു, ഉണ്ണിയോളോ പറഞ്ഞു. അത് ഈ പോലീസുകാരന് തോന്നി, ഇത്ര പോന്ന ഈ കുട്ടിയോള് ഈ വില്ല് കണ്ടതുകൊണ്ട് എന്തുണ്ടാവാനാണ്, എന്താ കാരണം, 10,000 പേര് ചക്രം വെച്ച വണ്ടിയില് ചുക്കെള്ളം കുടിച്ചും കൊണ്ട് ഉന്തിക്കൊണ്ടുവന്ന് വില്ല് ഇത്ര പോന്നെ എന്ത് ചെയ്യാനാ, വെറുതെ കണ്ടോട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഉള്ളിൽ പോയി കണ്ടോളൂ, കണ്ടിട്ട് ആ പൂവും മാലയൊന്നും പൊട്ടിച്ച് അവിടെയും ഇവിടെ ഇട്ടിട്ട് ഇതിന്റെ നമ്മൾ തൊടൊന്നും ചെയ്യരുത് പറഞ്ഞു. നമ്മളും ചെയ്യുന്നു, മാലയൊന്നും പൊട്ടിക്കില്ല, വേറെ ചിലത് അത് പറഞ്ഞില്ല. അല പൊട്ടിക്കാൻ വന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാളും കൂടി അതിന്റെ അകത്തേക്ക് അങ്ങോട്ട് കയറി. അകത്തേക്ക് കയറിയ യജ്ഞശാലയിലായ മണ്ഡപത്തിൽ വില്ല്, വലിയ കേമായ വില്ല്, 10,000 പേര് മറക്കണ്ട, 10,000 പേര് ചക്രം വെച്ച വണ്ടിയില് ചുക്കെള്ളം കുടിച്ചും കൊണ്ട് ഉന്തിക്കൊണ്ടുവന്ന വില്ല് അവിടെ ഇരിക്കണ്ട. ആ ഉണ്ണിയോളെ 2 ആളും കൂടി അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. ഭഗവാൻ രാമനും കൃഷ്ണൻ വില്ലിന്റെ പെട്ടിയിലേക്ക് ഇങ്ങനെ നോക്കി. പെട്ടിക്ക് നോക്കിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഏട്ടനോട്, ഗംഭീരാണല്ലേ എന്ന് ഏട്ടൻ പറഞ്ഞു. അപ്പൊ ഉണ്ണി ഇങ്ങനെ ഏട്ടനോട് ചോദിച്ചു, ഏട്ടാ എന്താ ഉണ്ണി, ഇതൊന്ന് എടുത്താലോ എന്ന്. അപ്പൊ ഏട്ടൻ പറഞ്ഞു, ഉണ്ണിയെ ഇതിപ്പോ ഇന്ന് അങ്ങോട്ട് എടുത്താൽ നാളെ ഇപ്പൊ ഇതിന്റെ ബാക്കി എടുത്താൽ മതി. ശരിയല്ലേ, ഇതൊക്കെ നമ്മൾ തന്നെ എടുക്കണ്ടേ. അപ്പൊ ഏട്ടന്റെ ഒരു സമ്മതം ഉണ്ണിക്ക് വേണ്ടു. ഉണ്ണി എന്ത് ചെയ്തു, ഏട്ടൻ സമ്മതിച്ചു എന്ന് കണ്ടപ്പം ഇടത്തെ കൈകൊണ്ട് ആ വില്ല് ഇങ്ങനെ ഇങ്ങോട്ട് എടുത്ത് കുത്തനെ അങ്ങോട്ട് വെച്ചിട്ട് വില്ലിന്റെ ആ തല ഇങ്ങോട്ട് വലിച്ചിട്ട് ഞാനങ്ങോട്ട് കൂട്ടി കെട്ടിയിട്ട് ഈ വില്ല് കൊലക്കിയെന്ന് കേട്ടിട്ടുണ്ടോ, വാഴ കൊലക്കിയെന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയല്ല കേട്ടോ. വില്ല് കൊലക്കല് വേറെയാ,
വില്ല് കുലയ്ക്കാച്ച എന്താ നമുക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിൽ വില്ലും കൊലയൊന്നും ഇല്ലല്ലോ. വില്ല് എപ്പോഴും ഒരു തണ്ടിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കയറ് കെട്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധന വില്ല്. അപ്പൊ ഈ വടി ഇങ്ങനെ വളഞ്ഞിരിക്കും. ഈ വടിയുടെ വളവിന്റെ ആ ഒരു ബലാണ് വില്ലിന്റെ ശക്തി. ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വില്ല് ഇങ്ങനെ വളച്ചെപ്പോഴും വെക്കില്ല. ആവശ്യം വരുമ്പോൾ കെട്ടുക ചെയ്യുക. ആവശ്യം കഴിഞ്ഞ് എന്ത് ചെയ്യണം? അഴിച്ചു വെക്കണം. ഇല്ലെങ്കിൽ വടി വളഞ്ഞു പോകും. വടി വളഞ്ഞാൽ പിന്നെ അതിന് എന്ത് പോകും? ആ ബലം പോവും. ബലം പോയാൽ പിന്നെ അമ്പ് പോവില്ല. അപ്പൊ അതുകൊണ്ട് ഈ വില്ല് ആവശ്യം വരുമ്പം എടുത്ത് ഈ ഞാണെന്നാണ് ആ കയറിന് പറയും. ഞാണ് കെട്ടണതിന്റെ പേരാണ് വില്ല് കൊലയ്ക്കുക എന്ന് പറയുക. അപ്പൊ ഈ ഉണ്ണിയിരിക്കണ ഭഗവാൻ ഈ വില്ലിന്റെ തലയും കണ്ട് താഴ്ത്തിയിട്ട് ഞാനിന്റെ ആ ഇത് ഒക്കെ കൂട്ടി കെട്ടാൻ പുറപ്പെട്ടപ്പം താഴ്ത്തിയത് കുറച്ച് കൂടിപ്പോയി. വില്ലാണെങ്കിലോ ഠോ എന്നും പറഞ്ഞങ്ങോട്ട് പൊട്ടി. വില്ല് പൊട്ടണ ശബ്ദമൊന്നും പറയണ്ട. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടോ നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. മതി. അടുത്ത വരി രാമായണത്തെയാണ്. അത് ഇവിടെ ചെല്ലണ്ട. ഇത് ഇവിടേക്കും ചേരും. ഏത് ശരിയല്ലേ? ഇത് ഈ ഇടി വെട്ടണ മാതിരി വില്ല് പൊട്ടണ ഒച്ച കേട്ടപ്പോഴേക്ക് രാജാക്കന്മാരൊക്കെ നടുങ്ങി. അപ്പോഴേക്ക് കംസന്റെ കിങ്കരന്മാര് വാളും കുന്തും ശൂലും പട്ടിശം ഗതയൊക്കെ ഇട്ട് ഓടി വരാൻ തുടങ്ങി. കുട്ടികളാച്ച കുളിയും കഴിഞ്ഞ് പൊട്ടും തൊട്ട് ചാന്തും കുത്തി മാലയും ചാർത്തി മുണ്ടും ചുറ്റി പുറപ്പെട്ടിട്ടേ ഉള്ളൂ. അവരുടെ കയ്യിൽ ഒരു പേനക്കത്തി പോലും വല്ലതുണ്ടോ? ഒന്നുമില്ലേ. ഇവരച്ച വാളും ശൂലും ഒക്കെ ആയിട്ടാ പറയുന്നത്. എന്ത് ചെയ്യും? ഈ ഉണ്ണികളെ രണ്ടാളും ഇങ്ങനെ നിന്നു. ഒടുക്കം ഭഗവാൻ എന്തേ ചെയ്തു വെച്ചാൽ ആ മുറിഞ്ഞു കിടക്കണ വില്ലിന്റെ കഷ്ണല്ലേ ഒരു കഷ്ണം കൂടെ എടുത്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ. എന്നിട്ട് ഈ തള്ളി തിരക്കി വരണവന്റെ തലമണ്ടയ്ക്ക് കേട്ടോ ഓരോന്ന് കൊടുത്ത് കിട്ടിയവര് സന്തോഷമായി, ഗംഭീരായി, ഒന്നാന്തരം അസലായി എന്നൊക്കെ പറഞ്ഞ് തലയ്ക്ക് കിട്ടിയവരൊക്കെ വീണു. അപ്പോഴൊക്കെ ആളുകൾ തള്ളി തിരക്കി വരണണ്ടേ. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, തിക്കി തിരക്കി വരണ്ട, എല്ലാവർക്കും തരുമ്പടി ഉണ്ട്. എന്തിനാ ഈ വെറുതെ മുമ്പിലിരിക്കുന്നവർക്കൊക്കെ വിഷമാവില്ലേ? എന്നിട്ട് ഒരു കഷ്ണം ഏട്ടാ അവിടെ നിന്ന് കൊടുത്തുള്ളൂ പ്രസാദം ഞാൻ ഇവിടെ കൊടുക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഒരു കഷ്ണം ഏട്ടൻ്റെയിലും കൊടുത്തു, വില്ലിന്റെ ഒരു കഷ്ണം ഉണ്ണി എടുത്ത് വന്നോന്റെ തലമണ്ടയ്ക്ക് ഓരോന്ന് കൊടുത്ത് എല്ലാവരും വീണ് ചത്തു. എല്ലാവരും ചത്ത സമയത്ത് വില്ലിന്റെ കഷ്ണം അവിടെ ഇട്ട് കയ്യും കഴുകി ഉണ്ണികൾ എന്ത് ചെയ്തു? തിരിച്ച് പോന്നു. നമ്മുടെ താമസിച്ച നിക്കിലേക്ക് വന്നു, അവിടെ ഇരുന്നു. അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിച്ചു. ചാപയജ്ഞമൊക്കെ നാളെ കഴിക്കേണ്ടതാണ്. അത് തലേന്നാളെ തീരുമാനാക്കി. നമ്മുടേതൊക്കെ ഇന്ന് നടക്കേണ്ടത് അടുത്ത കൊല്ലം നടന്നാൽ ഭാഗ്യമായി. എനിക്ക് 6 കൊല്ലം കഴിഞ്ഞിട്ടാച്ചാൽ അതിലേറെ ഭാഗ്യമായി. മരിക്കണതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും നടന്നു വെച്ചാൽ അതിലേറെ കേമായി എന്നൊക്കെ പറയാൻ വയ്ക്കോ. ഭഗവാന്റേത് നാളെയത്തേത് ഇന്നേ കഴിയും. നമ്മുടെ ഇന്നത്തേത് മറ്റന്നാളാണല്ലോ. എന്നിട്ട് ഭഗവാന്റേത് നാളത്തെ അത്രയ്ക്ക് കേമാണ്. അങ്ങനെ അന്ന് അവിടെ ചെന്ന് താമസിച്ചു. ഇനിയിപ്പോൾ എന്താ ദ്വന്ദ്വയുദ്ധേ ഉള്ളൂ. പിറ്റേന്നാൾ രാവിലെ എണീട്ട് കുളിയൊക്കെ കഴിഞ്ഞു, ജപമൊക്കെ കഴിഞ്ഞു ഉണ്ണികൾ രണ്ടും കൂടി ഇറങ്ങി പുറപ്പെട്ടു. ചാപയജ്ഞം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ദ്വന്ദ്വയുദ്ധം നടക്കുന്ന ശാലയിലേക്കാ ചെന്നത്. അവിടെ വെച്ച മഹാകേമാണ്. ഉണ്ണികൾ രണ്ടാളും കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ മുമ്പിൽ ഒരു ആനയെ നിർത്തിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ വിചാരിച്ചത് ഈ വലിയ ആൾക്കാർ വരുമ്പോൾ മാലയിടിയിക്കാനൊക്കെ ആനയെ നിർത്തൂലോ. അപ്പൊ അതിനെ നിർത്തിയതാണെന്ന് നിരീക്ഷിച്ചത്. ഉണ്ണികൾ രണ്ടാളും കൂടി ഇങ്ങോട്ട് കയറി വരുന്ന സമയത്താണ് ഈ കുവലയാപീഠം എന്ന് പറഞ്ഞ ആന ഭഗവാനെ കുത്താൻ നോക്കിയേ. ഒരു പ്രകോപനമില്ലാണ്ട് കുത്തുകയാണേ. ഭഗവാൻ എന്ത് ചെയ്തു? ആനയുടെ ആ തലയും ഇങ്ങോട്ട് പിടിച്ചിട്ട് ഒരു ഉന്ത അങ്ങോട്ട് കൊടുത്തു. ആന ഒരു 6-7 പറമ്പ് കഴിഞ്ഞ് 8ാമത്തെ റബ്ബർ സ്റ്റേറ്റും കഴിഞ്ഞ് 9ാമത്തെ ഇടവഴിയിൽ പോയി ഒരു കുത്തി ആര് വീണു? ആന വീണു. അപ്പോൾ ആന വിചാരിച്ചു ഈ ചെറിയ സാധനം ഇങ്ങനെ ചെയ്യുന്ന ആനയും വിചാരിച്ചില്ല. ആന ഇടവഴിയല്ലേ, ഏതായാലും കുറച്ചു നേരം അവിടെ നിന്ന് വിശ്രമിക്കാൻ തിരിച്ചു. ഇനിയിപ്പോൾ അവിടെ പോയാലും തിരക്കാവും. അതുകൊണ്ട് ഇടവഴിയിൽ കുറച്ച് വിശ്രമിച്ച് തലചുറ്റിലൊക്കെ മാറിയപ്പോൾ ആന വീണ്ടും എണീട്ട് അവിടേക്ക് തന്നെ വന്നു ഭഗവാന്റെ അടുത്തേക്ക്. എന്നാ ഒന്നും ഒരടക്കം വരണ്ട ആനയ്ക്കതില്ലേ. വീണ്ടും ഭഗവാനെ കുത്താം. ഭഗവാൻ പിന്നെ ആള് ചെറിയ ആളായതിന് ഒതുങ്ങി കൊടുത്തു. പിന്നെയും കുത്താണ്. സ്വൈരം തരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാൻ എന്താ ചെയ്തു വെച്ചോ, ഈ ആനയെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ആനയുടെ 4 കാലും തുമ്പിക്കൈയും വാലും കൂടി ചേർത്ത് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചവിടെ അങ്ങോട്ട് വെച്ചു. അപ്പോഴാണ് ആനയ്ക്ക് മനസ്സിലായത് ഭൂമി എപ്പോഴും തിരിയുന്നുണ്ട്. പണ്ടൊക്കെ എപ്പോഴെങ്കിലും ഞായറാഴ്ച ഉച്ചയ്ക്കൊക്കെ തിരിയണമെന്നേ വിചാരിച്ചായിരുന്നല്ലോ. ഇപ്പൊ ഇത് ഒരു ശാസ്ത്രസത്യേ. അപ്പോഴാ മനസ്സിലായത്. അങ്ങനെ കുറെ നേരം തിരിഞ്ഞു. ഈ ഭൂമി തിരിയൽ നിന്നപ്പം ആന വീണ്ടും ഭഗവാനെ കുത്താൻ തന്നെ. അപ്പൊ ഭഗവാന് മനസ്സിലായി ഇത് വലിയ വിവരമില്ല, പഠിക്കില്ലേ. ഭഗവാൻ എന്താ ചെയ്തു വെച്ചാൽ കുവലയാപീഠം ആനയെ അങ്ങോട്ട് പിടിച്ചിട്ട് അരിശത്തോടെ ചെരിച്ചങ്ങോട്ട് വീഴ്ത്തി ചെരിഞ്ഞ് വീണ ആനയുടെ ഒരു കൊമ്പ് അവിടെ ചവിട്ടി വെച്ചിട്ട് മറ്റേ കൊമ്പ് അങ്ങോട്ട് പറിച്ചെടുത്തിട്ട് ആ കൊമ്പുകൊണ്ട് ആനയുടെ തലയ്ക്ക് ഒരു അടി അങ്ങോട്ട് കൊടുത്തു. ആന ചെരിഞ്ഞു മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ മോശമല്ലേ? ആനയല്ലേ, വലിയ ആളല്ലേ. ആന ചത്തു. ഒരു കൊമ്പൂരി ഏട്ടനും കൊടുത്തു, ഒരു കൊമ്പൂരി ഉണ്ണിയും പിടിച്ചു. രണ്ടാളും കൂടി ഈ തോളത്തെ ഈ കൊമ്പ് ഇങ്ങനെ വെച്ച ആനക്കൊമ്പും വെച്ചിട്ട് നേരെ ആ ദ്വന്ദ്വയുദ്ധശാലയിലേക്ക് കടന്നു പോണ സമയത്താണ് ഈ ആന ചത്തപ്പോഴും
ആനക്കാരനുണ്ടല്ലോ, ആനക്കാരൻ കാരക്കോലും കുന്തും തോട്ടിയൊക്കെ ആയിട്ട് വരിക ആരെ കുത്താൻ? ഈ ഉണ്ണികളെ കുത്താനേ. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? ആനക്കൊമ്പോണ്ട് കൊടുത്തു അച്യുതനായരുടെ തലയ്ക്ക് ഒന്ന്. അതാ കിടക്കണു ആര്? ആനക്കാരനും വീണു. ആനക്കാരൻ അച്യുതനായരാന്നൊന്നും അതിലില്ല കേട്ടോ. നമ്മൾ പറയുമ്പോൾ ഒഴുക്കനെ അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതായാലും ആനക്കാരനെയും കൊന്നു, ആനയും കൊന്നു. രണ്ടാളും കൂടി ഈ തോളത്തി ആനക്കൊമ്പുമായിട്ട് സഭയിലേക്ക് ഇങ്ങനെ കയറി വരിക. അങ്ങനെ വലിയ ഗാലറിയാണ്. അതിലേക്ക് ഇങ്ങനെ കയറി വരുമ്പം അവിടെ എന്താ കഥ? നേരെ ചുറ്റും ഇങ്ങനെ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ, പന്ത് കളിക്കൊക്കെ കണ്ടില്ലേ, കാണാൻ അതേ ജാതി സൗകര്യമൊക്കെ ഉണ്ട്, എല്ലാവിധ സൗകര്യവും ഉണ്ട്. പിന്നെ എന്താ ഒരു പ്രത്യേകത ചോദിച്ചാൽ അവിടെ ഒരു വിശേഷം, എല്ലാവർക്കും അതാത് സ്ഥാനത്തിരിക്കാൻ കേമത്തരൊക്കെ ഉണ്ട്. മാത്രമല്ല ചാണൂരനും മുഷ്ടികനും ട്രൗസറൊക്കെ ഇട്ട് എണ്ണയും തേച്ച് അവർ തയ്യാറായി നിൽക്കുന്നുണ്ട്. പിന്നെ കംസ മഹാരാജാവിന് മാത്രം ഇരിക്കാൻ ഒരു ഉയർന്ന മണ്ഡപം. മണ്ഡപം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പ്രത്യേകതയൊന്നുമില്ല. പ്രത്യേകത ഇല്ലേ ചോദിച്ചാൽ ഉണ്ട്. ഇനി എന്താ വെച്ചാൽ മഹാരാജാവ് കംസൻ ഇരിക്കണ ആ മണ്ഡപം ബാത്ത് അറ്റാച്ചഡാ. എന്താണെന്നോ? അതെന്താ ചോദിച്ചാലേ, ഈ ദേവകീ ദേവിയെ വെളിയഴിച്ച് കൊടുത്തതിന്റെ ശേഷം അപ്പൊ അങ്ങനെയാ 8 എന്ന് കേൾക്കുമ്പോഴേക്ക് മുണ്ട് നനയുക. അത് പുതിയ സിഡ്രം. എന്താ 8 എന്ന് കേൾക്കുമ്പോഴേക്കും ആ മുണ്ട് നനയുന്ന ഒരു വയ്യായി ഉണ്ടല്ലോ, ആ വയ്യായി അത് 8 എന്ന് കേട്ടാ അപ്പം മുണ്ട് നനയും. അതുകൊണ്ട് കംസന്റെ കൊട്ടാരത്തില് കലണ്ടറിൽ 8, 18, 28 ഒന്നും ഉണ്ടാവില്ല. അതിന്റെ മുകളിലൊക്കെ കടലാസ് ഒട്ടിച്ചിട്ടുണ്ടോ. ആരെങ്കിലും ഒന്ന് വർത്തമാനം പറയുമ്പോൾ രാജാവേ മകളുടെ കല്യാണമാണ് എന്നാണാവോ 7-ാം തീയതിയുടെ പിറ്റേന്നാളായിട്ട് വരും, എന്നുവെച്ചാൽ 9-ാം തീയതിയുടെ തലേന്നാളായിട്ട് വരും. 8 എന്ന് പറയില്ല. 8 എന്ന് കേട്ടാൽ മുണ്ട് നനയില്ല. അപ്പൊ പിന്നെ കഷ്ടാവും. എത്ര ചിട്ട മുണ്ട് മാറ്റുക. അങ്ങനെ ഈ ദേവകിയെ വെള്ളിയടിച്ച് കൊടുത്തതിന്റെ ശേഷം ഈ 8-നോട് ഇത്ര വിഷമം ഉണ്ടായത്. അങ്ങനെ ഭയം പേടിച്ചിരിക്കുകയാണ് കംസനെ. ആ കംസൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചാണൂര മുഷ്ടികന്മാരെ തയ്യാറായിട്ട് ഈ ദ്വന്ദ്വയുദ്ധം കാണാൻ സകലമാന കൂട്ടരും ഇങ്ങനെ കാത്തിരിക്കുമ്പം രാമകൃഷ്ണന്മാരിങ്ങനെ കയറി വരിക. അപ്പോഴേക്കും നമ്മുടെ ചാണൂരൻ അവിടെ ഉണ്ടല്ലോ. ചാണൂരൻ മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞു, സഹൃദൈര്യ കലാപ്രേമികളെ, നാം ചിരകാലമായി കാക്ഷിക്കുന്നത് നമ്മുടെ ദ്വന്ദ്വയുദ്ധ സഭ ഇതാ സമാഗതമായിരിക്കുന്നു. വിശിഷ്ടാതിഥികളായ രാമകൃഷ്ണന്മാർ ഇതാ വന്നിരിക്കുന്നു. നമുക്ക് രാമകൃഷ്ണന്മാരെ നിങ്ങൾക്ക് സ്വാഗതം. ഹേ രാമകൃഷ്ണന്മാരെ, നിങ്ങളും കംസമഹാരാജാവിന്റെ പ്രജകളാണല്ലോ. കാട്ടിലും മേട്ടിലും കാളിന്തിക്കരയിലും തമ്മിലടിച്ച് നടന്ന നിങ്ങൾക്ക് ദ്വന്ദ്വയുദ്ധം പുതുമയല്ലല്ലോ. ആയതിനാൽ നിങ്ങളെ ഞങ്ങൾ ദ്വന്ദ്വയുദ്ധത്തിന് ക്ഷണിക്കുന്നു. ഈ കാട്ടിലും മേട്ടിലും നടക്കുമ്പോൾ നിങ്ങൾ കാട്ടുജാതിക്കാരാണല്ലോ, തമ്മിൽ തല്ലി നടക്കണവരാണല്ലോ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഭഗവാൻ അതൊക്കെ മനസ്സിലായി. ഭഗവാൻ അടുത്തേക്ക് വന്നിട്ട് ചാണൂരനോട് പറഞ്ഞു, ചാണൂര മൈക്കൊന്ന് തരുമോ ചോദിച്ചു. എന്റെ മൈക്കൽ ചോദിച്ചു തരുമോ ചോദിച്ചു. അപ്പൊ ഏട്ടൻ പറഞ്ഞു, ഉണ്ണി പരിപാടി കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്താൽ പോരെ ചോദിച്ചു. പരിപാടി കഴിഞ്ഞ അത്ര ആൾക്കാർ കേൾക്കാൻ ഉണ്ടാവില്ല ഏട്ടാ എന്നും പറഞ്ഞു. എന്താ അത്? എല്ലാരും നീട്ട് പോവല്ല, എല്ലാരും വിലങ്ങനെ പോവും. കുത്തനെ വന്നവരൊക്കെ എന്താ അത്? കുത്തനെ വന്നവര് വിലങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയൊക്കെ മതിയത്. ഏതായാലും ഭഗവാൻ പറഞ്ഞു, കംസമഹാരാജാവിനും ചാണൂര മുഷ്ടികാദികൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വക അഭിവാദ്യം. പിന്നെ മാത്രമല്ല, ഞങ്ങളും കംസമഹാരാജാവിന്റെ പ്രജകളാണ്. പിന്നെ കാട്ടിലും മേട്ടിലും കാളിന്തിക്കരയിലൊക്കെ കുറേശ്ശെ തമ്മിലടിച്ച് നടന്നവരൊക്കെ തന്നെയാണ്, അല്ലാന്നൊന്നുമില്ല. എന്നാലും ദ്വന്ദ്വയുദ്ധത്തിൽ നിങ്ങളുടെ എത്ര മിടുക്കുണ്ടെന്ന് അങ്ങനെ അഭിപ്രായം ഇല്ല. എന്നാലും നമുക്കൊരു കൈ നോക്കാമെന്നും പറഞ്ഞു. ഭഗവാൻ ഒന്നും പറയണ്ട. ചാണൂര മുഷ്ടികന്മാരോട് കൂടിയിട്ട് ഭഗവാൻ രാമനും കൃഷ്ണനും ആ ദ്വന്ദ്വയുദ്ധത്തിന്റെ ആ സ്ഥാനത്തേക്ക് അങ്ങോട്ട് നടന്നു. അപ്പോഴേക്ക് കാണാൻ വന്നവര് പറഞ്ഞു, അയ്യോ ഈ ചെറിയ കുട്ടികളെയാണോ ഇത്ര ശവമെന്ന് കുട്ടികളെയാണോ കൊല്ലാൻ പോണത് എന്ന് ചോദിച്ച ആളുകൾ ഇങ്ങനെ വ്യസനമൊക്കെ പറഞ്ഞു. പക്ഷെ രാമകൃഷ്ണന്മാരെ ഈ ദ്വന്ദ്വയുദ്ധത്തിന്റെ സ്ഥാനത്തേക്ക് വന്നപ്പോഴേക്ക് ചാണൂരിനും രണ്ടാളും കൂടി, ചാണൂരിനോട് ഭഗവാനും മുഷ്ടികനോട് ബലഭദ്രസ്വാമിയും കൂടി അങ്ങോട്ട് തുടങ്ങി യുദ്ധം തുടങ്ങിയപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിച്ചു, ഒരടിക്ക് തീർക്കല്ലേ ഏട്ടാ ചോദിച്ചു. അപ്പൊ ഏട്ടമ്മ വേണ്ട കുട്ടി, ഒരടിക്ക് തീർക്കരുത്. എന്താ വെച്ചോ, ആ നാരദ മഹർഷിക്ക് 5000 ടിക്കറ്റ് വാങ്ങിയിട്ടാണ് മുമ്പിൽ ഇരിക്കുന്നത്. ഇതൊരടിക്ക് തീർത്ത അദ്ദേഹം പറയില്ലേ, ഞാൻ വെറുതെ ഒന്നും ഉണ്ടായില്ലേ പറയും. അവർക്കൊക്കെ എന്തെങ്കിലും ലേശം വേണ്ടേ കുട്ടിയെ കാണാൻ, കുറച്ചു നേരം കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഒരു 1/4-3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയിട്ടാവാന്നും പറഞ്ഞു. ശരി ഏട്ടൻ പറഞ്ഞ പിന്നെ അതില് അഭിപ്രായ വ്യത്യാസമില്ല. കുറച്ചു നേരം അങ്ങോട്ട് യുദ്ധം ചെയ്തു. 1/2 മണിക്കൂറൊക്കെ അങ്ങോട്ട്. അപ്പൊ ചാണൂരനും മുഷ്ടികനാണെങ്കിൽ ഇങ്ങനെ വാങ്ങുക, ട്രൗസറിന്റെ കീശയിലേക്ക്. ട്രൗസർ ഇട്ടത് നന്നായി, ഇതിപ്പോ കൊണ്ടുപോയി മതിലുമ്പിൽ വെച്ച് വരാനുള്ള സമയമില്ലേ, വാങ്ങുക, കീശയിലേക്ക് വാങ്ങുക. അതിനിടയ്ക്ക് കൊടുക്കാനെടുക്കുമ്പോഴേക്ക് വാങ്ങാനുള്ള ധൃതി കൊണ്ട് ഇങ്ങനെ അടി അങ്ങോട്ട് കൊണ്ടിട്ട് അങ്ങോട്ട് എന്താ പറയുക, പരുത്തി പോലെയായി. ഇങ്ങനെ കൊടുക്കാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിച്ചു, വല്യേട്ടാ ഇതിപ്പോ നമ്മൾ കൊന്നില്ലാച്ചാൽ ഇത് വെറുതെ ചാവും, അത് വേണോ ചോദിച്ചു. എന്നാ വേണ്ടാന്ന് പറഞ്ഞു. ഒരടിക്ക് രണ്ടിനെയും അങ്ങോട്ട് കൊന്നു. ചാണൂരനെയും മുഷ്ടികനെയും രണ്ടാളും കൂടി കൊന്നു. ചാണൂരനും മുഷ്ടികനും മരിച്ചപ്പോഴേക്ക് വേഗം കൊട്ടാരമ്മക്ക് ആംബുലൻസ് വന്നു. മൃതശരീരം മോർച്ചറിക്ക് കൊണ്ടുപോയി മൈതാനം ഒഴിഞ്ഞു. അപ്പോഴൊക്കെ നോക്കൂ, നമ്മുടെ നന്ദഗോപരും കൂട്ടരൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവരുടെയൊക്കെ ആളുടെ കൂട്ടത്തെ കുട്ടികൾ, ഗോപാലബാലന്മാരൊക്കെ വന്നവരാ ഗാലറിയിൽ ഇരിക്കണ്ടേ.
എല്ലാവരും ഉണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ശ്രീരാമ, സ്വകൃഷ്ണ, സുബല, വരിക വരിക. എല്ലാവരും ഇങ്ങോട്ട് വിളിച്ചു. കുട്ടികൾ കുറെ പേരുണ്ടേ, നന്ദഗോപരുടെ കൂടെ വന്നവര്. ഈ ഉണ്ണിയോളെ ഇങ്ങോട്ട് വിളിച്ച സമയത്ത് ഉണ്ണിയോളെല്ലാരും കൂടി നെല്ലിക്കക്കൊട്ട മറിഞ്ഞ മാതിരി കിലി 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 കിലാന്നും പറഞ്ഞിട്ട് ഒഴുകി ഇങ്ങോട്ട് വന്നില്ലേ. എല്ലാവരും കൂടി ആ കാളിന്തിക്കര എന്നുള്ള മട്ടിൽ അവർ ഓടി ചാടി കൂകിയും പാടിയും പറഞ്ഞും ലഹളമയം. കുട്ടികളുടെ കളി എങ്ങനെയാണല്ലോ. അപ്പോഴാണ് കംസൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, വസുദേവരെ കൊല്ലു, ദേവകിയെ കൊല്ലു, നന്ദഗോപരെ കൊല്ലു, യശോദയെ കൊല്ലു, രാമകൃഷ്ണന്മാരെ കൊല്ലു. ഇല്ലു 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 എന്നേ കേൾക്കാനുള്ളൂ. ബഹളത്തിലേ ഒന്ന് മിണ്ടാണ്ടിരിക്കും കുട്ടികൾ. അമ്മാവൻ എന്തോ പറയും, മിണ്ടാണ്ടിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ നിശബ്ദരാക്കി. അപ്പോഴാണ് മനസ്സിലായത് അമ്മയും അച്ഛനെയും കൊല്ലണ കാര്യമാണ് ആര് പറയണത്, കംസനെ. അപ്പൊ പറഞ്ഞു, നിങ്ങളെ കളി അങ്ങോട്ട് തുടങ്ങിക്കോളൂ, എല്ലാരും കൂടി ഞാനൊന്ന് അമ്മാവനെ കണ്ടിട്ട് വരാം, തിരിച്ചു വന്ന് ഞാൻ അങ്ങോട്ട് കൂടിക്കോളാം കളിയിലേക്ക് എന്നും പറഞ്ഞു. ശരി എന്നും അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ആ കംസ മഹാരാജാവ് ഇരിക്കുന്ന ദിക്കിലേക്ക് ആ ഗാലറിയിൽ നിന്ന് ചാടി 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 അങ്ങോട്ട് കയറി ചെന്നു. എൻ്റെ അടുത്തേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ വരുന്നത് കണ്ടപ്പം സാധാരണ ഈ അമ്മാവന്മാരൊക്കെ മരുമക്കളെയൊക്കെ കാണുമ്പോൾ മുണ്ടിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ശർക്കര ഉപ്പേരി വരട്ടി ഉപ്പേരി അങ്ങനെ ഉണ്ടല്ലോ, ഒക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കും. അങ്ങനെയൊക്കെയല്ലേ കൊടുക്കുക. അന്നൊന്നും മിഠായി ഒന്നും ഇല്ലല്ലോ. അപ്പൊ ശർക്കര വരട്ടി ഇങ്ങനെ എടുത്ത. അപ്പൊ ഇങ്ങനെ എടുത്ത് ഇത് ഇവിടുന്നല്ല എടുത്തത്, വാളും ഇങ്ങോട്ട് ഊരി ഇങ്ങോട്ട് പിടിച്ചു കംസൻ. ഭഗവാനാണെങ്കിൽ ആദ്യമായിട്ടാണ് അങ്ങനെ അടുത്തുനിന്ന് കാണുന്നത് അമ്മാവനെ. അമ്മാവാന്ന് ആ ഒരു ഭാവത്തിൽ ഓട്ടിയും ഇങ്ങോട്ട് ചെന്നു. ഉണ്ണികളൊക്കെ അങ്ങനെയാണ്. അമ്മാവനെയും മുത്തപ്പനെയും മുത്തശ്ശനെയും ഒക്കെ കണ്ട ഓട്ടി ഇങ്ങോട്ട് വന്ന ഒരു പിടുത്തം, ആവോ എന്നുള്ള മട്ടിലൊരു പിടുത്തം. പിടിച്ചത് മുടിയുമ്പിലായി പോയി. അങ്ങനെയുള്ള കുട്ടികൾ വന്ന് പിടിക്കാൻ പൂണൂല് പിടിക്കും, കുടുംബയും മുടിയൊക്കെ അടുക്കനൊക്കെ പിടിക്കില്ലേ. ഇത് പിടിച്ചത് മുടിയുമ്പിലായി പോയി. പട എന്ന് പറഞ്ഞ ശബ്ദം കേട്ടു. കംസൻ അതാ കിടക്കണം നിലത്തേക്ക്. അപ്പോഴേക്ക് കൊട്ടാരം മക ഡോക്ടർ വന്ന് പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, സഡൻ അറ്റാക്ക് എന്നും പറഞ്ഞു. അപ്പൊ ആരോ ചോദിച്ചു, വെന്റിലേറ്ററിലേക്ക് മാറ്റിയാലോ ചോദിച്ചു. അപ്പൊ ആരോ പറഞ്ഞു, ഡോക്ടർ തന്നെയാ തോന്നണോ പറഞ്ഞത്, ഇല്ല ഇനി വെന്റിലേറ്ററും ജനാലയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, സംഗതി പോയി എന്നും പറഞ്ഞു. നമ്മളെ കംസവധത്തിന് കാത്തിരുന്നത് മുണ്ടൊക്കെ ചീറ്റി. ചിലരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, ഒന്നും വേണ്ടി വന്നില്ല, വെറുതെ ചത്തു. ആര് ഭഗവാൻ കൊന്നു എന്നൊക്കെയാ പറയേ. ഭഗവാൻ കൊന്നിട്ടൊന്നും കെട്ടിപ്പിടിച്ചിട്ട് ചത്തു ആരെങ്കിലും? ഒന്ന് വാളും ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചപ്പോഴേക്കെ പേടിച്ചിട്ട് ആര് ചത്തുപോയി? കംസൻ മരിച്ചുപോയി. അയ്യോ ഒന്നും പറയണ്ട. അപ്പോഴേക്ക് കംസനൊക്കെ മരിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? അവിടുന്ന് ഓടി. രാമകൃഷ്ണന്മാര് രണ്ടാളും കൂടി കാരാഗ്രഹത്തിൽ കിടക്കുന്ന അച്ഛനും അമ്മയുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നു. അപ്പോഴേക്ക് അവരെ ചെന്ന് സ്വതന്ത്രരാക്കി. അവിടുന്ന് വേഗം പോന്നു. ഉഗ്രസേന മഹാരാജാവ് കാരാഗ്രഹത്തിലുണ്ടായിരുന്നു. ഉഗ്രസേന മഹാരാജാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ട്. ഈ കംസന്റെ അച്ഛനാണേ ഉഗ്രസേന മഹാരാജാവ്. ഈ നമ്മുടെ ഭാരതത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണേ, അച്ഛനെ പിടിച്ച് ജയിലിലിട്ടിട്ട് രാജ്യം ഭരിച്ച മഹാനായ രാജാക്കന്മാരുണ്ടായിരുന്നില്ല. നമ്മൾ കുറെ പഠിച്ചിട്ടില്ലേ മഹാനായ, അങ്ങനെ പറയാൻ പാടില്ല എന്നോ, എന്താ അറിയില്ല, അങ്ങനെയാ വരുന്നേ. അങ്ങനത്തെ രാജാക്കന്മാരെ നമ്മുടെ ഈ ഭാരതീയ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നില്ല. അച്ഛനെ ഒന്നും പിടിച്ച് ജയിലിലിട്ടിട്ട രാജാവായ ദുഷ്ട സമ്പ്രദായക്കാർ, അങ്ങനത്തെ ചില പാരമ്പര്യമൊക്കെ പിന്നീട് നമ്മുടെ നാട്ടിൽ കുടിയേറി വന്ന സമ്പ്രദായങ്ങളാണ് അതൊക്കെ. ആ ദുഷ്ടതയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ്. ആ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഈ കംസനാണ് ആദ്യമായിട്ട് തൻ്റെ അച്ഛനെ പിടിച്ച് ജയിലിലിട്ടിട്ട് രാജാവായത്. ആ കംസന്റെ ഗതി അപ്പൊ നമ്മൾ കണ്ടത്. വിലങ്ങനെ കൊണ്ടുപോയതുണ്ടല്ലേ ആംബുലൻസില്, അതന്നെ കഴിഞ്ഞില്ലേ അത്. അങ്ങനെ കംസ മഹാരാജാവിനെ കൊന്നു. വസുദേവരെയും ദേവകി ദേവിയെ സ്വതന്ത്രരാക്കി. അവർക്ക് വലിയ സന്തോഷമായി. പിന്നെ ഈ ഉഗ്രസേനരെ സ്വതന്ത്രനാക്കിയിട്ട് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. രാജാവായിട്ട് വാഴിച്ചു. ഉഗ്രസേനര് രാജാവായിട്ട് വേണം. ഒക്കെ ഭംഗിയായി. എല്ലാം കഴിഞ്ഞപ്പോഴാണേ ഉണ്ണിയോളുടെ ഊന്നയനൊന്നും കഴിഞ്ഞിട്ടില്ലേ. ആരെ? രാമകൃഷ്ണന്മാരുടെ. അങ്ങനെ ഗർഗ മഹാമുനിയെ കൊണ്ട് ഊന്നയനൊക്കെ കഴിച്ചു. ഗംഭീരയുടെ ഊന്നയനം കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസമാണല്ലോ. അങ്ങനെ വിദ്യാഭ്യാസത്തിന് അന്ന് ഒരു മഹാനായ വിദ്വാൻ ഉണ്ട്. അവിടെ കാശിയിലൊക്കെ പോയി പഠിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ പേര് സാന്ദീപനി എന്ന് പറയും. ഈ സാന്ദീപനി മഹർഷിയുടെ ഇല്ലത്തൊക്കെയാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ അവിടെ ചെന്ന് പഠിച്ചു എല്ലാ വിദ്യകളും. 4 വേദങ്ങൾ, 6 വേദാംഗങ്ങൾ, 6 ശാസ്ത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ എല്ലാം പഠിച്ചു. മാത്രമല്ല 64 കലകളും പഠിച്ചു. എത്ര ദിവസം കൊണ്ട്? അതാണ് പ്രത്യേകത. 64 ദിവസം കൊണ്ട്. നമ്മുടെ കുട്ടികളെ കണ്ണിമാങ്ങ പെറുക്കി നടക്കുന്ന കാലത്ത് കുട്ടികൾ പഠിപ്പ് കഴിഞ്ഞ് പോന്നോന്ന്. നമ്മുടെ മക്കൾ 2 മാസം എന്താ ചെയ്യുന്നത്? കണ്ണിമാങ്ങ പെറുക്കി നടക്കന്നെ. കളിച്ച് ചിരിച്ച് നടക്കുന്ന കാലത്ത് കുട്ടികള് അതൊക്കെ അതല്ലേ പറഞ്ഞത്. 64 ദിവസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം? 2 മാസം കഴിഞ്ഞ ചില്ലറ ദിവസമല്ലേ ഉള്ളൂ. പഠിക്കാൻ ബുദ്ധിയും ഇവരൊക്കെ ഉള്ളതാച്ചാൽ 64 ദിവസമൊക്കെ വേണ്ടു. അല്ലാത്തതിന് നമ്മൾ 90 കൊല്ലം പഠിപ്പിച്ചാലും പഠിപ്പിക്കണമെന്ന് പ്രാന്താവുക എന്നല്ലാതെ മറ്റേതിനും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇതിന് മുമ്പിലിരിക്കണേന് ശരിയല്ലേ? ഇത് അതത്ര കേമാണേ.
അമ്പോ പഠിപ്പ് കഴിഞ്ഞു വന്നു. സാന്ദീപനി ഗുരുനാഥനെ നമസ്കരിച്ചു. ഗുരുനാഥ, എന്താ ഇവിടത്തേക്കൊന്ന് ദക്ഷിണയായിട്ട് തരിക ചോദിച്ചു. സാന്ദീപനി മഹർഷി പറഞ്ഞു, എനിക്ക് അങ്ങനെ ദക്ഷിണയൊന്നും വേണ്ട. അല്ല ഗുരുനാഥ, ഞാൻ അങ്ങക്ക് വേണിച്ചിട്ടല്ലേ, ഞങ്ങൾക്കൊരു സന്തോഷം, ഇവിടത്തേക്ക് ഒന്ന് തുവച്ച് നമസ്കരിക്കണം എന്നൊരു മോഹമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം കുട്ടികള് സാധാരണ കുട്ടികളല്ല, മഹാകേമന്മാരാണേ. അപ്പൊ പറഞ്ഞു, അങ്ങനെ അച്ഛൻ എൻ്റെ ഒരു ഉണ്ണി ഉണ്ടായിരുന്നു, പണ്ട് പ്രഭാസത്തിൽ മരിച്ചു പോയതാണ് ആ ഉണ്ണി. ആ ഉണ്ണിയെ തിരിച്ചുകൊണ്ടുവന്ന് തന്നു വെച്ചാൽ സന്തോഷമായി എന്നും പറഞ്ഞു. ഗുരുനാഥ, അങ്ങ് ഒന്ന് കൈ തലയിലേക്ക് ഒന്ന് വെച്ച് അനുഗ്രഹിച്ചോളൂ, ഇവിടുത്തെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കും എന്നും പറഞ്ഞു. ശരി, അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം വാങ്ങി കുമാരന്മാര് രണ്ടാളും കൂടി നേരെ പ്രഭാസത്തിൽ ചെന്നു. പ്രഭാസം കടലിന്റെ കരയാണ്. അവിടെ ചെന്നിട്ട് വരുണനോട് ചോദിച്ചു, വരുണ, നമ്മുടെ ഗുരുനാഥന്റെ ഉണ്ണി ഉണ്ടോ ഇവിടെ ചോദിച്ചു. വരുണൻ പറഞ്ഞു, ഞാൻ കുട്ടികളെ പഠിത്തൊക്കെ നിർത്തിയിട്ട് കുറെ കാലമായി എന്നും പറഞ്ഞു. പിന്നെ എവിടെ ചോദിച്ചു. ഇവിടെ എൻ്റെ അടുത്തില്ല കുട്ടികളെ. ഇപ്പൊ ഈ സമുദ്രത്തിന്റെ അടിയിലെ പഞ്ചജനൻ എന്ന പേരായിട്ട് ഒരു അസുരൻ താമസിക്കേണ്ട ഒരു ശംഖിന്റെ ഉള്ളില്, ഞാൻ അവനെങ്ങാനോ പിടിച്ചോണ്ടോയോ നിശ്ചല്ലോ എന്ന് ചോദിച്ചോളൂ എന്നും പറഞ്ഞു. അടിയിൽ ചെന്ന് പഞ്ചജനോട് ചോദിച്ചു, പഞ്ചജന, നീ എന്റെ ഗുരുനാഥന്റെ ഉണ്ണിയെ പിടിച്ചോ ചോദിച്ചു. ഉണ്ടച്ചാ ഉണ്ട്, ഇല്ലച്ചാ ഇല്ലെന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യനാ ചോദിച്ചത്, യെസ് ക്വസ്റ്റ്യൻ അല്ല. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതി. ഇവൻ എന്താ ചെയ്തു? ഉത്തരം പറയല്ല ചെയ്തത്, കൈ മടക്കി ഭഗവാനെ തല്ലാനാ വന്നത്. പഞ്ചജനെ ഭഗവാൻ പിന്നെ അങ്ങനെ തല്ല് വാങ്ങിയില്ല, കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് തല്ലാൻ വന്നവനോ ഒറ്റ അടി അങ്ങോട്ട് കൊടുത്തു. പഞ്ചജനൻ ചത്തുപോയ പഞ്ചജനന്റെ ശംഖിന്റെ ഉള്ളിലൊക്കെ തെരഞ്ഞു, അവിടെ ഒന്നും ഉണ്ണിയില്ല. എന്ത് ചെയ്യും നീ? എവിടെ പോവും? ഉറുക്കം ശംഖിലൊക്കെ നോക്കിയിട്ടില്ലേ? ഉടുക്ക ഈ പഞ്ചജനെ കൊന്ന ശംഖ് ഭഗവാൻ കൈക്കലാക്കി. ആ ശംഖാണ് ഭഗവാന്റെ കയ്യിലിരിക്കണേ. പഞ്ചജന്യം ഹൃഷികേശോ എന്ന് പറഞ്ഞില്ലേ? പാഞ്ചജന്യം എന്ന് പറഞ്ഞ ശംഖ പഞ്ചജനനെ കൊന്നപ്പോ കിട്ടിയ ശംഖാണ് എന്ന് പറയും. പിന്നെ ഇപ്പൊ എവിടേക്കാ പോവുനി? ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരെ നടന്നത് എവിടേക്കാന്നറിയോ? യമധർമ്മന്റെ കൊട്ടാരത്തേക്ക് നടന്നു. സംയമനി എന്നതിന്റെ പേര്. എന്താ പേര്? സംയമനി. ഈ സംയമനി എന്ന് പറഞ്ഞ യമധർമ്മരാജാവിന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോ യമധർമ്മൻ ചാടി എഴുന്നേറ്റ് വന്ന് ഭഗവാനെ തൊഴുതു. ഭഗവാൻ എന്താ ഇവിടേക്ക് എഴുന്നള്ളാന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, യമധർമ്മ മഹാരാജാവേ, നമ്മുടെ ഗുരുനാഥന്റെ ഉണ്ണി ഉണ്ടോ ഇവിടെ ചോദിച്ചു. അപ്പൊ യമധർമ്മൻ ചോദിച്ചു, എന്താ ഉണ്ണിയുടെ പേര് ചോദിച്ചു. പേര് പറഞ്ഞു കൊടുത്തു. ഡേറ്റ് ഓഫ് ഡെത്ത് ഓർമ്മയുണ്ടോ ചോദിച്ചു. അത് ഓർമ്മയുണ്ട്. അവർ അതും പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോക്കി, മണിയടിച്ചു. അപ്പൊ മറ്റേ മീശക്കാരൻ വന്ന പ്യൂണാണേ. എടാ 139ാമത്തെ നമ്പർ മുറിയില്ലേ, ആ മുറിയിൽ നിന്ന് ആ ഉണ്ണിയും ഇങ്ങോട്ട് കൂട്ടിക്കോളൂ, ആ ഫയൽ എടുത്തോളൂ എന്നും പറഞ്ഞു. അവൻ ഇവൻ പോയിട്ട് വേഗം ഒരു ഉണ്ണിയും കൊണ്ടുവന്നു, ഫയലും കൊണ്ടുവന്നു. ഉണ്ണിയെ യമധർമ്മന്റെ കയ്യിൽ കൊടുത്തു. യമധർമ്മൻ ഭഗവാന്റെ കയ്യിൽ ഉണ്ണിയെ കൊടുത്തിട്ട് പറഞ്ഞു, തന്നെയല്ലേ ഉണ്ണിയെ ചോദിച്ചു. ഉണ്ണി തന്നെയാണെന്നും പറഞ്ഞു. ഫയൽ ഇങ്ങോട്ട് വാങ്ങി. യമധർമ്മൻ എന്തോ അതിൽ എഴുതി, പച്ചമഷി കൊണ്ടൊക്കെ ഇങ്ങനെ എഴുതി, എന്തൊക്കെയോ എഴുതി. ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ അതിന്റെ അടിയിൽ റിസീവ്ഡ് എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഉണ്ണിയെ കൊണ്ടുപോകുന്നു. കാലന്റെ ആഫീസില് ആദ്യമായിട്ടും അവസാനമായിട്ടും ഈ റിസീവ്ഡ് ഫയൽ ഒന്നേ ഉള്ളൂ. അത് ഏതാണെന്നറിയോ? ഇതാണത്. ഇനി മുമ്പുണ്ടായിട്ടില്ല, പിമ്പ്. നോക്കിപ്പോ എന്താ ഉണ്ടായത്? കാലന്റെ ആഫീസിൽ നിന്ന് പേര് വെട്ടിച്ച് കൊണ്ടുവരിക ഉണ്ടായത്. നമ്മളൊക്കെ എവിടുന്ന പേര് വെട്ടിക്ക്? അപ്പുറത്തെ സ്കൂളിൽ നിന്ന് നമ്മുടെ മകന്റെ പേര് വെട്ടിച്ച് ഇപ്പുറത്തെ സ്കൂളിലേക്ക് കൊണ്ടുവരും. എന്താ കാരണം? അപ്പുറത്തെ സ്കൂളിലെ ടീച്ചറിന്റെ കണ്ണെറിഞ്ഞ് പൊട്ടിച്ചില്ലേ മകൻ, അതിന് ഇപ്പുറത്തെ സ്കൂളിലേക്ക് കൊണ്ടുപോയത്. അവർ ചേർത്തിയതുമില്ല. എന്താ കാരണം? അവിടുത്തെ ടീച്ചർമാർക്കും കണ്ണുണ്ടേ, അവരവിടെ ചേർത്തിയില്ല. അങ്ങനെയൊക്കെ നമുക്ക് പറ്റുള്ളൂ. ഇത് കാലന്റെ മരിച്ചു പോയ ആളെയാണ് ആര് തിരിച്ചു കൊണ്ടുവന്നു? ആലോചിച്ച് നോക്കും. ഗംഭീര. ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ കുറെ കാലമായി ഇപ്പൊ വൃന്ദാവനത്തിൽ നിന്ന് പോന്നിട്ടേ അമ്മയും അച്ഛനും വംശത്തിലെ നന്ദഗോപുരം യശോദിക്കാന്ന് കരഞ്ഞ് നിലവിളിച്ച് വിഷമിച്ചിട്ടാ പോയത്. ഉണ്ണിനി വരില്ലല്ലോ, ഉണ്ണിനി കൂടെ ഇല്ലല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ ആ സങ്കടം ആലോചിച്ചപ്പം അച്ഛൻ്റെ അമ്മയുടെ ഒരു കാര്യം എന്താ ഇനിയിപ്പോ ഒന്ന് പോണം, അവിടെ അവരൊക്കെ ഒന്ന് കാണണം, ഒന്ന് നമസ്കരിക്കണം, കുറെ വർത്തമാനം പറയണം. ആ ഗോപികമാരും ഉണ്ടാവും ഇങ്ങനെ വേവലാതിപ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞ അമ്മാവന്റെ കാര്യം നേരെയായി, വരാമാവന്റെ കാര്യമൊക്കെ നേരെയായി. ഇപ്പൊ എന്നിട്ട് പോകാൻ പറ്റിയോ? ഇവിടെ അച്ഛൻ ഒരു കൂട്ടം തിരക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പറ്റണില്ല. എപ്പോഴും ഒരു ഉത്തരവാദിത്തമുള്ള മട്ട്. എന്താപ്പ ചെയ്യുക? ഇങ്ങനെയാ ഈ അമ്മയൊക്കെ വല്ലാതെ വിഷമിക്കുണ്ടാവും. അച്ഛനൊക്കെ അവിടെ നരകിച്ച് വിഷമിച്ചിട്ട് അങ്ങോട്ട് മെലിഞ്ഞിട്ടുണ്ടാവും. അത് ആലോചിക്കുമ്പോൾ വയ്യ, ഒന്നും കഴിക്കേണ്ടാവില്ലേ? എന്നാ എന്തെങ്കിലും ഒന്ന് ആരെങ്കിലും ഒരാളെ പറഞ്ഞയച്ച് വിവരം അറിയിച്ചാലും, നമ്മളിപ്പോ നേരെ പോകാൻ പറ്റിയിട്ട് ഇടയ്ക്കൊന്ന് ഫോണിൽ വിളിച്ചാലും ഒരാശ്വാസം ഉണ്ടാവേ. അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയിട്ട് ആരെങ്കിലും ഒരാളെ പറഞ്ഞയച്ച് വിവരമൊക്കെ ഒന്ന് അറിയിക്കുക. അതിന് ആരെയപ്പൊ ഒന്ന് പറഞ്ഞയക്കുക? അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ ഒരു സമ്പ്രദായമൊക്കെ വേണ്ടേ? ആരെയും അപ്പൊ നല്ലൊരു മട്ടുമാതിരി ഉള്ളവരാരെങ്കിലും പോകുക നല്ലത്. ആരെങ്കിലും പറഞ്ഞയച്ച വിപരീതവും. നോക്കുമ്പോഴാണെങ്കിലോ അങ്ങനെ ഒരു യോഗ്യൻ ഒരാളുണ്ട്. അതാരാന്ന് വെച്ചിട്ടോ നമ്മുടെ കൂട്ടത്തില് നല്ല വിവരമുള്ള ആളാണ്. അദ്ദേഹം കൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദൈതസഖാം ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാൽ ഉദ്ധവോ ബുദ്ധി സത്തമ. ഉദ്ധവര് അദ്ദേഹം ബുദ്ധിയുണ്ട്,
പിന്നെ എന്താ അതല്ലേ വൃഷ്ണീനാം, യാദവന്മാരുടെ ശ്രേഷ്ഠനായ മന്ത്രിയാണ്. കൃഷ്ണസ്യ ദൈതസഖ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനും കൂടിയാണ്. ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാൽ, ബൃഹസ്പതിയുടെ നേരെ ശിഷ്യനാണ്. നേരെ ശിഷ്യൻ എന്നൊക്കെ പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ച ആളൊന്നും അല്ല അത്. നേരെ അതാണ് സാക്ഷാൽ എന്നൊക്കെ പറഞ്ഞത്. മറ്റതൊക്കെ ഓൺലൈനിൽ പഠിച്ചവരും ഉണ്ടാവും. അതൊക്കെ കുറെ മാവിന്റെ ചോട്ടിലാവും ഓൺലൈൻ ഉണ്ടാവുക, ഫോൺ പൂമുഖത്തും. അങ്ങനത്തെ ക്ലാസ് ഒന്നും അല്ല അത്. അത് സാക്ഷാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുമ്പിലിരുന്ന് പഠിച്ച മഹായോഗ്യനാണ്. ഉദ്ധവോ ബുദ്ധേ സത്തമ, മഹായോഗ്യൻ അദ്ദേഹത്തെ അയക്കാം. ഉദ്ധവരെ അങ്ങൊന്ന് വൃന്ദാവനം വരെ പോയി അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊക്കെ ചെന്നൊന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കണം. നല്ലോണം വിഷമമൊക്കെ തീർത്തിട്ട് പോരാ, എന്തും കൂടി വേണം, ഗോപികമാരെയും കണ്ടൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കണം. അവർക്കൊക്കെ പാവം കുറച്ച് അറിവില്ലേക്ക് ഉണ്ട്. അങ്ങ് വിദ്വാനല്ലേ, കുറച്ചൊക്കെ വിവരമൊക്കെ ഉള്ള വർത്തമാനമൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല ബോധ്യം വരുത്തി കൊടുക്കണേ ഉദ്ധവരെ എന്ന് പറഞ്ഞു. ഉദ്ധവരായിക്കോട്ടെ, ഇവിടുന്ന് കൽപ്പിച്ച അടിയാൻ പോയിക്കോളാം. ഉദ്ധവര് തൊഴുത് വിടവാങ്ങി പോകുന്നു. ഇങ്ങോട്ട് ഭഗവാൻ പറഞ്ഞ മാതിരി വൃന്ദാവനത്തേക്ക്, അദ്ദേഹം വൃന്ദാവനത്തേക്ക് നേരത്തെ പുറപ്പെട്ടു. ഏതാണ്ട് ഉച്ച തിരിഞ്ഞപ്പോൾ വൃന്ദാവനത്തിലെത്തി. നന്ദഗോപരാണെങ്കിൽ നല്ലോണം ഉദ്ധവരെ നന്നായിട്ട് സൽക്കരിച്ചു. വേണ്ട മാതിരിയൊക്കെ എന്നിട്ടോ ഭോജിതം പരമാന്നേന, ഭക്ഷണമൊക്കെ കൊടുത്തു. വിഷ്ണുടെ നല്ലതായിട്ട് വേണ്ട മാതിരി സംവിഷ്ടം കശിപോ സുഖം, വേണ്ട മാതിരി ഇരുത്തി ക്ഷീണമൊക്കെ തീർത്ത് ഗതശ്രമം പര്യവൃച്ഛൽ, ക്ഷീണം തീർന്നപ്പോ ചോദിച്ചു, എന്ത് കച്ചിതംഗ ഉണ്ണിയെ, കച്ചിതംഗ മഹാഭാഗ സഖാന ശൂരനന്ദന ആസ്തേ കുശലി ചോദിച്ചു. ആ ഉണ്ണി അവിടെ സുഖമായിട്ടിരിക്കണില്ലേ ഉദ്ധവരെ? ക്ലേശമൊന്നുമില്ലല്ലോ, ആഹാരമൊക്കെ കഴിക്കണുണ്ടോ? ഇവിടെ ആവുമ്പോ എപ്പോഴും അച്ഛൻ അച്ഛൻ അമ്മ അമ്മ എന്നൊരൊറ്റ വിചാരേ ഉണ്ടായിരുന്നുള്ളൂ. കംസനൊക്കെ മരിച്ചു, സജ്ജനങ്ങൾക്കൊക്കെ നന്മയായി. എന്നാലും അതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കിട്ടിയല്ലോ ഭാഗ്യം. എന്തേപ്പ പറയണ്ടു? എപ്പോഴെങ്കിലും എന്തെങ്കിലും വർത്തമാനം പറയുമ്പം അഭിനസ്മരതി കൃഷ്ണ, ഞങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുന്നത്, ഇവിടത്തെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ അങ്ങ്? ഉദ്ധവരെ ചോദിച്ചു. അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ ഈ വൃന്ദാവനത്തെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും? അപ്യായാസ്യതി ഗോവിന്ദ, ഗോവിന്ദൻ എന്നെങ്കിലും ഒരു ദിവസം ഇവിടേക്ക് വരുമോ? വന്നു വെച്ചാൽ അല്ലേ എന്താണ്ടാവണത്? തരിഹി ദ്രക്ഷ്യാമ തദ്വക്ത്രം സുനസം സുസ്മിതേക്ഷണം. അങ്ങ് വന്നു വെച്ചാൽ ആ തിരുമുഖം ഒന്ന് കണ്ട് തൊഴാറുന്നു, ഒരു സന്തോഷമായിരുന്നു. എപ്പോഴെങ്കിലും വരും എന്ന് പറഞ്ഞു. എന്തൊക്കെ ദുരിതങ്ങളായി വൃന്ദാവനത്തിലുണ്ടായത്. കലശലായിട്ട് കാട്ടുതീയുണ്ടായി, കഠിനമായി മഴ പെയ്ത കാലുണ്ട്, ദുഷ്ടനായ പാമ്പ് വന്ന് പുഴയിൽ വന്ന് കൂടിയിട്ട് വിഷം കലക്കി നാശം ഉണ്ടാക്കിയ കാലുണ്ട്. ഇങ്ങനെ മരണകാരണങ്ങളായ ദുരിതങ്ങൾ എന്തൊക്കെയാ ഇവിടെ ഉണ്ടായത്. അപ്പോഴൊക്കെ ഞങ്ങൾ ആശ്രയിച്ചത് ഞങ്ങളുടെ ഉണ്ണിയാണ്. ആ ഉണ്ണിയാണ് നോക്കൂ ഞങ്ങളെ ഓരോന്നും ദുരത്യയേഭ്യോ മൃത്യുഭ്യ കൃഷ്ണേന സുമഹാത്മന, ആ മരണഭയത്തിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ചത് ആ കുമാരനാണ്. അതിങ്ങനെ ആലോചിച്ച് നോക്കുമ്പം എന്ത്, ആ ഉണ്ണിയുടെ കാര്യങ്ങൾ സ്മരതാം കൃഷ്ണവീര്യാണി ലീലാപങ്ക നിരീക്ഷിതം ഹസിതം ഭാഷിതം ചങ്ക സർവാന ശിഥിലാ ക്രിയാ. ആ ഉണ്ണിയുടെ ആ ഓരോരോ വീരലീല കഥകൾ ചിന്തിക്കുമ്പം ആ നോക്കൂ കടക്കണ്ണോണ്ട് ഇങ്ങനെ കുസൃതിയായിട്ടുള്ള നോട്ടല്ലേ, അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പം ഹസിതം, ഇതൊരു ഭംഗിയ പുഞ്ചിരി, ഭാഷിതം കൊഞ്ചിയുള്ള വർത്തമാനങ്ങൾ, അതൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പം എൻ്റെ ഉദ്ധവരെ പറയുക അച്ഛൻ, ഈ വൃന്ദാവനത്തില് ഒരു കാര്യം നേരെ നടക്കാണ്ടേ അയ്യേ ഞങ്ങൾക്ക് ഈ ഒരൊറ്റ വിചാരേ ഉള്ളൂലോ എന്നും പറഞ്ഞങ്ങോട്ട് കരഞ്ഞു. പിന്നെയൊന്നും പറയാൻ ആൾക്ക് സാധിച്ചില്ല. ഉദ്ധവരോട് നന്ദഗോപര് മിണ്ടാതെ അവിടെ ഇരുന്നു. അങ്ങനെ നന്ദഗോപരും യശോദമ്മയും ഈ വിധം വർത്തമാനം പറഞ്ഞ് കണ്ഠ സ്തംഭിത ബാഷ്പരായിട്ട് മിണ്ടാതെ നിശബ്ദരായിട്ട് കണ്ണീര് തൂവിയിരുന്ന സമയത്ത് ആ നന്ദഗോപരുടെ യശോദമ്മയുടെ അടുത്തേക്ക് അങ്ങോട്ട് നീങ്ങിയിരുന്നിട്ട് ഉദ്ധവര് ആ കാരണവന്മാരുടെ രണ്ടാളുടെയും കയ്യോളം ഇങ്ങോട്ട് വാങ്ങി നെഞ്ചിലേക്ക് ഇങ്ങോട്ട് ചേർത്തിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ളവരാരുണ്ട്? ഇത്ര സുകൃതികൾ ലോകത്തിൽ ആരാ ഉള്ളത്? എനിക്കൊരാളെയും കാണാൻ പറ്റിയിട്ടില്ല. എന്തേ കാരണം? നാരായണേ അഖില ഗുരോ യൽകൃത മതിരീദൃശി. ആ നാരായണ ഭഗവാന്റെ തൃപ്പാദത്തില് ഈ വിധത്തില് മനസ്സും ബുദ്ധിയും ഉറച്ചൂലോ നിങ്ങളുടേത് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളൊരു മഹിമയാണ് നിങ്ങളുടേത്. അത് ആലോചിക്കുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഭഗവാൻ ഇവിടെ ഇല്ല, അവിടെ ഉള്ളൂ, അവിടെ ഇല്ല, ഇവിടെ ഉള്ളൂ, അങ്ങനെയൊന്നും തോന്നരുത്. ഭഗവാൻ എല്ലാ ദിക്കിലും ഉണ്ട്, ഇവിടേക്ക് വരും ഒരു ദിവസം. അതുകൊണ്ട് ശാന്തമായിട്ട് ഇരിക്കുവോ, വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ആരെ ആശ്വസിപ്പിച്ചു? അച്ഛനെ അമ്മയൊക്കെ ആശ്വസിപ്പിച്ചു. അച്ഛനെ അമ്മയൊക്കെ ആശ്വസിപ്പിച്ചിരിക്കുന്ന സമയത്താണ് ഈ അച്ഛൻ്റെ അമ്മയുടെയും കാര്യമൊക്കെ ഒരു വിധം പറഞ്ഞ് നേരിയേക്കി. ഇനിയിപ്പോൾ ആരാ ഉള്ളത്? ഒരു കൂട്ടരും കൂടി ഉണ്ട് ബോധ്യപ്പെടുത്താനുള്ളവര്.
ഗോപികമാര്. അപ്പൊ ഈ ഗോപികമാരിനിപ്പം എന്തായാലും സന്ധ്യ ഇന്ന് വയ്യ, നാളെ നോക്കാം. അന്നത്തെ ദിവസം നന്ദഗോപഗ്രഹത്തിൽ കുളിച്ചുണ്ടു, കുളിച്ചപ്പോ സന്ധ്യാവനൊക്കെ കഴിച്ചു ഉണ്ടു, ഉറങ്ങി. നേരം വിളിച്ചായപ്പോ അത്യന്തം നേരത്തെ, അദ്ദേഹം നേരത്തെ എണീറ്റ് കുളി ദേവാരൊക്കെ കഴിഞ്ഞു, സന്ധ്യാവന്തനൊക്കെ കഴിഞ്ഞു, അതിന്റെ ദേവാരം കഴിച്ചിട്ട് അദ്ദേഹം നിരീച്ചു. ഗോപികമാരെ കുറിച്ച് അനവധി കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഒന്ന് കാണണം എന്ന് കൗതുകണ്ടായി. അദ്ദേഹം നിരീച്ചു, ഒന്ന് കാണാം. ഈ നന്ദഗോപഗ്രഹത്തിന്റെ രണ്ട് വശവും ഇവിടൊക്കെ താമസിക്കുന്ന ഒരു ഗോപികമാരാണേ. അദ്ദേഹം രാവിലെ വിളിച്ചാവണതിന്റെ മുമ്പ് നേരത്തെ തന്നെ ഇറങ്ങി, അത്യന്തം രാവിലെ പിന്നെ വെള്ളം കയറി പ്രകാശം വരില്ല, നേരം ഇങ്ങോട്ട് വിളിച്ചായി വരില്ല, തമ്മെ കണ്ടാൽ മനസ്സിലാവണ മട്ടായ നേരത്തെ ഇറങ്ങിയിട്ട് ആ നന്ദഗോപഗ്രഹത്തിന്റെ നേരെ എത്തി അങ്ങോട്ട് ഇറങ്ങിയാലും ഗോപികാഗ്രഹമാണ്, അപ്പുറത്തേക്ക് കൂടി ഇങ്ങോട്ട് ഇറങ്ങിയാലും ഇവിടെ തന്നെ എത്തുക. അങ്ങോട്ട് നടന്നു. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ കാണാൻ കൗതുകണ്ടേ, ധാരാളം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോഴാണ് അപ്പുറത്തെ അദ്ദേഹം കാണുന്നത് ഗോപികയുടെ വീടാണേ. സന്തോഷമായി അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഗോപിക എങ്ങനെയാണെന്നറിയോ, പാവം രാവിലെ നേരത്തെ എണീട്ടോ, കുട്ടിയെ ഉണ്ണി ഇങ്ങനെ എണീട്ട് കരഞ്ഞിട്ടൊരു പണി നടക്കണില്ല. അപ്പൊ ഈ ഗോപി അതിനെ ആ തൊട്ടിലിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ഇങ്ങനെ തൊട്ടിലെങ്ങനെ ആട്ടിയിട്ട് ഇങ്ങനെ പാടുകയാണേ. നോക്കി എന്തൊരു ശബ്ദം കേൾക്കണ്ടല്ലോ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ഉദ്ധവര് നോക്കി, ചെയ്യണത് ലോകപ്രവൃത്തിയാ, പക്ഷേ ഇരിക്കണത് അവിടെയാ മനസ്സ് ഭഗവാങ്കൽ. കണ്ടോ, അവര് നമ്മൾ മുമ്പേ പറഞ്ഞു, അവര് ലോകത്തിരിക്കുമ്പോഴും ഈശ്വരനിലാണ് അവർ വസിക്കണത്. നമ്മൾ രാവിലെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ലോകപ്രവൃത്തി ചെയ്യുമ്പോഴും ഹൃദയം കൊണ്ട് അവരെവിടെ ഇരിക്കും? ഭഗവാങ്കലിരിക്കും. ഭാഗ്യം എന്താല്ലേ. ഉദ്ധവരെ ഇടവഴിയെന്നൊന്നും നോക്കിയില്ല, അദ്ദേഹം അങ്ങോട്ട് നമസ്കരിച്ചു. ഗോപികയുടെ നേരെ നോക്കി അങ്ങോട്ട് നമസ്കരിച്ചു. കുറച്ചും കൂടി കഴിഞ്ഞ് മുമ്പിക്ക് അങ്ങോട്ട് നടന്ന വേറൊരു ഗോപികാഗ്രഹാണേ. അവിടെ ആ ഗോപിക ഭാവൻ രാവിലെ എണീറ്റ് മിറ്റൊക്കെ അടിച്ച വെടുപ്പാക്കുകയാണേ. ചൂലും ആയിട്ട് ഇറങ്ങി നടന്ന് മിറ്റടി. സാധാരണ ചൂല് നിലത്ത് വീഴുമ്പോഴെ ശബ്ദമല്ലേ കേൾക്കണത്, അതൊന്നും ഇവിടെ കേൾക്കണില്ല. ഗോപികയുടെ ശബ്ദം അതിലേറെ കേൾക്കാനുണ്ട്. എന്താ അത്? ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എന്താല്ലേ മിറ്റടിക്കണ ശബ്ദ കേൾക്കണത്. അങ്ങോട്ടും നമസ്കരിച്ചു, ഇടവഴിയെ നോക്കിയില്ല. ആരെങ്കിലും കണ്ടപ്പോ എന്താ കണ്ടാല് നമസ്കരിക്കണ്ടേ, പിന്നെ നമസ്കരിച്ചു. കുറച്ചും കൂടി മുമ്പിക്കേ ചെന്നപ്പം അവിടെ എന്താ വെച്ചാല് ആ ഗോപിക പാവം അച്ഛനമ്മയൊക്കെ പ്രായമുള്ളവരാണേ. അവര് രാവിലെ എണീറ്റ് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഇരുത്തിയിട്ട് ആഹാരം ഒന്നും കഴിക്കണില്ല. വാശിയണേ. ഈ പ്രായമായി അങ്ങനെ ഉണ്ടല്ലോ, കുട്ടികളുടെ മട്ട ഒന്നും ഇങ്ങോട്ട് കഴിക്കണില്ല. ഈ ഗോപിക ഓരോന്ന് പറഞ്ഞ് കളിപ്പിച്ച് ചിരിപ്പിച്ചും കഴിപ്പിക്കണേ. പാട്ട് പാടി കൊടുക്കണം എന്നാലേ കഴിക്കില്ല. എന്തോ പാട്ട്? അതും അപ്പാട്ട് തന്നെ പാടും വേണം. ഏത് പാട്ടാ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എന്തല്ലേ അവിടെയും ചെയ്യണത് ലോകപ്രവൃത്തിയാണെങ്കിലും മനസ്സിരിക്കുന്നത് എവിടെയാ? ഭഗവാന്. നമസ്കരിച്ചു ഇടവഴിയില്. കുറച്ചും കൂടി മുമ്പിലേക്ക് നടന്നു. അപ്പൊ ഈ ഇടവഴിയുടെ വക്കത്ത് തന്നെയാ കേൾക്കണ ശബ്ദേ. അതായത് ഗോപികയുടെ വീടിന്റെ നേരെ മുമ്പിൽ ഈ തൊഴുത്തില് പശുവിനെ കറക്കുകയാണ് ഗോപിക്ക്. പശുവിനെ കറക്കുമ്പോൾ സാധാരണ പാല് പാത്രത്തേക്ക് വീഴുന്ന ശബ്ദമല്ലേ കേൾക്കണത്. ഇവിടെ അതൊന്നും കേൾക്കാനില്ല, വേറെ ഓരോന്നാ കേൾക്കണത്. എന്ത്? ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ
ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹേ ഗോവിന്ദ നാമസങ്കീർത്തനെ അവിടുത്തെ തൊഴുത്തിന്നും കേൾക്കാനുള്ളൂ. നമസ്കരിച്ച് ഇടവഴിയിൽ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ടേ കുറച്ചും കൂടി മുമ്പിലേക്ക് നടന്നു. അവിടെ വെച്ചാ പാവ സാധു ഗോപിക രാവിലെ എണീറ്റ് ഇടിക്കണോ പൊട്ടിക്കണോ വറക്കണോ കുത്തണോ തെള്ളണോ എന്തൊക്കെ പണിയാ പാവം ചെയ്യണത്. അപ്പൊ ഒന്ന് അങ്ങോട്ട് നോക്കി. സാധാരണ നമ്മൾ ഇടിക്കുമ്പോഴും പൊട്ടിക്കുമ്പോഴൊക്കെ ഈ ഒരലും ഒലയ്ക്കും കൂടി ചേരുമ്പോഴുള്ള ശബ്ദമൊക്കെ അല്ലേ കേൾക്കണത്. ഇവിടെ അതൊന്നും കേൾക്കാനില്ല. ഇവിടെ കേൾക്കണത് വേറൊരു ശബ്ദം, ഗോപികയുടെ ശബ്ദം. എങ്ങനെ? കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ രാമ രാമ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ. ഹൗ നോക്കൂ, ഇടിക്കുമ്പോഴും പൊടിക്കുമ്പോഴും അവിടെയും ഭഗവാന്റെ കഥയിൽ എന്തല്ലേ കൗതുകം. കുറച്ചും കൂടി മുമ്പേക്ക് നടന്നപ്പോൾ ഒരു ഗോപിക തലയിൽ ഇങ്ങനെ ഓരോരോ പാത്രങ്ങൾ ഇങ്ങനെ അടുക്കടുക്കടുക്കായിട്ട് വെച്ചിട്ട് ഇങ്ങനെ പോവുക. പാല്, വെണ്ണ, തൈര്, മോര് എന്നൊക്കെ പറഞ്ഞ ഗോരസങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് ഇറങ്ങിയതാ. പാവത് വിറ്റിട്ട് വല്ലതും കിട്ടിയിട്ട് വേണം വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും തരാവാനേ പാവ സാധു ഗോപിക അങ്ങനെ പോവുക. പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാല് വേണോ വെണ്ണ വേണോ തൈര് വേണോ എന്നല്ലേ ചോദിക്കേണ്ടത്. പക്ഷെ ഈ ഗോപിക എങ്ങനെയാന്ന് വെച്ചോ, വിക്രേതു കാമാ കില ഗോപകന്യാം മുരാരിപാദാർപ്പിത ചിത്തവൃത്തെ ദധ്യാദികം മോഹവശാദവോചൽ ഗോവിന്ദ ദാമോദര മാധവേതി. എന്താ പറയുന്നത്? ഗോവിന്ദ ദാമോദര മാധവേതി. ഗോപിക പറയുന്നത് ഗോവിന്ദ ദാമോദര മാധവ അച്യുത കേശവ നാരായണ. തലയിലുള്ളത് ഓർമ്മയില്ല. എന്താ തലയിലുള്ള വസ്തു ഒന്നും ഓർമ്മയില്ല. പാലും എണ്ണയും തൈരും ഒക്കെ മറന്നേ പോയി. മറ്റത് എപ്പോഴും ഓർമ്മയിലുണ്ട്. ഏത്? ഐ എന്തല്ലേ നമസ്കരിച്ചു അവിടേക്ക് നോക്കിയിട്ട് എന്തല്ലേ ഇവിടുത്തെ ഒരു വിശേഷേ. കേമം തന്നെ. നന്ദഗോപഗ്രഹത്തിലെ ആ ഇടവഴി റോട്ടിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ ദേഹപദ്യം ഇങ്ങനെ പോകൂലേ. അപ്പൊ നന്ദഗോപഗ്രഹത്തിന്റെ അപ്പുറത്തെ ഭാഗത്തിൽ കൂടി കുറച്ച് ഗോപികമാര് അതിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അവരാച്ച നന്ദഗോപഗ്രഹത്തിന്റെ മുമ്പിൽ വന്നപ്പോ എന്ത് കണ്ടു? ഈ ഉദ്ധവര് വന്ന തേര അവിടെ കിടക്കണുണ്ടല്ലോ, വണ്ടി. ആ വണ്ടിമേക്ക് ഗോപികമാരിങ്ങനെ നോക്കിയിട്ട് അവര് പറയും ചെയ്തു, നോക്കൂ ഗോപികേ, അത് ഏതാ വണ്ടി? നന്ദഗോപരുടെ വണ്ടിയല്ലല്ലോ. നോക്കി അവര് നമ്പർ ബോർഡ് നോക്കിയപ്പോൾ MP3 1327 മധുരാപുരി രജിസ്ട്രേഷൻ വണ്ടിയാണ്, ഇവിടുത്തെ അല്ലാതെ ചോദിച്ചു. അപ്പൊ ഒരുത്തി പറഞ്ഞു, അതെ മറ്റവൻ വന്നതാവും. ഏതാ മറ്റവൻ? ആ ദുഷ്ടൻല്ലേ. ഏത് ദുഷ്ടൻ? അക്രൂര ആഗതക്കും. പണ്ട് ഭഗവാനെ കൊണ്ടുപോയി ആ ദുഷ്ടൻല്ലേ, പരമദുഷ്ടൻ, അയാള് വന്നതാവും. അവനെ ചിലപ്പോ കംസനെയൊക്കെ കൊന്നൂലോ, ഇപ്പൊ പ്രേതബലി കൊടുക്കാൻ നമ്മളെ കൊണ്ടുപോകാൻ വരികയാവും. അങ്ങനെ കുറെ ചീത്ത ആർക്ക് കേട്ടു? ഉദ്ധവരുടെ വണ്ടിയാ. പക്ഷെ ആ പേരിൽ കിട്ടിയതർക്കാം അക്രൂരർക്കും. അങ്ങനെയല്ല ആക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഈ അക്രൂരരെ ദുഷിച്ചും കൊണ്ട് ഗോപികമാർ ഇപ്പുറത്തെ കൂടി ഇതേ വരുമ്പം നന്ദഗോപഗ്രഹത്തിന്റെ ഈ വഴി ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ട നമ്മുടെ ഉദ്ധവരിങ്ങനെ വരില്ലേ. ഗോപികമാരിങ്ങനെ നേരെ മുമ്പിക്ക് നോക്കിയപ്പം ആരെ മുമ്പിൽ കാണാം? ഈ രണ്ട് വഴി കൂടി ഇങ്ങനെ വരുമ്പോ മുഖാമുഖം കാണില്ലേ. അപ്പൊ ഉദ്ധവരെ ഗോപികമാര് നേർക്ക് നേരെ കണ്ടു. ഗോപികമാര് ചോദിച്ചു, ഗോപികേ അങ്ങോട്ട് നോക്കൂ, അതാരാതാ? എന്നാ അങ്ങോട്ട് നോക്കുക. കണ്ടു നീയേ? ഹൈ എന്തല്ലേ. തം വീക്ഷ്യ കൃഷ്ണാനുചരം വ്രജസ്ത്രീയ പ്രലംബബാഹും നവകഞ്ചലോചനം പീതാംബരം പുഷ്കരമാലിനം ലസന്മുഖാരവിന്ദം മണിമൃഷ്ടകുണ്ടലം ശുചിസ്മിതാഃ കോയമപീച്യ ദർശന കുതശ്ച കസ്യാച്യുതവേഷഭൂഷണ ഇതി സ്മ സർവാഃ പരിവവ്രുരുത്സുകാഃ തമുത്തമ ശ്ലോകപദം ഭുജാശ്രയം. എന്തേ പണ്ടായത്? ഗോപികമാര് പറഞ്ഞു, നോക്കൂ അതാരെ? തം വീക്ഷ്യ കൃഷ്ണാനുചരം വ്രജസ്ത്രീയ പ്രലംബബാഹും നവകഞ്ചലോചനം. നോക്കൂ കുട്ടിയെ, അതാരെ നോക്കൂ. ഒരു സുന്ദര പുരുഷൻ വരുന്നു. അദ്ദേഹത്തിന്റെ കയ്യെ പ്രലംബബാഹും, നല്ല നീണ്ട കയ്യേ. നവകഞ്ചലോചനം, മഷിട്ടെഴുതിയ മാതിരിയുള്ള കണ്ണ്. മാത്രല്ല പീതാംബരം, മഞ്ഞപ്പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞു കുത്തി കൊടുത്തിട്ടുണ്ട്. പുഷ്കരമാലിനം, താമരപ്പൂവിന്റെ മാലയുണ്ട്. ലസൻ മുഖാരവിന്ദം മണിമൃഷ്ടകുണ്ടലം, ആ കാതിലിട്ട കടുക്കന്റെ ഒരു ഭംഗിയോണ്ട് മുഖം ഇങ്ങനെ തിളങ്ങ. എന്താ ചന്തം! അത് ഇങ്ങോട്ട് കണ്ടപ്പോഴേക്ക് ശുചിസ്മിതാഃ,
ഗോപികമാരങ്ങോട്ട് തെളിഞ്ഞ് ചിരിച്ചു. ഉള്ളിൽ തെളിഞ്ഞാൽ ഒരു ചിരി ഉണ്ടാവില്ല. അതിന്റെ പേരാണ് ശുചിസ്മിതം. പൊതുവെ ആൾക്കാർ ചിരിക്കും, പല ജാതി ചിരിയൊക്കെ ഉണ്ട്. അതല്ല ശുചിസ്മിതം. ഉള്ള് ഇങ്ങോട്ട് നിറഞ്ഞൊരു ചിരി അങ്ങോട്ട് ചിരിച്ചു. അവര് പറയും ചെയ്തു, കോയം ആരാത് അപീച്യദർശന, ഈ സുന്ദര പുരുഷനാര്, കുതശ്ച എവിടുന്ന് വന്ന ആളാണാവോ, കസ്യ ആരുടെ ആളാണാവോ, അച്യുത വേഷഭൂഷണ, നമ്മുടെ അച്യുതന്റെ അതേ ഉടുപ്പ്, അതേ ആഭരണം. അങ്ങനെയാണ്. അതെന്താ അങ്ങനെ ഉണ്ടാവാൻ? അതെന്താ ശണ്ടോ, ഈ ഉദ്ധവർ അങ്ങനെ അത്രേ. അദ്ദേഹം ഭഗവാന്റെ തൃപ്പാദദാസനാണ്. ഈ ഭഗവാന് നേദിച്ചതേ ആരുണ്ണുള്ളൂ, ഉദ്ധവരും ഉണ്ണുള്ളൂ. ഭഗവാന് സമർപ്പിച്ചതേ അദ്ദേഹം എടുക്കുള്ളൂ. ഭഗവാന് ചാർത്തിയ പട്ടേ അദ്ദേഹം എടുക്കുള്ളൂ. ഭഗവാന് ചാർത്തിയ മാലേ അദ്ദേഹം ഇടുള്ളൂ. ഭഗവാന്റെ നിർമാല്യധാരിയാണ് ആര്? ഉദ്ധവര എന്നുവെച്ചാൽ എന്താ അർത്ഥം? അവിടെ ചാർത്തിയതേ ഇവിടെ പതിവുള്ളൂ. അങ്ങനെയാ പതിവ്. അത്രയ്ക്ക് ഭക്തി. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാന്റെ രൂപവും സ്വരൂപവും സമ്പ്രദായം തോന്നിയത്. ചോദിച്ചു. ഇവരെല്ലാരും കൂടി ഭഗവാന്റെ ഒരു തൃപ്പാദം കണ്ട് തൊഴുതാ മാതിരി അടുത്തേക്ക് ചെന്ന് ഉദ്ധവരെ കൂട്ടി കൊണ്ടുപോകുന്നു വിളിച്ച് അപ്പുറത്തെ ഗോപികയുടെ കുടുംബത്തെ പൂമുഖത്ത് കൊണ്ടുവന്ന് പീഠത്തിലിരുത്തി നല്ലവണ്ണം നമസ്കരിച്ചു. ചോദിച്ചു, എവിടെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനേ ഉദ്ധവെന്ന് പറയും, മധുരയെന്ന് വരികയാണ്, ഭഗവാൻ പറഞ്ഞയച്ചിട്ട് വരികയാണേ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പം ഗോപികമാർക്ക് പരിഭവമായി. എന്താ പരിഭവം? ഇത്രയും കാലം പോയിട്ട് മിണ്ടാതെ ഇപ്പൊ ഒരാളെ പറഞ്ഞയച്ചതാണേ. ഓ പിന്നെ നേരിട്ട് വരാണ്ടേ പരിഭവം കലശലായി. കൗതുകണ്ടവർക്ക് ഭഗവാന്റെ വർത്തമാനം അറിയാം. എന്നാലും അവര് ആ പരിഭവം കാരണം പറഞ്ഞു, അതേ ഒരു കാര്യമുണ്ട്, ഭഗവാന്റെ വർത്തമാനം ഇവിടുന്ന് മിണ്ടണ്ടോ എന്നും പറഞ്ഞു. എന്താ അർത്ഥം? അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം? അതിന്റെ അർത്ഥമൊക്കെ ഈ ഉദ്ധവരെ പറഞ്ഞതിന്റെ ഉദ്ധവർക്ക് മനസ്സിലായി. ഗോപികമാര് പറഞ്ഞ എന്താ വെച്ചാൽ രണ്ട് സമജാതിയാണ്. സമജാതി എന്താ അർത്ഥം? ഗോപികമാര് സ്ത്രീകളാന്നേ ഉള്ളൂ, അദ്ദേഹം പുരുഷനാന്നേ ഉള്ളൂ. രണ്ടിന്റെയും സമ്പ്രദായങ്ങളൊക്കെ ഭഗവാനോട് സമമായതുകൊണ്ട് അവിടെ പറഞ്ഞൊക്കെ മനസ്സിലായി. ഭഗവാന്റെ വർത്തമാനം ഇന്ന് ഇവിടുന്ന് മിണ്ടണം എന്താ അർത്ഥം എന്നറിയൂ? മിണ്ടാച്ചാൽ അത് മിണ്ടിയാ മതി എന്നാ. അത് പണ്ട് അമ്മ അപ്പം ചുട്ടു ധാരാളം ഉണ്ണിയപ്പോ കാരവലപ്പം എന്താ പറയില്ലേ, അതൊരു ഉരുളി നിറയേണ്ടേ. അപ്പോഴാണ് വൈകുന്നേരമായപ്പോൾ ഉണ്ണി സ്കൂളിട്ട് വന്നു കുളി സന്ധ്യാവനൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നപ്പോൾ ഈ ഉരുളി നിറയെ നല്ല വെളുത്ത് സുന്ദരന്മാരിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അമ്മ എന്ത് ചെയ്തു? ഈ അപ്പം ചുട്ടതിന്റെ ഒടുക്കണ്ടാവില്ലേ, തേളിന്റെ മാതിരിയും തവളയുടെ മാതിരിയൊക്കെ ഉള്ള ഓരോ സാധനങ്ങൾ കരിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ. അതായത് ഈ അപ്പം ചുരുണൂന്ന് കുറെ കഴിയുമ്പോൾ മുട്ടുകാലൊക്കെ വേദനയാവും. പിന്നെ മാത്രമല്ല പ്രാന്തു ആവും. പിന്നെ എണ്ണയും പറ്റിയിട്ടുണ്ടാവും. അതേ കൂടി ഒരു മുഷിഞ്ഞ് അറിയിട്ടുണ്ടാവും. ആദ്യത്തെ സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഏതാണ്ട് ആ സമയമാകുമ്പോ ഈ ആളിന്റെ വയ്യായി ആർക്കും വരും, അപ്പത്തിനും വരും. കുറെ കരിയും, കുറെ ഇങ്ങനെ ഉണ്ടാവും, കുറെ അങ്ങനെ ഉണ്ടാവും, കുറെ. അപ്പോഴാണ് ഈ വിശേഷപ്പെട്ട സ്വരൂപങ്ങളൊക്കെ ഉണ്ടാവുക, ഇല്ല രക്ഷസുകളൊക്കെ ഉണ്ടാവുക. അങ്ങനെയുണ്ടല്ലോ. അപ്പൊ അതിൽ ഒടുക്കണ്ടായ കുറേശ്ശെ കരിഞ്ഞടങ്ങിയ ഒരു അപ്പം എടുത്തിട്ട് അമ്മ എന്ത് ചെയ്തോ, ഒരു കിണ്ടത്തിൽ വിളമ്പിയിട്ട്, ഉണ്ണിയെ ഇതാ കഴിച്ചോളൂ അപ്പം. ഉണ്ണിക്ക് വലിയ ഇഷ്ടമാണ് അപ്പം, അമ്മയ്ക്കറിയാം. ഇത് കഴിച്ചോളൂ, ഉണ്ണിയെ കഴിച്ചോളൂ എന്ന് മനങ്ങോട്ട് കൊടുത്തപ്പം ഉണ്ണി ആ കരിഞ്ഞ അപ്പത്തിന്റെ മുകളിലേക്ക് നോക്കിയിട്ട് മറ്റേ ഉരുളിലേക്ക് നോക്കി. അതെന്താ എന്നിട്ട് ഇത്ര അവിടെ ഉണ്ടായിട്ട് ജാതിയ തന്നത് പറയും, എനിക്ക് വേണ്ട എന്നും പറഞ്ഞു. എന്നുവെച്ചാൽ എന്താ അർത്ഥം? നിക്ക് വേണ്ടെന്ന്. കഴിക്കും ഉണ്ണിക്ക് അപ്പം വലിയ ഇഷ്ടമല്ലേ, കഴിക്കും. നിക്ക് വേണ്ട, അത് വേണ്ട വേണ്ട. വല്ലാത്ത വാശി. കഴിക്കുണ്ണി. ഇടയ്ക്ക് മറ്റേ ഉരുളിലേക്ക് നോക്കണുണ്ട്. എന്നിട്ട് ആ ഉരുളിലേക്ക് നോക്കുമ്പോൾ ഇതിനെ കാണുമ്പോൾ ദേഷ്യം എങ്ങനെ വരിക? അത് കാണാണ്ട് ഇത് കണ്ടാൽ വലിയ വിഷമം ഉണ്ടായിരുന്നില്ല. ഇതിന്റെ അർത്ഥം എന്താ? ആ ഉരുളി നിറയെ നല്ല ഒന്നാം തരം അപ്പം ഉണ്ടായിട്ട് ഇവിടെ കരിഞ്ഞ ഉണങ്ങിയ മറ്റേ ജാതി ദേഷ്യം വരില്ലേ? പിന്നെ എനിക്ക് വേണ്ടെന്നമ്മ, ഇതിക്ക് വേണ്ട, ഒന്നല്ലല്ലോ എനിക്ക് വേണ്ടെന്നമ്മ. എന്തല്ലോ ഒന്നും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒന്നല്ലേ ഉള്ളൂ, എനിക്ക് വേണ്ട, ഉരുളിയോടെ തന്നാൽ. അപ്പൊ വേണ്ട എന്ന് പറഞ്ഞത് വേണ്ടായോണ്ടോ അതോ കൊടുത്തത് തികയായോണ്ടോ? ഒന്ന് പറയൂ കേൾക്കട്ടെ. കൊടുത്തത് തികഞ്ഞിട്ടില്ലേ, അതാ. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ കഥകൾ ഇവിടെ മിണ്ടണ്ട എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മിണ്ടാച്ചാൽ അത് മിണ്ടിയാ മതി എന്നാണ് ഭഗവാന്റെ വർത്തമാനം. ഗോപികമാരുടെ ആ കഥകളൊക്കെ കേട്ടു, ഭഗവാന്റെ മഹിമകൾ അവർ പറഞ്ഞു. ഓരോ കാര്യങ്ങൾ ഭഗവാന്റെ കൂടെ ഇരുന്ന കാര്യങ്ങളൊക്കെ അവർ ചിന്തിച്ച് സ്മരിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഒടുക്ക അവര് പറഞ്ഞു, ഹേ ഉദ്ധവരെ, ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാൽ കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ഞങ്ങൾ ഈ വൃന്ദാവനത്തിൽ എവിടെ ആരെയെ കാണുള്ളൂ? ഭഗവാനെ കാണുള്ളൂ. ഗോപാലപാലന്മാരുടെ ഉടക്കുഴൽനാഥം കേൾക്കുമ്പോഴും ഞങ്ങൾ ആരെ കാണും? ഭഗവാനെ കാണും. ആ പശുക്കളുടെ ശബ്ദല്ലേ, അത് കേൾക്കുമ്പോഴും ഞങ്ങൾ ആരെ കാണും? ഭഗവാനെ കാണും. ഈ കാളിന്തിക്കരയിൽ ഒരു കാറ്റ് വീശുമ്പോഴും ഞങ്ങൾ ഭഗവാനെ കാണും. ആ മുല്ലപ്പൂവിന്റെ മണം ഇതെങ്ങനെ കാറ്റത്ത് വരുമ്പോൾ ഞങ്ങൾ ആരെ കാണും? ഭഗവാനെ കാണും. സർവത്ര ഞങ്ങളൊക്കെ ആരേ ഉള്ളൂ? ഭഗവാനെ ഉള്ളൂ. ഉദ്ധവരെ വേറെ ഒന്നും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് തൊഴുതു. ഉദ്ധവര് കുറച്ചു നേരെ ഈ ഗോപികമാരായിട്ട് വർത്തമാനം പറഞ്ഞപ്പോഴാണ് ഉദ്ധവർക്ക് മനസ്സിലായി,
കേട്ടതൊക്കെ കുറച്ചേ ഉള്ളൂ. ഇവരുടെ ആ മഹിമ നേരെ കണ്ടപ്പോഴല്ലേ മനസ്സിലായത്. ഉദ്ധവർക്ക് ഒരു 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 ഭാഗ്യം പോലെ തോന്നി, ഒന്നും നമസ്കരിച്ചാലോ എന്ന്. ആരെ? ഗോപികമാരെ. പക്ഷെ അപ്പോഴാ തോന്നിയത്, ഇവരെ നമസ്കരിക്കാൻ മാത്രമൊക്കെ ഉള്ള യോഗ്യത തനിക്കുണ്ടോ? തോന്നണില്ല ഉണ്ടെന്ന്. അത്രയ്ക്കൊക്കെ ഒരു യോഗ്യത ഉണ്ടെങ്കിലല്ലേ നമസ്കരിക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ നമസ്കരിക്കാൻ മാത്രമുള്ള പുണ്യൊന്നും ചെയ്തവനല്ല ഈ ഉദ്ധവൻ. അതുകൊണ്ട് വന്ദേ നമസ്കരിക്കണോ? എവിടെ? വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാദരേണുമഭീഷ്ണശ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം വന്ദേ. നമസ്കരിക്കുകയാണ് ഞാൻ. ഗോപികമാരല്ല, ആ ഗോപികമാരുടെ പാദത്തിൽ പറ്റിപ്പിടിച്ച പൊടിമണ്ണില്ലേ, അതിനെ നമസ്കരിക്കുകയാണ്. അത്രേ പ്രാപ്തിയുള്ളൂ. അതുകൊണ്ട് ഒരു പ്രാർത്ഥനയുള്ളൂ. ഉദ്ധവരെന്ത് ചെയ്തു? ആ ഗോപികമാരുടെ തൃപാദത്തെ നല്ലോണം ഹൃദയത്തിൽ ധ്യാനിച്ചും ഉറപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി ഒരു ജന്മം ഈ ഭൂമിയിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ ജന്മം ഈ വൃന്ദാവനത്തില് ഒരു പുൽക്കൊടിയായിട്ടോ ഒരു പൂഴിമൺതരിയായിട്ടോ ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ. എന്നാൽ എന്തുണ്ട്? ഈ ഭക്തോത്തമകളായ ഗോപികമാരുടെ പാദസ്പരിശം കൊണ്ട് പുണ്യം നേടി അടുത്ത ജന്മെങ്കിലും ഹൃദയത്തിൽ ഭക്തി ഉറച്ചാലോ, അതൊരു ഭാഗ്യല്ലേ നിരീച്ച ഉദ്ധവര് ആ പൂഴിമണ്ണില് നല്ലോണം തൊഴുത് നമസ്കരിച്ചു. കുറെ നേരം നമസ്കരിച്ചു, മതിയാവോളം നമസ്കരിച്ചു. അവിടുന്ന് എഴുന്നേറ്റ് മെല്ലെ മടങ്ങി യാത്ര പറഞ്ഞു പോന്നു. എവിടേക്ക് പോന്നു? നന്ദഗോപഗൃഹത്തിലെത്തി. നന്ദഗോപരോടും യശോദമ്മോടും യാത്ര പറഞ്ഞു പോവുകയാണ്, മടങ്ങുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മടങ്ങുകയാണ്, എന്തെങ്കിലും പറയാണ്ട് വെച്ചാ ഒന്ന് ഭഗവാനോട് വല്ലതും പറയാനുണ്ടോ ചോദിച്ചു. അപ്പൊ നന്ദഗോപര് യശോദയമ്മ ഇങ്ങനെ തൊഴുതിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ. അവര് പറഞ്ഞു, മനസ്സോ വൃത്തയോ നസ്യു കൃഷ്ണപാദ അംബുജാശ്രയാഹ. ഞങ്ങളുടെ മനസ്സ് എന്നും ശ്രീകൃഷ്ണപാദത്തിൽ ഇരിക്കണം. വാചോ ഭിധായി നിർനാമനം. ഞങ്ങളുടെ നാവ് എന്നും നാരായണ നാമം ചൊല്ലണം. കായസ്ഥൽ പ്രഹ്വനാദിഷു. എന്നും ഞങ്ങളുടെ ശരീരപാദങ്ങളിൽ നമസ്കരിക്കണം. മാത്രല്ല കർമ്മഭിർഭ്രാമ്യമാണാനം യത്ര ക്വാപി ഈശ്വരേച്ഛയ. കർമ്മഗതി കൊണ്ട് ലോകത്തിൽ എങ്ങനെ സഞ്ചരിച്ച് ഏതേത് വിധത്തിൽ ജനിച്ച് മരിച്ച് പുറപ്പെടുമ്പോഴും മംഗളാചരിതൈർദാനൈഹി. ചെയ്ത സൽക്കർമ്മങ്ങളില്ലേ, ദാനാദി സൽക്കർമ്മങ്ങളെ കൊണ്ട് ഒന്നേ വേണ്ടു. എന്തേ വേണ്ടത്? കൃഷ്ണ ഈശ്വരേ. ആ ഭഗവാന്റെ തൃപാദത്തില് അചഞ്ചലായിട്ടുള്ള ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്നും പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ പരമാത്മാവിനെ നമസ്കരിക്കും പോലെ ആ ഉദ്ധവരെ അങ്ങോട്ട് നമസ്കരിച്ചു. ഉദ്ധവരിങ്ങനെ ചിന്തിച്ചു, ഗോപികമാരുടെ ഭക്തിയാണോ കേമം? അതല്ല, ഈ നന്ദഗോപരുടെയും യശോദമ്മയുടെയും ഭക്തിയാണോ കേമെന്ന് ചോദിച്ചാൽ കൽക്കണ്ടത്തിന്റെ ഏത് ഭാഗത്തിനാ മധുരം കൂടുക എന്ന് ചോദിക്കും പോലെയാണ്. കൽക്കണ്ട കഷ്ണല്ലേ, അതിന്റെ ഏത് ഭാഗത്തിനാ മധുരം കൂടുക? മുകൾ ഭാഗത്തിനോ കീഴ്ഭാഗത്തിനോ എന്ന് ചോദിക്കുമ്പോൾ നോക്കൂ, അതാ പറഞ്ഞത്, കൽക്കണ്ടത്തിന്റെ എല്ലാ ഭാഗവും ഒരുപോലെ മധുരല്ലേ. അതുപോലെ ഈ വൃന്ദാവനത്തില് അഖിലം മധുരം. ഭക്തിയുടെ മാധുര്യം ഇല്ലാതെ ഇവിടെ ഒന്നുമില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം തൊഴുത് വിടവാങ്ങി എങ്ങോട്ട് ചെന്നു? നന്ദഗോപഗ്രഹത്തിലെ വർത്തമാനങ്ങളൊക്കെ ഹൃദയത്തിൽ ധരിച്ച്, ഗോപികമാരുടെ മഹിമ ഹൃദയത്തിൽ നല്ലോണം ധരിച്ച് പ്രകാശിപ്പിച്ചിട്ട് ഭഗവാനെ ചെന്ന് കണ്ട് തൊഴുത് നമസ്കരിച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. ഭഗവാനും സന്തോഷായി. ചില കടങ്ങൾ പണ്ട് പറഞ്ഞതുണ്ട്, സൈരന്ധ്രിയോട് പറഞ്ഞിട്ടുണ്ട്. വരാമെന്ന് പറഞ്ഞില്ലേ? സൈരന്ധ്രിയുടെ കുടുംബത്തിൽ ചെന്നു, സൈരന്ധ്രി അനുഗ്രഹിച്ചു പോന്നു. അക്രൂരപ്പന്റെ ഇല്ലത്ത് ചെന്നു, കുറച്ച് ദിവസം അവിടെ താമസിച്ചു, അപ്പനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ അക്കാലത്ത് അക്രൂരരുടെ അടുത്തേക്ക് വരാ പറഞ്ഞില്ലേ? അക്രൂരരെ ഇവിടുന്ന് നേരെ ഹസ്തിനപുരത്തേക്ക് പറഞ്ഞയച്ചു. പാണ്ഡവന്മാരെ ഉപദ്രവിക്കരുത് എന്ന് പറയാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. അങ്ങനെ അക്രൂരര് ദൂതനായിട്ട് ഹസ്തിനാപുരത്ത് ചെന്നു. ഹസ്തിനാപുരത്ത് അക്രൂരരെത്തിയപ്പോഴേക്ക് എന്നെ കുന്തിദേവി ഓടി വന്ന് അക്രൂരരുടെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, ഭഗവാനെ ആരേപ്പത് മുമ്പിക്ക് വന്ന്, കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന പ്രപന്നാം പാഹി ഗോവിന്ദ ശിശുഭിശ്ചാവസീദതി. കുട്ടികളായിട്ട് നരകിക്കണോളാണേ, കുന്തിദേവിയാണേ എന്നും പറഞ്ഞ് അക്രൂരുടെ കാൽക്കലേക്ക് വീണു. അക്രൂര് പറഞ്ഞു, കുന്തിയോപ്പളെ ഞാൻ അക്രൂരനാണ്, കൃഷ്ണനല്ല. എന്താ ഇവിടുന്ന് ഇങ്ങനെ? ഞാൻ അക്രൂരനാണേ, കൃഷ്ണനല്ലേ? ആവർത്തിച്ച് പറഞ്ഞു. അപ്പൊ കുന്തിദേവി പറഞ്ഞു, അക്രൂര, നീ അക്രൂരനാണ് എന്നൊക്കെ നിശ്ചല്യായി ഒന്നുമല്ല. പിന്നെ എന്താ നിശ്ചണ്ടോ? നീ കൃഷ്ണന്റെ അടുത്തുനിന്നല്ലേ വരണത്? അക്രൂരാന്ന് ചോദിച്ചിട്ട് വീണ്ടും നമഃ കൃഷ്ണായ
ശുദ്ധായ ബ്രഹ്മണേ പരമാത്മനേ യോഗേശ്വരായ യോഗായ ത്വമഹം ശരണം ഗതാ എന്ന് പറഞ്ഞു വീണ്ടും ആരെ നമസ്കരിച്ചു? അക്രൂരെ നമസ്കരിച്ചു. എന്താ ശാന്തി, കുന്തിദേവിയുടെ ഭക്തി നമുക്കൊന്ന് അളക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയാച്ചാലേ, പണ്ട് നമ്മുടെ നാട്ടിലൊരു ആളുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഗുരുവായൂർക്ക് പോണ ബോർഡ് വെച്ച ബസ് ഉണ്ടാവില്ലേ, ഗുരുവായൂര് എന്നും പറഞ്ഞ്, ആ ബസ് കണ്ട അപ്പം നമസ്കരിക്കും റോഡിൽ. ചിരിക്കാൻ പറഞ്ഞതല്ല, ആദ്യമായിട്ടേക്ക് അദ്ദേഹത്തിന് പ്രാന്താന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ നമസ്കരിക്കാൻ വരിക്കാൻ നിൽക്കുക. എന്താ കാരണം? നമുക്കൊക്കെ ബസ് കാണുമ്പോൾ കമ്പിയും ചില്ലും ബസ്സിന്റെ മുതലാളിയുടെ വണ്ണം വലിപ്പമൊക്കെ അല്ലേ നമുക്ക് ചിന്തയിൽ വരിക. അദ്ദേഹത്തിന് ഗുരുവായൂർ എന്ന് പേര് കേട്ട അപ്പം ആരേ തോന്നുള്ളൂ? അവിടെ അയാൾക്ക് ഒരാളേ ഉള്ളൂ. ആര്? അത് പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശ മനിശം ഹൃതി ഭാവയാമി. ഇതേ ഉള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ ബസ്സിന്റെ ബോർഡ് കാണും. ഗുരുവായൂർ എന്നുള്ള ബോർഡ് കണ്ടതേ തോന്നുള്ളൂ. അങ്ങനെ നമസ്കരിക്കും. എന്താല്ലേ നമുക്കെണ്ണ. പണ്ട് മുത്തശ്ശനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. മുത്തശ്ശന്റെ സ്വഭാവം എന്താ വെച്ചിട്ടുണ്ടോ, ഈ നമ്മൾ ഈ മുണ്ടൊക്കെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ മുണ്ടിന്റെ മുകളിലൊക്കെ ഒരു കടലാസിൽ സരസ്വതിയുടെ ഒക്കെ ചിത്രം ഉണ്ടാവുമല്ലോ. ഈ തേവരുടെ ചന്ദനത്തിരിയുടെ ഓറ കൊണ്ടുവരുമ്പോൾ അതിന്റെ മുകളിൽ അയ്യപ്പസ്വാമിയുടെയും ഗുരുവായൂരപ്പന്റെയും അതുപോലെ തേവരുടെയൊക്കെ ചിത്രം ഉണ്ടാവും. അതൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പിശാത്തിയോണ്ട് മറ്റേ മുറുക്കാൻ കത്തിയില്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഉച്ച തിരിഞ്ഞ് ഊണ് കഴിഞ്ഞ് പൂമത്തെ പടിയുമിലിരുന്ന് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച് ഇങ്ങനെ വെക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യും ചോദിച്ചാൽ, ഈ ആശാരിമാരൊക്കെ മുറിച്ചിട്ട് പഴയ പലകയുടെ അതിന്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ മറ്റേ മരത്തിന്റെ പശ കൊണ്ടുവന്ന് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ വെക്കും. കുട്ടികളുടെ മാതിരിയാ. ആളുകൾ പറയും, എന്താ മുത്തശ്ശാ പണി? ഒന്നും ഇല്ല, തേവരാണേ, എന്താ തേവരാണേ എന്നും പറയും ചെയ്യും. നമ്മളൊക്കെ അന്ന് കളിയൊക്കെയായിരുന്നു. ഇപ്പോഴാ മനസ്സിലായത്, മുത്തശ്ശന്റെ അടുത്തേക്ക് കൂടി ഒന്നും പോവാൻ മാത്രം ഒന്നും നമുക്കൊന്നും കഥയില്ലല്ലോ മുത്തശ്ശാന്ന്. എന്തായാലും നിഷ്കളങ്കാണേ, ആ ഹൃദയത്തിലൊന്നുമില്ല. എന്ത് കണ്ടാലും ഏത് കടലാസ് കണ്ടാലും ഗുരുവായൂരപ്പനെ. ചിലപ്പം കണ്ണിനൊക്കെ കുറച്ച് കാഴ്ച മങ്ങിയ കാലത്ത് ഗുരുവായൂരപ്പന്റെ ചിത്രം ഒന്നും ആവില്ല. ഏതാണ്ട് അങ്ങനെ തോന്നിയാലും അതും വെട്ടി എന്തിൽ വെക്കും? ഇതെന്താ മുത്തശ്ശ? അത് ഗുരുവായൂരപ്പൻ. നോക്കുമ്പോ അതാവില്ല, ആവില്ല. എന്നാലും പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ആ കുന്തിദേവി അമ്മയുടെ ഹൃദയമൊക്കെ കണ്ണാടി പോലെ, എവിടുന്ന് അങ്ങോട്ട് നോക്കിയാലും കാണാം, അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാലും കാണാം. ശുദ്ധാണേ. നമസ്കരിച്ചു. എന്തല്ലേ, അക്രൂര് തിരിച്ചു പോന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ വിധത്തിൽ ദൂതൊക്കെ പറഞ്ഞേശം നേരെയാക്കി. അക്കാലത്ത് വേറൊരു കഥ എന്തായി ചോദിച്ചാല്, ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത്തിരിയും കൂടി പറഞ്ഞാൽ സ്വയംവരം വരെ 1-2 കാര്യം കൂടി പറഞ്ഞാൽ പിന്നെ ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോയാൽ മതി. കാപ്പിയും കഴിച്ച് ഈ സ്വയംവരത്തിന്റെ എഴുന്നള്ളത്തും കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് പോകുന്ന പിന്നെ സ്വയംവരം മാത്രമേ പറയുള്ളൂ. മനസ്സിലായില്ലേ? 5 മിനിറ്റും കൂടി, 5 മിനിറ്റ് കിട്ടും. എന്നാൽ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മുറിച്ച് പറയണ്ടല്ലോ, 5 മിനിറ്റും കൂടി. അപ്പൊ എന്താ വെച്ചാൽ, ഈ കംസന് 2 ഭാര്യമാരുണ്ടായിരുന്നു. കംസൻ മരിച്ച സമയത്ത് കംസന്റെ ഭാര്യമാർ അസ്ഥി പ്രാപ്തി എന്ന് പറഞ്ഞവർ 2 പേരും അച്ഛൻ ജരാസന്ധന്റെ അടുത്തേക്ക് മടങ്ങിപ്പോന്നു. ജരാസന്ധന അവരുടെ അച്ഛനെ, ജരാസന്ധന്റെ മക്കളായിരുന്നു അസ്ഥിയും പ്രാപ്തി. ഈ അസ്ഥിയും പ്രാപ്തിയും ഭർത്താവ് മരിച്ച സമയത്ത് ജരാസന്ധന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ ഭർത്താവിനെ കൃഷ്ണൻ കൊന്നു എന്നും പറഞ്ഞു. അപ്പൊ ജരാസന്ധൻ പറഞ്ഞു, സാരല്ലേ കുട്ടികളെ, ഞാൻ നേരെയാക്കി തരാമെന്നും പറഞ്ഞു. എന്ത് ചത്തുപോയ ഭർത്താവിനെയോ ചോദിച്ചു. അത് നേരെയാക്കാൻ പറ്റില്ല. പിന്നെ എന്ത് നേരെയാക്കാം? കൊന്ന കൃഷ്ണനെ നേരെയാക്കിയ പോരെ ചോദിച്ചാൽ മതി, ഏതെങ്കിലും ഒന്ന് നേരെ ചെയ്യാൻ മതി എന്നും പറഞ്ഞു. അങ്ങനെ കൃഷ്ണനെ കൊല്ലാനായിട്ട് ജരാസന്ധൻ 23 അക്ഷൗഹിണി പട്ടാളക്കാരെയും കൊണ്ട് മധുരയിലേക്ക് പുറപ്പെട്ടു. 23 എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എല്ലാവരുടെയും മുഖം കാണുമ്പോ? അങ്ങനെ അന്തോ നമുക്ക് ഈ അക്ഷൗഹിണിയെ കുറിച്ച് വിവരമില്ലാത്ത 18 അക്ഷൗഹിണിയാണ് ഭാരത യുദ്ധത്തിൽ ഉണ്ടായുള്ളൂ. എത്ര അക്ഷൗഹിണി? 18. ഇതോ 23. ഇപ്പൊ എങ്ങനെയുണ്ട്? അതിനേക്കാൾ 5 കൂടുന്ന വലിയൊരു സൈന്യാണേ. ഈ 18 അല്ല 23 അക്ഷൗഹിണി പട്ടാളക്കാരെയായിട്ടാ വന്നത്. അങ്ങനെ 23 അക്ഷൗഹിണി പട്ടാളക്കാരെയും ഭഗവാൻ രാമനും കൃഷ്ണനും കൂടി കൊന്നു തീർത്തു. ജരാസന്ധനെ കൊന്നില്ല. ജരാസന്ധനെ കൊല്ലാണ്ട് വിട്ടു. ജരാസന്ധനെ കൊല്ലാണ്ട് വിട്ട സമയത്ത് ബലഭദ്രസ്വാമി പറഞ്ഞു, ഉണ്ണി ഇങ്ങോട്ട് മാറിയിരിക്കും, ഞാൻ കൊന്നോളാം, ഞാൻ കുറെ കാലമായി ആരെങ്കിലും ഒക്കെ കൊന്നിട്ട് ഒന്നും ഇങ്ങോട്ട് നിൽക്കൂ എന്നും പറഞ്ഞിട്ട് രാമേട്ടന്റെ പകരം ധൃതി കൊല്ലാൻ ഒരു വാള് ഊരി പിടിച്ച് പോവുക. മുറ്റത്തെ തെങ്ങിന്റെ മുകളിൽ കെട്ടിട്ടതാണേ. ജരാസന്ധനെ കൊല്ലാൻ പുറപ്പെടും. ഇത് എന്താ വല്യേട്ട, എന്തോ ഒരു കുശാ ചവിട്ടെ പറഞ്ഞു. വല്യേട്ടൻ ഇങ്ങനെ വിവരം ഉണ്ടാവുകയാണേ. എന്താ വിവരം ചോദിച്ചത്? എത്രയുള്ളൂ. വല്യേട്ട, നമ്മൾ 2 ഭൂമിയിൽ വന്നത് എന്തിനാ വന്നത് ഇല്ലേ? പരിത്രാനായ സാധൂന വിനാശായ ച, അങ്ങനെയല്ലേ നമ്മുടെ വർത്തമാനം. അപ്പൊ ദുഷ്ടന്മാരെ ഇല്ലാണ്ടാക്കേണ്ടി വരില്ലേ? അപ്പൊ ദുഷ്ടന്മാരെ ഇല്ലാണ്ടാക്കണമെങ്കിൽ നമ്മൾ നാട് മുഴുവൻ നടന്ന് ദുഷ്ടന്മാരുണ്ടോ കൊന്നു തരാം, ഒരു ദുഷ്ടൻ 5 ഉറുപ്യ എന്ന് പറഞ്ഞു നടന്നാൽ കിട്ടുമോ? നാട് മുഴുവൻ ദുഷ്ടന്മാരാ, പക്ഷെ ചോദിച്ചാൽ കിട്ടൂല. പക്ഷെ ഇവനെ കൊല്ലാണ്ട് വിട്ടാൽ അടുത്ത തവണയും ഇവൻ നാട്ടിലെ ദുഷ്ടന്മാരെയൊക്കെ പെറുക്കി കൊണ്ടുവരും. നമുക്കിവിടെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഊണും കഴിഞ്ഞിരുന്ന്
എന്ത് സൗകര്യമാണ്! ഒന്നിന് 5 വെച്ച് കൊടുക്കും വേണ്ട, തെണ്ടിത്തിരിഞ്ഞ് നടക്കും വേണ്ട, കാര്യങ്ങൾ നടത്തുകയും ചെയ്യുക, സൗകര്യമില്ലേ. അപ്പോഴാ ഏട്ടാ പറഞ്ഞു, കുട്ടന്റെ ബുദ്ധി മിടുക്കൻ ആണ്, വലിയ ഇഷ്ടമായി ഉണ്ണിയുടെ ബുദ്ധി. എങ്ങനെയുണ്ട് ഏട്ടാ ചോദിച്ചു. മിടുക്ക, അങ്ങനെ ആയിക്കോട്ടെ എന്ന്. അങ്ങനെ ജരാസന്ധനെ ഊരിക്കെട്ട് അഴിച്ചു വിട്ടു. ജരാസന്ധനാണെങ്കിൽ നാണം കെട്ട് മടങ്ങി പോകുമ്പോൾ നാണക്കേട് കാരനെ കിണ്ടിച്ചാടിയിട്ട് പഞ്ചായത്ത് കിണ്ടിച്ചാടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ടു. അപ്പൊ എന്റെ കൂടെ പണ്ട് കോളേജ് പഠിച്ച് ഒരുത്തൻ പറഞ്ഞു, സാരല്ലേ, ചാടി മരിക്കൊന്നും വേണ്ട, ഈ പരാജയം വിജയത്തിന്റെ മറ്റേ പടിയാണല്ലോ. എന്ത് പടി? തോറ്റവനോട് നമ്മൾ അങ്ങനെയല്ലേ പറയുക. അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിറ്റേത്തെ തവണയും ജരാസന്ധന് 23 അക്ഷോഹിണി പട്ടാളക്കാരിയായിട്ട് വന്നു. ഇത് പറയാനൊന്നുമില്ല. 25-നെയും കൊന്നു, ജരാസന്ധനെ വിട്ടു. ഇപ്പൊ ചുരുക്കം പറഞ്ഞ കലണ്ടറിലൊക്കെ ഇത് വരാൻ തുടങ്ങി. കുംഭം 13 ജരാസന്ധന്റെ പുറപ്പാട്. ഇതെല്ലാ കൊല്ലം ഉണ്ടേ, അങ്ങനെ ഉത്സവം എല്ലാ കൊല്ലം ഉണ്ട്, കലണ്ടറിലൊക്കെ വരുമല്ലോ. കുംഭം 13 ജരാസന്ധന്റെ പുറപ്പാട്. കുംഭം 14 ജരാസന്ധന്റെ തിരിച്ച് പുറപ്പാട്, ഒറ്റയ്ക്ക് ബ്രാക്കറ്റിൽ ഓട്ടോറിക്ഷയില്. ഇങ്ങോട്ട് വന്ന കൂട്ടരുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാവില്ലേ 30 ഉറുപ്പ്യ അവനവന്റെ കീശയിൽ നിന്ന് കൊടുത്ത് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ, അവനവന്റെ കുടുംബത്തേക്ക് പോകാനേ. അജാതിയ പരിപാടി. ഇതൊരു പതിവായി. അങ്ങനെ 17 തവണ, എത്ര തവണ? 17 തവണ ജരാസന്ധൻ മധുരയെ ആക്രമിച്ചു. 18ാമത്തെ തവണ ആക്രമിക്കാൻ വന്നപ്പോൾ ഒറ്റയ്ക്കല്ല വന്നത്. കാലയവനൻ എന്ന് പേരായ വേറൊരു ദുഷ്ടനെയും കൂടി കൂടെ കൂട്ടി. കാലയവനൻ ഒരു ഭാഗത്തു നിന്നും ജരാസന്ധൻ വേറൊരു ഭാഗത്തു നിന്നും മധുരയെ അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങി. അപ്പൊ ഭഗവാന് മനസ്സിലായി, എന്തായാലും ഇപ്പൊ പ്രജകൾക്കൊന്നും വിഷമല്ല, ഭഗവാൻ രാമനും കൃഷ്ണനും കൂടിയാണ് പരിപാടി, പട്ടാളക്കാരെയൊന്നും കൊല്ലേ ഉപദ്രവിക്കൊന്നും ചെയ്യുന്നില്ല. എന്നാലും ഈ ആക്രമണം അല്ലെങ്കിൽ ഈ പടയോട്ടം എന്നൊക്കെ പറയുന്നത് പ്രജകൾക്ക് എന്നൊരു വേവലാതിയാണ്. എന്തിനാ വെറുതെ പാവങ്ങളെ പേടിപ്പിക്കണത്? ഭഗവാൻ എന്ത് ചെയ്തു? പ്രജകളുടെ കാര്യമാണ് ആദ്യം പ്രധാനം എന്ന് കണക്കാക്കിയിട്ട് ഭഗവാൻ വിശ്വകർമാവിനെ കൊണ്ട് സമുദ്രത്തിന്റെ നടുക്കിരിക്കണേ കുശസ്ഥലി എന്ന പേരായ ദ്വീപില് ഒരു കോട്ട കെട്ടിച്ചു. അതിൽ കൊട്ടാരങ്ങൾ, കൊത്തളങ്ങൾ, മട്ടുപ്പാവകൾ, പാനശാലകൾ, ക്രീഡാശാലകൾ, നാടശാലകൾ, വായനശാലകൾ, എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടിയിട്ട് വലിയൊരു കൊട്ടാര സമുച്ചയം കണ്ട് പണിതു. ഈ സമുദ്രത്തിന്റെ നടുക്കിരിക്കുന്ന ദ്വീപിലെ അതിന്റെ പേരാണ് ദ്വാരക എന്ന് പറയും. വിശ്വകർമാവാണ് പണിതത്. വിശ്വകർമാവ് അത് പണിതു, ദ്വാരക പണിതു. അങ്ങനെ ദ്വാരക പണിത് തീർത്ത് വിശ്വകർമാവ് ഭഗവാനെ ഏൽപ്പിച്ചപ്പം ഭഗവാൻ എന്താ ചെയ്തു വെച്ചാൽ, രാത്രിക്ക് രാത്രി തന്റെ യോഗശക്തി പ്രഭാവം കൊണ്ട് തന്റെ പ്രജകളെ, മധുരാപുരിവാസികളായ പ്രജകളെ അതുപോലെ എവിടെ എത്തിച്ചു? ദ്വാരകയിലെത്തി. എല്ലാവരെയും അങ്ങനെ വണ്ടി കയറ്റി കൊണ്ടുപോയതല്ല, എത്തിച്ചു. അപ്പൊ രാത്രി നമ്മുടെ മധുരാപുരിയിൽ കീറപ്പായയിൽ കിടന്നുറങ്ങിയവരൊക്കെ പിറ്റേന്ന് രാവിലെ എണീറ്റത് ദ്വാരകാപുരിയിലെ സ്വർണ്ണക്കട്ടിലിന്റെ മുകളിൽ നിന്ന്. തലേണയുടെ അടിയിൽ നിന്ന് മൂക്കുപൊടിയുടെ ഡപ്പി എടുത്തപ്പോ സ്വർണത്തിന്റെ ഡപ്പി. പൊടി സ്വർണത്തിന്റെ അല്ല, പൊടി പോകല പൊടി തന്നെയാണ്. അപ്പൊ സ്വർണത്തിന്റെ പൊടി വലിച്ചൊരൊറ്റ വലിയ വലിക്കല്. പിന്നെ വിലങ്ങനെ എന്തല്ലേ, ആകെ ഇങ്ങോട്ട് സൗഭാഗ്യമായി പോയി. ദാരിദ്ര്യമുള്ളവരൊന്നും അവിടെ ഇല്ലേ, വലിയ സ്വർണ്ണ സൗഭാഗ്യത്തിലേക്ക് അങ്ങോട്ട് ചെന്ന് ചേർന്നു. അങ്ങനെ ദ്വാരക കേമായി. ദ്വാരക കേമായിട്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? വലിയേട്ടനോട് പറഞ്ഞു, വലിയേട്ടാ, ദ്വാരകയുടെ പരിപാലനത്തിന് ഏട്ടൻ അവിടെ ഇരിക്കണം, ഞാനൊന്ന് അപ്പുറത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് കടലിന്റെ ഇപ്പുറത്തേക്ക് പോകുന്നു. ഏതാണ്ട് ഒരു 3-3:15 വലിയേട്ടൻ അങ്ങോട്ട് വന്നോളൂ എന്നും പറഞ്ഞു. അങ്ങനെ ദ്വാരകയുടെ രക്ഷ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് ഉണ്ണി സമുദ്രത്തിന്റെ ഇപ്പുറത്തേക്ക് പോന്നു. സമുദ്രത്തിന്റെ ഇപ്പുറത്തേക്ക് പോന്നു ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങോട്ട് പോന്നപ്പം കാലയവനൻ ആരെ കണ്ടു? ഭഗവാനെ കണ്ടു. കാലയവനൻ ഭഗവാനെ നേരെ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അവർ നേരെ കണ്ടിട്ടില്ലേ? നാരദ മഹർഷി പറഞ്ഞു കേട്ട വിവരമുണ്ട്. നല്ല മഞ്ഞപ്പട്ടാണ് ഉടുക്കുക, സുന്ദരനാണ്, കണ്ട കണ്ണെടുക്കില്ല, താമരപ്പൂ പോലുള്ള കണ്ണാണ്, മൂക്കൊക്കെ കണ്ട എള്ളിൻ പൂവ് പോലുള്ള കാല്, തൊണ്ടിപ്പഴം പോലെ ചുണ്ടാണ്, കാതില് മറ്റേ മകരമത്സ്യത്തിന്റെ കുണ്ടലങ്ങൾ, കിരീടം കണ്ട കണ്ണ് മഞ്ഞളിക്കും, മഞ്ഞപ്പട്ട് ഇങ്ങനെ പറക്കണ, എന്താല്ലേ 4 കയ്യുണ്ട്, ഖേമനാണ്. ഇതൊക്കെ ആര് പറഞ്ഞു കൊടുത്ത വിവരം കയ്യിലുണ്ട്? ഈ നാരദ മഹർഷി കൊടുത്ത വിവരം കാലയവനന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഈ ഭഗവാനെ കണ്ട ആർക്ക് വേഗം സംശയായി, ധന്യാവും ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ. നോക്കി, അപ്പം ഭഗവാൻ മുമ്പിൽ ഇങ്ങനെ പോകുമല്ലേ, ഈ കാലയവനൻ കൃഷ്ണ എന്ന് വിളിച്ചു. ഭഗവാൻ തിരിഞ്ഞു നോക്കി. അപ്പൊ തീരുമാനമായി, എന്ത്? കൃഷ്ണൻ തന്നെ. കൃഷ്ണ എന്ന് വിളിച്ച രാമൻ നോക്കുവോ? രാമൻ വിളിച്ച കൃഷ്ണൻ നോക്കുവോ? അതേ പേരിലെ ആൾ തന്നെയല്ലേ കൃഷ്ണൻ തന്നെ. ഏട്ടാ, നീ കൃഷ്ണനല്ലേ ചോദിച്ചു. പിന്നാക്ക് ഓടി. ആരുടെ? ഭഗവാൻ മുമ്പിലോടി. ഭഗവാൻ പിന്നെ ഓടിയിട്ട് നല്ല ശീലമുണ്ടല്ലോ. നമ്മൾ കുട്ടിക്കാലത്തെ യശോദമ്മയുടെ അടുത്ത് ട്രെയിനിങ് കഴിഞ്ഞ ആളാണ്. എന്ത് നല്ലോണം ഓടി ശീലണ്ട്, ഓടിച്ചിട്ടൊക്കെ കുട്ടികളുടെ കൂടി ഓടി. അങ്ങനെ ഓടി കാലയവനൻ പിമ്പില്. ഭഗവാന്റെ പട്ടാണെങ്കിൽ ഈ ഓടുമ്പോ ഇങ്ങനെ പറക്കണുണ്ട്. പറക്കുമ്പോ കാലയവന്
പിടിച്ചു പിടിച്ചു പിടിച്ചു, പക്ഷെ പിടുത്തം കൊടുക്കില്ല. പട്ട് നല്ല നീളമുള്ള പട്ടായതുകൊണ്ടേ തോളത്തൊന്നും പറക്കൂലോ. എന്താ അത്? ഭഗവാൻ ഓട്ടി 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 പോയി ആ കുന്നിന്റെ ചെരുവിലൊരു ഗുഹ ഉണ്ടായിരുന്നു. ആ ഗുഹയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി. ഉള്ളിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ ഗുഹയുടെ ഉള്ളിൽ കുറച്ചും കൂടി ഉള്ളിലേക്ക് അങ്ങോട്ട് സമയത്ത് ഒരു തിണ്ണ. ആ തിണ്ണയുടെ മുകളിൽ ഒരാള് സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്, ഗംഭീരായിട്ട് ഉറങ്ങണേ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഈ മഞ്ഞപ്പട്ടുണ്ടല്ലോ, ആ മഞ്ഞപ്പട്ട് ഇങ്ങോട്ട് തോളത്തുനിന്ന് എടുത്തിട്ട് ആ ഉറങ്ങണയാളുടെ ദേഹത്ത് അങ്ങോട്ട് പുതച്ച് മൂടി. ഭഗവാൻ അകത്തേക്ക് അങ്ങോട്ട് പോയി. കാലയവനാണെങ്കിലോ ഓടി 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 ഗുഹയുടെ ഉള്ളിലേക്ക് വന്ന് നോക്കിയപ്പോ അതാ കിടക്കണോ പൊട്ടൻ. ഏത് പൊട്ടൻ? ആ കൃഷ്ണനെ. വിവരല്യാന്ന് ഇവിടെയൊക്കെ വന്ന് കിടന്ന ഞാൻ പിടിക്കില്ലേ? നിനക്ക് വിവരമില്ലാത്തവൻ. ഈ ഹരീശ കിട്ട കലശലായിട്ട് ഈ കാലയവൻ എന്ത് ചെയ്തു വെച്ചാല് ഒന്നങ്ങോട്ട് പിന്നാക്കം നിന്നിട്ട് കാലം കിട്ട മടക്കി ഒരു ചവിട്ടം കണ്ട് കൊടുത്തു. ആരെ? ആ ഉറങ്ങണയാള് പെട്ടെന്ന് ഇങ്ങോട്ട് ചാടി എണീറ്റിട്ട് പട്ടൊക്കെ ഇങ്ങോട്ട് നീക്കിയിട്ട് കാലയവനെ നിന്ന് നോക്കി. ആ നോക്കിയത് കുറേശ്ശെ ഓർമ്മയുണ്ടാർക്ക് കാലയവന്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഓർമ്മിക്കേണ്ടതായിട്ട് വന്നില്ല. ഒരു ഡസ്റ്റ് മാത്രം ഭൂം എന്ന് പറഞ്ഞൊരു പൊട്ടി ഭസ്മായിപ്പോയി. ആര്? കാലയവനൻ ഭസ്മായി എന്ന് മാത്രമല്ല, ആ മറ്റേ ആൾ ഇങ്ങനെ ഇരിക്കുകയാണേ. ഈ ഉറക്കമണിയിട്ടാ നമ്മുടെ ഒരു ഇരിപ്പ് അങ്ങനെയാണല്ലോ. ആ സമയത്തൊക്കെ കണ്ട പേടിയാവും ഇല്ലേ? അന്താളിച്ചിരിപ്പ് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിൽ ഈ പൊടിയൊന്ന് അമർന്നപ്പം എന്ത് ചെയ്തു? നല്ല ഗുഹയുടെ ഉള്ളൊന്ന് മൂളിപ്പാട്ടൊക്കെ ആ മൂളിപ്പാട്ടൊക്കെ പാടി മെല്ലെ മെല്ലെ ഇങ്ങനെ വരിക. അപ്പോഴാണല്ലോ മറ്റേ ആൾ ഈ മഞ്ഞപ്പട്ടൊക്കെ പിടിച്ച് ഇങ്ങനെ അന്താളിച്ചിരിക്കുന്നത്. ഭഗവാൻ പറഞ്ഞു, പട്ട് ഇങ്ങോട്ട് എന്നോളൂ, എന്റെ പട്ട ഇങ്ങോട്ട് എന്നോളൂ എന്ന് പറഞ്ഞു. ആ പട്ടം ഇങ്ങോട്ട് വാങ്ങി കുടഞ്ഞ് തോളത്തേക്ക് ഇട്ടു. ചോദിച്ചു, ആരാ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുച്ചുകുന്ദൻ എന്ന് പറയും, മാന്ധാതാവ് മഹാരാജാവിന്റെ മകനാണ്. എങ്ങനെയാ ഇവിടെ എത്തിയത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പണ്ട് ഈ ദേവേന്ദ്രന്റെ നാട്ടിൽ ദേവസൈന്യാധിപന്റെ ഒരു പോസ്റ്റ് ഒഴിവുണ്ടായിരുന്നു, ടെമ്പററി വേക്കൻസി ആയിരുന്നു. അപ്പൊ ഈ ടെമ്പററി വേക്കൻസി ദേവലോകത്തിൽ വന്നാൽ ഭൂമിയിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ അങ്ങോട്ട് ആരെങ്കിലും ഒക്കെ അയക്കും. അപ്പൊ ആ കൂട്ടത്തിൽ ഈ മുച്ചുകുന്ദ മഹാരാജാവിനെ ദേവലോകത്തേക്ക് സഹായത്തിന് അയച്ചതായിരുന്നു. അദ്ദേഹം അവിടെ ചെന്ന് കുറെ സഹായം ചെയ്തു. അസുരന്മാരെയൊക്കെ തോൽപ്പിച്ച് ദേവേന്ദ്രനെ സന്തോഷിപ്പിച്ചിരിക്കുന്ന കാലത്താണ് പെർമനന്റ് ആള് വന്നു പോസ്റ്റിലേക്ക്. ശ്രീകുമാരസ്വാമി സുബ്രഹ്മണ്യസ്വാമി സ്ഥിര നിയമനം വന്നാൽ പിന്നെ താൽക്കാലിക നിയമനം പോണല്ലോ. അപ്പൊ മുച്ചുകുന്ദ മഹാരാജാവിന് തിരിച്ചു പോരേണ്ടതായിട്ട് വന്ന സമയത്ത് ദേവേന്ദ്രനാണെങ്കിൽ മുച്ചുകുന്ദ മഹാരാജാവിന് വലിയ കാര്യം. എന്താ? കാരണം അദ്ദേഹം ചെയ്ത സേവനം ഒന്നും പറയണ്ട. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്ന് ബഹുമാനിക്കാനായിട്ടൊരു സെൻഡ് ഓഫ് ഒക്കെ ഉണ്ട് ഈ ദേവലോകത്ത്. അങ്ങനെ മുച്ചുകുന്ദന് സെൻഡ് ഓഫ് ഒക്കെ കൊടുത്ത് പോരുമ്പോൾ ചോദിച്ചു, അങ്ങനെ എന്താ ഒരു വരം വേണ്ടത് ചോദിച്ചു. മുച്ചുകുന്ദൻ പറഞ്ഞു, വരായിട്ടൊന്നും വേണ്ട, എനിക്ക് കുറെ കാലമായിട്ട് യുദ്ധം ഇങ്ങനെ ചെയ്തിട്ടേ നല്ലോണം മുഷ്ടിലും ക്ഷീണമുണ്ട്, ഒന്ന് ഉറങ്ങണം, നല്ലോണം ഒന്ന് ഉറങ്ങണം. ഞാൻ ഉറങ്ങാനായിട്ട് പുറപ്പെട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് എന്നെ ശല്യപ്പെടുത്തിയാൽ ഞാനൊന്ന് നോക്കുമ്പം ആ നോക്കിയവൻ ഭസ്മാവണം, അത്രേ വേണ്ടൂ എന്നും പറഞ്ഞു. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ ഈ എളുപ്പ വഴിയിൽ ഭസ്മം ഉണ്ടാക്കണ വിദ്യയായിട്ട് പോകുന്ന ആളാണ് ആര്? ഈ മുച്ചുകുന്ദൻ. ആ മുച്ചുകുന്ദനാണ് ഇവിടെ കിടന്നുറങ്ങിയത്. അദ്ദേഹത്തിന്റെ ദേഹത്താണ് മഞ്ഞപ്പട്ട് പൊതിച്ചതും പിന്നെ മറ്റേ പൊടി വാരി മുറത്തിൽ കൊണ്ടുപോയി തെങ്ങിന്റെ ചോട്ട് കൊണ്ടുപോയിട്ടതും. കാലയവനെ മുച്ചുകുന്ദനെ കൊണ്ട് കൊല്ലിച്ചു. എന്താ കാരണം എന്നറിയൂ? ഭഗവാന്റെ കൈകൊണ്ട് ചാവാൻ മാത്രം ജാതകത്തിൽ എന്തില്ല, അതിന് യോഗം വേണം, അത്രയ്ക്ക് പുണ്യമില്ലേ. അതുകൊണ്ട് മുച്ചുകുന്ദനെ കൊണ്ട് കൊല്ലിച്ചു. മുച്ചുകുന്ദ മഹാരാജാവ് തൊഴുതു, പറഞ്ഞു, ഭഗവാനെ അങ്ങേക്ക് ഇപ്പോഴാ മനസ്സിലായത് പറഞ്ഞു തൊഴുതു. ഭഗവാൻ പറഞ്ഞു, നന്നായി, അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ തൊഴുത സമയത്ത് അദ്ദേഹം പറഞ്ഞു, നകാമയന്യം തവ പാദസേവനാൽ അകിഞ്ചന പ്രാർത്ഥ്യതമാൽ വരം വിഭോ ആരാധ്യകസ്ത്വാം ഹ്യപവർഗദം ഹരേ വൃണീത ആര്യോ വരമാത്മബന്ധനം. ഭഗവാനെ അനുഗ്രഹിക്കണേ, അങ്ങേ കണ്ടാൽ ബന്ധനം ഉണ്ടാക്കണം, വരം ചോദിച്ചു മുച്ചുകുന്ദൻ തൊഴുതു. ഭഗവാൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങനെ കാര്യം ചെയ്യൂ, അങ്ങക്ക് ഈ ജന്മം ഞാൻ മോക്ഷം തരില്ല, അങ്ങ് ഈ ജന്മം തപസ് ചെയ്തിരിക്കൂ, അടുത്ത ജന്മം അങ്ങ് ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കും, അന്ന് അങ്ങ് എന്നെ ഭജിക്കും, അങ്ങക്ക് ഞാൻ മോക്ഷം തരും എന്നും പറഞ്ഞു മുച്ചുകുന്ദനെ പറഞ്ഞയച്ചു. മുച്ചുകുന്ദനെ പറഞ്ഞയച്ച് ഭഗവാൻ ആ ഗുഹയുടെ പുറത്തേക്ക് വരാനായിട്ട് പുറപ്പെടുമ്പോഴാണ് വലിയേട്ടനും കൂടി എത്തി. ആര്?
ബലഭദ്രസ്വാമിയും കൂടി എത്തി. ഏട്ടനും അനിയനും കൂടി ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ജരാസന്ധനും പട്ടാളക്കാരും ഗുഹയുടെ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. രാമകൃഷ്ണന്മാരിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം അത്ത പിടിച്ചോളൂ, ഇതാ പോണു, പിടിച്ചോളൂ, ഇതാ പോണു, പിടിച്ചോളൂ എന്നും പറഞ്ഞ് ജരാസന്ധനും പട്ടാളക്കാരും ആരെ പിടിക്കാൻ ഓടി? ഭഗവാനെ. രാമകൃഷ്ണന്മാര് രണ്ടാളും ധൃതിയിലോടി ആ കുന്നിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി. ജരാസന്ധനും പട്ടാളക്കാരും എന്ത് ചെയ്തു? പിന്നാക്കെ ഓടി. അങ്ങനെ ഓടുന്ന സമയത്ത് ജരാസന്ധൻ പറഞ്ഞു, ഓടി പിടിക്കണ്ട, കുന്നിന് തീ കൊടുക്കാം, കത്തിച്ചാവട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ ഉണങ്ങി കിടക്കണ കാടിന് അങ്ങോട്ട് തീ കൊടുത്തു. എന്നിട്ട് ജരാസന്ധന്റെ മന്ത്രിയും കൂടി ആ കുളത്തിന്റെ കരയിൽ അവിടെ ഇരുന്നു. കുറച്ചു നേരം അവിടെ ഇരുന്നു. കാടങ്ങോട്ട് തീ പിടിച്ച് കത്തി തുടങ്ങിയപ്പോഴേ ജരാസന്ധൻ മന്ത്രിയോട് ചോദിച്ചു, മന്ത്രി ഒരു കറുത്ത മണല്ലേ ചോദിച്ചു. എന്ത് മണ? ഒരു കറുത്ത മണം. അത് കൃഷ്ണൻ കത്തിയതാണാ പറഞ്ഞു. മന്ത്രി പറഞ്ഞു, വെളുത്ത മണം ഉണ്ടെന്ന് രാമനും കത്തിയിട്ടുണ്ടാവും എന്നും പറഞ്ഞു. അങ്ങനെ മനപ്പായസം വലിയ ഉരുളിയിൽ, എന്ത് പായസം? മനപ്പായസം വലിയ ഉരുളിയിലാണോ നമ്മൾ ഉണ്ടാക്കി ഉണ്ടു. സന്തോഷായി. അങ്ങനെ രാമനും കൃഷ്ണനും കത്തിച്ചാമ്പലായി ചത്തുപോയി എന്ന് സന്തോഷിച്ച് നോക്കൂ, ജരാസന്ധനും കൂട്ടരും മടങ്ങിപ്പോയി. രാമകൃഷ്ണന്മാര് രണ്ടാളും ആ കുന്നിന്റെ മുകളിലേക്ക് പ്രവേശിച്ച് ആ കുന്നിന്റെ മുകളിൽ നിന്ന് യോഗശക്തിയുടെ സമ്പ്രദായത്തില് ആ ദ്വാരകയിലേക്ക് പോയി. ദ്വാരകയിൽ ഇവർ രണ്ടുപേരും ദ്വാരകയിൽ ചെന്ന സമയത്ത് ദ്വാരകയില് എന്താ കഥ എന്നറിയൂ? ദ്വാരകയിൽ അച്ഛനും മകൾ അവിടെ എത്തി വന്നിരിക്കേണ്ട പൂമുഖത്ത്, ആ സിറ്റ് ഔട്ടിന്റെ അപ്പുറത്തെ പൂമുഖത്ത് ഇങ്ങനെ ഹാളിൽ ഇങ്ങനെ ചാരി ഇരിക്കുന്നുണ്ട്. ആരത് ഓർമ്മയുണ്ടോ? രേവതന്റെ മകൻ കകുത്മിയുടെ മകള് രേവതി. അച്ഛനും മകളും കൂടി ഇന്നലെ സത്യലോകത്ത് നിന്ന് ബ്രഹ്മാവിന്റെ അടുത്ത് നിന്ന് ഉപദേശം വാങ്ങിയിട്ട് ബലഭദ്രക്ക് കൊടുത്തോളൂ മകളെ എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? ആ രേവതിയും അച്ഛനും കൂടിയാണ് വന്നിരിക്കുന്നത്. അവർ രണ്ടുപേരും വന്നിട്ടുണ്ട്. അങ്ങനെ ഈ കകുത്മി തന്റെ മകള് രേവതിയെ ബലഭദ്രസ്വാമിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ബലഭദ്രസ്വാമിയുടെ വിവാഹ സദ്യയും ദ്വാരകാപുരിയുടെ ഗൃഹപ്രവേശ സദ്യയും കൂടി ഒരു സദ്യയായിട്ട് ഗംഭീരമായിട്ട് അങ്ങോട്ട് കൊണ്ടാടി. ബലഭദ്രസ്വാമിയുടെ വേളി സദ്യയും ദ്വാരകയുടെ ഗൃഹപ്രവേശല്ലേ, രണ്ടും കൂടി അങ്ങോട്ട് കേമായിട്ട് കഴിച്ചു. ഇങ്ങനെയാണ് ബലഭദ്രസ്വാമി രേവതിയെ വിവാഹം ചെയ്തത്. പരീക്ഷിത്തെ